ചോദ്യങ്ങൾ തന്നെ ഉത്തരങ്ങൾ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എങ്ങനെ വിജയിക്കാം? ആമുഖം. ലൂക്കും മിയയും. ലൂക്ക് ഒരു ബിൽഡർ ആയിരുന്നു. തന്റെ ബിസിനസ് സാമ്പത്തിക വിജയം ആക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരാൾ. അയാളുടെ ഭാര്യ മിയ ആകട്ടെ തന്റെ ക്ലയന്റുകൾക്ക് പ്രിയങ്കരിയായ അക്കൗണ്ടന്റ് ആയിരുന്നു. ഒരു ദിവസം അവരുടെ അയൽക്കാരനായ മാർട്ടിൻ അവരെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്താനായിരുന്നു ആ മീറ്റിംഗ്. മാർട്ടിൻ അതിനെപ്പറ്റി അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും അവർക്ക് അയാൾ ഇഷ്ടമായത് കാരണവും ഏതാനും വീടുകൾക്കപ്പുറം ആയതിനാലും അവർ പോകാൻ തീരുമാനിച്ചു. അതിനെല്ലാം ഉപരി അവർക്ക് കുറച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്യാം. മീറ്റിംഗ് പുരോഗമിക്കുമ്പോൾ ലൂക്കിനും മിയയ്ക്കും അവർ കേൾക്കുന്നതും കാണുന്നതും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവർക്ക് ഭാവന ചെയ്യാൻ സാധിക്കാത്ര വിജയകരമായി സാമ്പത്തിക സ്വാതന്ത്ര്യവും വിജയവും നൽകാൻ കഴിയുന്ന ഒരു പുതിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചായിരുന്നു അവർ കാണുന്നുണ്ടായിരുന്നത്. അവർക്ക് കുറച്ചു ദിവസത്തേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ അത് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. കാരണം അവർ ചിന്തിച്ചത് തീർച്ചയായും ആ പ്ലാൻ കണ്ട എല്ലാവരും അതിൽ ചേരാൻ ആഗ്രഹിക്കും എന്നായിരുന്നു. പക്ഷേ അത് അവർ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. അവരെ പോലുള്ള മറ്റുള്ള എല്ലാവർക്കും അത്രയ്ക്ക് ആവേശം ഉണ്ടായിരുന്നില്ല. ചിലർ അതിനെപ്പറ്റി അറിയാനുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തതേയില്ല. ചില അടുത്ത സുഹൃത്തുക്കളാട്ടെ അവർക്കൊരു അപ്പോയിന്റ്മെന്റ് പോലും കൊടുത്തില്ല. ഇതൊക്കെ ആയിട്ടും അവർ പടിപടിയായി ഒരു ഉറപ്പുള്ള ബിസിനസ് കെട്ടിപ്പടുക്കുക തന്നെ ചെയ്തു. പക്ഷേ അത് അവർ ആഗ്രഹിച്ചതുപോലെ അത്ര വേഗത്തിലായിരുന്നില്ലെന്ന് മാത്രം. വെറുതെ ആലോചിക്കൂ, ലൂക്ക് മിയയോട് പറഞ്ഞു. നമ്മൾ ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം അവർ നമ്മളോട് എന്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചേരണമെന്ന് പറയുവാണെങ്കിൽ, അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു വഴിയുണ്ട്. ഈ പുസ്തകം ആ വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രവേശിക്കാൻ ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഉയർന്ന നിലയിലെത്താൻ അവർ അതിസമർത്ഥരായ സെയിൽസ് വിദഗ്ധരായിരിക്കണമെന്ന ചിന്തയാണ്. പുതിയ ആളുകളെ ചേർക്കാനുള്ള താരതമ്യേന എളുപ്പമുള്ള ഒരു ലളിതമായ രീതിയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഇതിൽ തന്ത്രങ്ങളൊന്നുമില്ല. ഫലം തരുന്ന ചില സങ്കേതങ്ങളും തത്വങ്ങളും നിങ്ങൾ പിന്തുടരുകയേ വേണ്ടൂ. ഞാൻ എന്തിനാണ് ഈ പുസ്തകം എഴുതിയത്? ഞാൻ ആദ്യമായി 1980 നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. ലളിതമായ, നിയമപരമായ, ധാർമ്മികമായ, രസകരമായ, ആദായകരമായ ഒരു ഒന്നാന്തരം അവസരം നിലവിലുണ്ടെന്ന് അതിശയം. അത് മറ്റൊരു എളുപ്പത്തിൽ പണക്കാരനാകാനുള്ള സ്കീമായിരുന്നില്ല. അത് പണക്കാരനാകാനുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോർപ്പറേറ്റ് വരുമാനത്തിൽ പൂജ്യങ്ങൾ കൂട്ടിച്ചേർക്കാനും ആളുകളെ കോടീശ്വരന്മാരാക്കാനും സഹായകമായ ആശയവിനിമയത്തിനും സെയിൽസ് തന്ത്രങ്ങൾക്കും വേണ്ടിയുള്ള ഗവേഷണങ്ങളിലായിരുന്നു. ഞാൻ വിചാരിച്ചു, ഒന്നാന്തരം എനിക്ക് വിജയകരമായ തന്ത്രങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ ഫലം ഭാവനാതീതമായിരിക്കും. ഈ പുസ്തകം ആ തന്ത്രങ്ങൾ വർഷങ്ങളോളം തുടർന്ന് കലാരൂപപ്പെടുത്തലിന്റെയും പരിഷ്കരണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പ്രയോഗങ്ങളുടെയും പരിണതഫലമാണ്. നിങ്ങൾക്ക് മറ്റുള്ള ആയിരക്കണക്കിന് വിജയ ശ്രീലാളിതരെ പോലെ വിജയത്തിലെത്താനുള്ള ലളിതമായതും വേഗത്തിൽ പഠിക്കാവുന്നതുമായ കഴിവ് ആർജിക്കാൻ ഇതുവഴി കഴിയും. ഇതിലെ വലിയൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്ന അറിവുകളിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല എന്നതാണ്. ദിവസം 2 മണിക്കൂർ വീതം പഠിക്കുകയും ആത്മാർത്ഥമായി പരിശീലിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നുന്നത്ര ഉയർന്ന നിലയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയും. കരാർ. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ പഠിക്കുന്ന രീതിയുടെ കൂടെ ഒരു കരാറും ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ തന്ത്രം മനഃപ്പാഠമാക്കുമെന്നും ആദ്യത്തെ 14 ദിവസങ്ങൾ ഒരു വാക്കുപോലും മാറ്റില്ലെന്നുമുള്ള കരാറിലെത്തുകയാണെങ്കിൽ ഫലം ഭാവനീതീതമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഒരു വലിയ കരാർ തന്നെയാണത്, അല്ലേ? പക്ഷേ ഇതൊരു പരസ്പരമുള്ള കരാർ കൂടിയാണ്. എനിക്ക് നിങ്ങൾ വാക്കുകൾ ഉറക്കത്തിൽ പോലും ആവർത്തിക്കാൻ കഴിയുന്നത് വരെ പരിശീലിക്കണമെന്നാണ് ഉള്ളത്. ഒഴിവു കഴിവുകളോ മുട്ടാപ്പോക്കുകളോ പാടില്ല. തന്ത്രം പഠിക്കാനുള്ള അചഞ്ചലമായ ആത്മസമർപ്പണം മാത്രമാണ് ആവശ്യമുള്ളത്. അങ്ങനെ അത് എന്നേക്കുമായി നിങ്ങളുടെ തീരും. ഈ രീതി ഉപയോഗിച്ച് ഞാൻ ഉപദേശകനായിരുന്ന ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ദശലക്ഷക്കണക്കിന് $, നേടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പുതിയ അംഗങ്ങളെ ചേർത്തുകൊണ്ട് അവരുടെ വരുമാനം 20%, 50%, 100%, 500, 1000% എന്നിങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഊതിപ്പെരുപ്പിച്ച അവകാശവാദങ്ങളല്ല. നിങ്ങൾ ഇവിടെ നിന്നും പഠിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നാടകീയമായ മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ ഈ രീതിയിൽ ഉറച്ചു നിൽക്കുമെന്ന് വാക്ക് തരണം. വാക്ക് തരികയാണെങ്കിൽ ശരിയെന്ന് ഉറക്കെ പറയുക ഇപ്പോൾ തന്നെ.
നിങ്ങൾ ശരിയെന്ന് ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ ഈ താളിന്റെ തുടക്കത്തിലേക്ക് തിരിച്ചുപോയി വീണ്ടും വായിക്കുക. ശ്രദ്ധിക്കുക, അയാൾ എന്നും എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യമായിട്ടാണുള്ളത്. പെരുമാറ്റത്തിൽ ലിംഗവ്യത്യാസം ഉള്ളിടത്തെല്ലാം അത് സൂചിപ്പിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ സ്വന്തം ടർബോ ചാർജർ. എങ്ങനെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാമെന്നും ബിസിനസ് പ്ലാൻ എങ്ങനെ അവതരിപ്പിക്കാം എന്നും പറയുന്ന ഒന്നാന്തരം പുസ്തകങ്ങളും ടേപ്പുകളും ലഭ്യമാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ഇതിൽ ആഴത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല. ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് പറയേണ്ടതെന്നും നേരിട്ടുള്ള മീറ്റിങ്ങുകളിൽ അഭ്യുദയകാംക്ഷി ശരി എന്ന് സമ്മതിക്കുന്നതിനായി എങ്ങനെ പറയണമെന്നുമാണ് ഈ പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അറിയാവുന്ന കാര്യങ്ങളിൽ മാറ്റമൊന്നും വരുത്താതെ നിങ്ങളുടെ പ്രസന്റേഷനുകളെ ടർബോ ചാർജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ശക്തവും വേഗതയുള്ളതും ആക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇവിടെയുള്ള വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ആവശ്യം മനസ്സിലാക്കുക എന്ന രണ്ടാമത്തെ താക്കോലിൽ നിന്നുകൊണ്ടായിരിക്കും. ഫലം തരുന്നതിനെ ഒരിക്കലും മാറ്റാതിരിക്കുക, അതിനെ ടർബോ ചാർജ് ചെയ്യുക. അലൻ പീസ്. ഭാഗം 1. ആദ്യത്തെ ചുവട്. ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും പോലെ ഈ സെക്ഷന്റെ തുടക്കത്തിലുള്ള ചിത്രം കുറച്ച് ആളുകൾ മാത്രമേ നോക്കുകയും അതിലെ വ്യക്തമായ സന്ദേശം കാണുകയും ചെയ്യുകയുള്ളൂ. പരിശീലനമില്ലാത്ത കണ്ണിന് അത് കാര്യമൊന്നുമില്ലാത്ത കുറച്ച് വരകൾ മാത്രമായിരിക്കും. എന്നാൽ നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കുവാൻ പഠിക്കുമ്പോൾ ഉത്തരം കണ്ടെത്താൻ വീക്ഷണ കോൺ ശരിയാക്കിയാൽ മാത്രം മതിയാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയും. അത് തന്നെയാണ് ഞങ്ങൾ ഈ പുസ്തകത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. വിജയത്തിലേക്കുള്ള 5 പ്രമാണങ്ങൾ. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ സ്കൗട്ട് ഗ്രൂപ്പിന് വേണ്ടി ഒരു ഹാൾ പണിയാനുള്ള പണം ശേഖരിക്കാൻ വേണ്ടി വീട്ടാവശ്യങ്ങൾക്കുള്ള സ്പോഞ്ച് വിൽക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. സ്കൗട്ട് മാസ്റ്റർ ഒരു ബുദ്ധിമാനായ വയസ്സനായിരുന്നു. അദ്ദേഹം എന്നോട് രഹസ്യം വെളിപ്പെടുത്തി. ഞാനതിനെ പരിണത ഫലങ്ങളുടെ നിയമം എന്ന് വിളിക്കും. ഞാൻ ആ നിയമം അനുസരിച്ച് ജീവിച്ചത് മാത്രമല്ല, അത് പരിശീലിക്കുന്ന ആർക്കും അത് വിജയകരമായി തീരുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഞാൻ ആ നിയമം എനിക്ക് ലഭിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും തരാം. വിജയം ഒരു പന്തയമാണ്. എത്ര തവണ നിങ്ങൾ കളിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾ വിജയിക്കും. എത്ര തവണ നിങ്ങൾ വിജയിക്കുന്നുവോ അത്രയും വിജയകരമായി നിങ്ങൾ കളിക്കുകയും ചെയ്യും. ഈ നിയമം നെറ്റ്വർക്കിംഗിൽ പ്രയോഗിച്ചു നോക്കാം. കൂടുതൽ ആളുകളോട് നിങ്ങൾക്കൊപ്പം ചേരാൻ ആവശ്യപ്പെടുന്നതിന്റെ പരിണത ഫലം കൂടുതൽ ആളുകൾ നിങ്ങൾക്കൊപ്പം ചേരുന്നു എന്നതാകുന്നു. എത്ര കൂടുതൽ തവണ നിങ്ങൾ അവരോട് ചേരാൻ പറയുന്നുവോ നിങ്ങൾ ആവശ്യപ്പെടുന്നതിൽ അത്രയും മികവുറ്റതാകും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊപ്പം ചേരാൻ ഒരുപാട് ആളുകളോട് നിങ്ങൾ ആവശ്യപ്പെടേണ്ടതായുണ്ട്. നിയമം 1. കൂടുതൽ ആളുകളെ കാണുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. നിങ്ങൾ പറഞ്ഞു തീരുന്നതുവരെ കേട്ടു നിൽക്കുന്ന ആരുമായും സംസാരിക്കൂ. ഒരിക്കലും നല്ല അഭ്യുദയകാംക്ഷികളെ ചാക്കിലാക്കാൻ ശ്രമിക്കുന്ന അല്പനോ ചീട്ടു കശക്കുന്നവനോ ആകാതിരിക്കുക. നിങ്ങളുടെ പ്രോസ്പെക്റ്റുകളുടെ പട്ടികയിൽ നോക്കി ഇവർ വളരെ വയസ്സരാണ്, വളരെ ചെറുപ്പമാണ്, വളരെ പണക്കാരാണ്, വളരെ ദരിദ്രരാണ്, വളരെ പാവമാണ്, വളരെ മിടുക്കരാണ് എന്നിങ്ങനെയെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്കുള്ള പാതയിലേക്കായിരിക്കും നീങ്ങുന്നത്. ബിസിനസ് പടുത്തുയർത്തുന്നതിന്റെ പ്രാരംഭകാലത്ത് നിങ്ങൾ എല്ലാവരോടും സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് പരിശീലനം ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരുമായും നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരാശരികളുടെ നിയമം അനുസരിച്ച് നിങ്ങൾ വിജയിക്കുമെന്ന് തെളിയുന്നു. എത്ര വിജയകരം എന്നത് മാത്രമേ നോക്കേണ്ടതുള്ളൂ. കൂടുതൽ പ്രവർത്തനം കൊണ്ട് പരിഹരിക്കാനാകാത്ത യാതൊരു പ്രശ്നവും നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വിഷമം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷനുകൾ ഇരട്ടിയാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര വേഗത്തിൽ ബിസിനസ് വളരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള മിക്കവാറും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കൂടുതൽ പ്രവർത്തന നിരതനാകുക എന്നത്. എല്ലാവരുമായി സംസാരിക്കുക. അതാണ് ആദ്യത്തെ നിയമം. നിയമം 2. കൂടുതൽ ആളുകളെ കാണുക. ആളുകളെ വിളിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ പട്ടണത്തിലെ ഒന്നാന്തരം അവതാരകനായിരിക്കാം. പക്ഷേ ആവശ്യത്തിനുള്ള അഭ്യുദയകാംക്ഷികളെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിന് പുറത്താണ്. നിങ്ങൾ നന്നായി വസ്ത്രം ധരിക്കുന്നയാളും മികച്ച വ്യക്തിത്വം ഉള്ളയാളും ആയിരിക്കാം. പക്ഷെ നിശ്ചിത അളവിലുള്ള പ്രസന്റേഷനുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ശരാശരിയാവുകയുള്ളൂ. എല്ലാവരുമായി സംസാരിക്കുക. നിയമം 3. കൂടുതൽ ആളുകളെ കാണുക. കുറേയേറെ നെറ്റ്വർക്കുകാർ വെറുതെ ബിസിനസ്സുമായി ചാടിക്കളിക്കുകയുള്ളൂ. ഒരിക്കലും അവരുടെ കഴിവിനൊപ്പം എത്തില്ല.
അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രോസ്പെക്റ്റുകൾ കാരണമാണെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അതല്ല സത്യം. അവർ കാണാത്ത പ്രോസ്പെക്റ്റുകൾ കാരണമാണ് അത് സംഭവിക്കുന്നത്. നിങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഈ ആദ്യത്തെ 3 നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിഗംഭീര വിജയമായിത്തീരും. നിയമം 4. ശരാശരികളുടെ നിയമം പ്രയോഗിക്കുക. ജീവിതത്തിലെ എല്ലാ നിയമങ്ങളുടെയും വിജയത്തിനെ ഭരിക്കുന്നത് ശരാശരികളുടെ നിയമം എന്നുവെച്ചാൽ നിങ്ങൾ ഒരേ കാര്യം ഒരേ രീതിയിൽ ഒരേ സാഹചര്യത്തിൽ ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും സുസ്ഥിരമായിരിക്കുമെന്ന ഒരു കൂട്ടം ഫലങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു $1 പോക്കർ മെഷീന്റെ ശരാശരി ചെലവ് ഏകദേശം 10.1 ആണെന്നിരിക്കട്ടെ. നിങ്ങൾ ഓരോ 10 തവണയും ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് മൊത്തമായി കിട്ടുന്ന തുക 60 സെന്റുകൾക്കും $20 ഇടയിലായിരിക്കും. $20 മുതൽ $100 വരെയുള്ള നിങ്ങളുടെ വിജയ സാധ്യത 118.1 ആയിരിക്കും. അത് വലിയ കഴിവുകളൊന്നും ഉൾപ്പെട്ടിട്ടില്ല. മെഷീനുകൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ശരാശരികളിലും ശതമാനങ്ങളിലും പണം നൽകാനാണ്. ഇൻഷുറൻസ് ബിസിനസ്സിൽ ഞാൻ കണ്ടെത്തിയ ശരാശരി 1.56 ആണ്. എന്ന് വെച്ചാൽ ഞാൻ തെരുവിലേക്ക് പോയി നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് വാങ്ങണമെന്നില്ലല്ലേ എന്ന ഒരു പ്രതിലോമ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ 56 ഒരാൾ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ചോദ്യം ഒരു ദിവസത്തിൽ 168 തവണ ചോദിച്ചാൽ എനിക്ക് ഒരു ദിവസം 3 സെയിൽസ് ഉണ്ടാക്കി സെയിൽസ് ആളുകളിലെ ടോപ്പ് 5% എത്താൻ കഴിയും. നിങ്ങൾ തെരുവിൽ ഒരിടത്ത് നിന്ന് നടന്നു പോകുന്ന ഓരോരുത്തരോടും എൻ്റെ ഒപ്പം നെറ്റ്വർക്ക് ബിസിനസ്സിൽ ചേരുമോ എന്ന് ചോദിച്ചാൽ ശരാശരികളുടെ നിയമം നിങ്ങൾക്ക് ഫലം കൊണ്ടുവരും. ഒരുപക്ഷെ 1:100 ശരി എന്ന് പറയും. ശരാശരികളുടെ നിയമം എപ്പോഴും പ്രയോജനം കൊണ്ടുവരും. ഞാൻ കുട്ടിയായപ്പോൾ വീട്ടാവശ്യങ്ങൾക്കുള്ള സ്പോഞ്ച് വീടാന്തരം 1-ന് 20 സെന്റ് എന്ന് വിൽക്കുമ്പോൾ എൻ്റെ ശരാശരികൾ ഇങ്ങനെയായിരുന്നു: 10:7:4:2. വൈകുന്നേരം 4-നും 6-നും ഇടയ്ക്ക് ഞാൻ മുട്ടിയ ഓരോ 10 വീട്ടിലും 7 വീട്ടുകാർ വാതിൽ തുറക്കുമായിരുന്നു. 4 വീട്ടുകാർ എൻ്റെ പ്രസന്റേഷൻ കേൾക്കുകയും 2 വീട്ടുകാർ ഒരു സ്പോഞ്ച് വാങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ 40 സെന്റുകൾ ഉണ്ടാക്കും. 1962 അത് വലിയ തുകയായിരുന്നു, പ്രത്യേകിച്ചും ഒരു 11 വയസ്സുകാരന്. 1 മണിക്കൂറിൽ സുഖമായി ഞാൻ 30 വാതിലുകൾ മുട്ടുമായിരുന്നു. അപ്പോൾ 2 മണിക്കൂറിൽ ഞാൻ 12 സെയിൽസ് നേടും. $2.40 തുല്യം. കാരണം ശരാശരികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഒരിക്കലും തുറക്കാത്ത 3 വാതിലുകളെക്കുറിച്ചും എൻ്റെ പ്രസന്റേഷൻ കേൾക്കാൻ തയ്യാറാകാത്ത 3 പേരെക്കുറിച്ചും വാങ്ങാത്ത 2 പേരെക്കുറിച്ചും ഞാൻ വിഷമിച്ചില്ല. എനിക്ക് ആകെ അറിയാവുന്ന 10 വാതിലുകൾ മുട്ടിയാൽ എനിക്ക് 40 സെന്റ് കിട്ടുമെന്നായിരുന്നു. എന്ന് വെച്ചാൽ ഓരോ തവണയും എൻ്റെ കൈ ഒരു വാതിലിൽ സ്പർശിക്കുമ്പോഴും അടുത്തത് എന്ത് സംഭവിച്ചാലും എനിക്ക് 4 സെന്റ് ലഭിക്കും. ഇത് എനിക്ക് വളരെ ശക്തമായ പ്രചോദനമായിരുന്നു. ഏതെങ്കിലും 10 വാതിലുകൾ മുട്ടിയാൽ ഞാൻ 40 സെന്റുകൾ സമ്പാദിക്കും. എത്ര വേഗത്തിൽ ആ വാതിലുകളിൽ മുട്ടുന്നു എന്നത് മാത്രമായിരുന്നു വിജയത്തിന്റെ കാതൽ. നിങ്ങളുടെ അനുപാതങ്ങൾ രേഖപ്പെടുത്തുക. എന്റെ വിൽപ്പനയുടെ ശരാശരികളും കണക്കുകളും സുസ്ഥിര വിവര പട്ടികയും സൂക്ഷിക്കുന്ന ഒരു ശക്തമായ പ്രചോദനമായിരുന്നു. വേഗം തന്നെ എനിക്ക് ഒരു വാതിൽ തുറക്കാത്തതും ആരെങ്കിലും എന്നെ കേൾക്കാൻ തയ്യാറാകാത്തതും വാങ്ങാൻ കൂട്ടാക്കാത്തതും പ്രശ്നമല്ലാതായിത്തീർന്നു. ഞാൻ കുറേയേറെ വാതിലുകൾ മുട്ടി പ്രസന്റേഷൻ ശ്രമിക്കുന്നിടത്തോളം ഞാൻ വിജയമായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനമാകുകയും വാതിലുകൾ മുട്ടുന്നത് രസകരമായി തോന്നുകയും ചെയ്യും. നിങ്ങളുടെ ശരാശരികളും സ്ഥിതി കണക്കുകളും രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രതീക്ഷയോടെ ശരിയായ പാതയിൽ നിലനിർത്തും. ഇതാണ് സുസ്ഥിരമായ പ്രചോദനത്തിനും അവഗണനയെ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള താക്കോൽ. നിങ്ങളുടെ ശ്രദ്ധ ശരാശരികളിലാകുമ്പോൾ ബാക്കിയുള്ളതൊന്നും നിങ്ങളെ ബാധിക്കില്ല. എത്രയും പെട്ടെന്ന് അടുത്ത കോൾ ചെയ്യാൻ നിങ്ങൾ പ്രചോദിതരായിത്തീരും. ശരാശരികളെ മനസ്സിലാക്കാതെയുള്ള പ്രചോദനം നിങ്ങൾക്ക് അടുത്തതെന്തെന്ന് സംഭവിക്കും എന്നതായിരിക്കും. ആരെങ്കിലും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിഷണ്ണനായിത്തീരും. ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നും. ശരാശരികളുടെ നിയമം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളുടെ കോളുകൾ, പ്രസന്റേഷനുകൾ, പുതിയ അംഗങ്ങൾ എന്നിവയുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഗണം ശരാശരികൾ വികസിപ്പിക്കാൻ സാധിക്കും. എന്റെ സ്വന്തം $9 പോക്കർ മെഷീൻ. ഞാൻ ഒരു ടീം മാനേജർ ആയിരുന്നപ്പോൾ എനിക്ക് പാത്രങ്ങൾ, പാനുകൾ, കിടക്കവിരികൾ, ബ്ലാങ്കറ്റുകൾ എന്നിവ വിൽക്കുന്ന സായാഹ്ന ജോലി ഉണ്ടായിരുന്നു, കൂടുതലും പരിചയക്കാർ വഴി. ഇപ്പോഴത്തെ എന്റെ അനുപാതം 5:3:2:1.
ഞാൻ ഫോണിൽ വിളിക്കുന്ന ഓരോ 5 പ്രോസ്പെക്റ്റുകളും 3 പേർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തരുമായിരുന്നു. എനിക്ക് ആ പ്രോസ്പെക്റ്റുകളിൽ 2 പേർക്ക് മാത്രമേ പ്രസന്റേഷൻ കൊടുക്കാനുള്ള അവസരം കിട്ടുമായിരുന്നുള്ളൂ. കാരണം മൂന്നാമത്തെയാൾ ഒന്നുകിൽ എന്നെ വൈകിപ്പിക്കും, അപ്പോയിന്റ്മെന്റ് റദ്ദാക്കും, ശ്രദ്ധിക്കാതിരിക്കും, അല്ലെങ്കിൽ എന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള എന്തെങ്കിലും എതിർപ്പുണ്ടാവും. എന്നെ കേൾക്കുന്ന 2 പേരിൽ ഒരാൾ വാങ്ങിക്കുകയും ഞാൻ $45 നേടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഫോണിൽ വിളിക്കുന്ന ഓരോ 5 പേരിലും എനിക്ക് $45 കമ്മീഷൻ ലഭിക്കും. ഒരു ഫോൺ കോളിന് $9 എന്ന കണക്കിൽ. ഇതിനർത്ഥം ടെലിഫോണിൽ ഓരോ ശരിക്കും ഞാൻ $15 സമ്പാദിക്കുന്നു. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും അവർ എന്നോട് പറയുന്നതൊന്നും കാര്യമാക്കാതെ. അത് ഗംഭീരമായിരിക്കുന്നു. ഞാൻ ഒരു വലിയ $9 വരച്ച് എന്റെ ടെലിഫോണിന്റെ അടുത്ത് വെച്ചു. ഞാൻ ഫോണിൽ ഓരോ തവണ സംസാരിക്കുമ്പോഴും എനിക്ക് $9 വീതം ലഭിക്കുന്നു. അപ്പോയിന്റ്മെന്റിനും ശരി എന്ന് പറയുന്ന ഓരോ ആളിനും എനിക്ക് $15 വീതം ലഭിക്കുന്നു. എന്ന് വെച്ചാൽ എന്റെ ലക്ഷ്യത്തിൽ എനിക്ക് പരിപൂർണ നിയന്ത്രണം ഉണ്ടായിരുന്നു. മിക്കവാറും മറ്റുള്ള സെയിൽസ് ആളുകൾ ഒരു പ്രോസ്പെക്ട് ഇല്ല എന്ന് പറയുമ്പോൾ വിഷമിക്കുമായിരുന്നു. വേഗം തന്നെ ഞാൻ ആ കമ്പനിയുടെ രാജ്യത്തിലെ 1ാം നമ്പർ സെയിൽസ്മാൻ ആയിത്തീർന്നു. എന്റെ 5:3:2:1 അനുപാതം കണക്കാക്കുന്നത് ഫോൺ കോളുകൾ $9, അപ്പോയിന്റ്മെന്റ് $15, പ്രസന്റേഷനുകൾ $22.50, സെയിൽസ് 45. ഞാൻ ഒരിക്കലും എന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളെ അന്വേഷിച്ചിട്ടില്ല. എന്റെ പ്രധാന ലക്ഷ്യം പ്രോസ്പെക്റ്റുകൾക്ക് ഫോൺ കോളുകൾ നടത്തുന്നതായിരുന്നു. ഇതാണ് താക്കോൽ. പുതിയ വിതരണക്കാരെ അന്വേഷിച്ചു പോകാതിരിക്കുക. നിങ്ങളുടെ പ്രസന്റേഷനിൽ ശ്രദ്ധിക്കുന്ന പ്രോസ്പെക്റ്റുകളെ തേടുക. ശരാശരികളുടെ നിയമം നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും. ഉന്നതിയിലേക്ക് എത്തിച്ചേരുക. എന്റെ 20 വയസ്സിൽ ഞാൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ സെയിൽസ്മാൻ ആയി ചേർന്നു. 21 വയസ്സിൽ ഞാൻ അവരുടെ ആദ്യത്തെ വർഷത്തിൽ $1 മില്യൺ വിൽപ്പന നടത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാകുകയും $1 മില്യൺ റൗണ്ട് ടേബിൾ ക്ലബിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. അവിടെ എന്റെ ശരാശരികൾ 10:5:4:3:1. ഫോൺ എടുക്കുന്ന ഓരോ 10 പ്രോസ്പെക്റ്റുകളിൽ നിന്നും 5 പേർ അപ്പോയിന്റ്മെന്റിന് സംബന്ധിക്കും. ഒരാളുടെ അപ്പോയിന്റ്മെന്റ് നടക്കില്ല. അപ്പോൾ ഞാൻ 4 പേരെ മാത്രമേ കാണുന്നുള്ളൂ. ഈ 4 പേരിൽ എനിക്ക് 3 പേർക്ക് മാത്രമേ പ്രസന്റേഷൻ പൂർത്തിയാക്കാൻ കഴിയാറുള്ളൂ. ഒരാൾ വാങ്ങുകയും അങ്ങനെ ഞാൻ $300 സമ്പാദിക്കുകയും ചെയ്യുന്നു. എന്റെ ശ്രദ്ധ എപ്പോഴും 5 പേർ അപ്പോയിന്റ്മെന്റിന് ശരി എന്ന് പറയുന്നതിലായിരുന്നു. ഞാൻ ഒരിക്കലും ഇന്റർവ്യൂവിന് വരാത്ത പ്രോസ്പെക്റ്റുമാരെയോ എന്റെ പ്രസന്റേഷൻ ശ്രദ്ധിക്കാത്തവരെയോ വാങ്ങാത്ത 2 പേരെയോ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ പരിപാടികളെല്ലാം വാങ്ങിക്കുന്നവരെ കണ്ടെത്താൻ ആവശ്യമായ ഘടകം മാത്രമായിരുന്നു. വാസ്തവത്തിൽ ഒരു പ്രോസ്പെക്ട് ഇന്റർവ്യൂവിന് വന്നില്ലെങ്കിൽ ഞാൻ കാര്യമാക്കില്ല. കാരണം ഞാൻ എന്നെ വൈകിപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ $60 സമ്പാദിക്കുന്നുണ്ട്. നിങ്ങൾ അക്കങ്ങളുടെ ബിസിനസ്സിലാണുള്ളത്. 10 പേർ ഫോൺ എടുക്കുമെന്നുണ്ടെങ്കിൽ 5 പേർ എന്നെ കാണാൻ സമ്മതിക്കുമെന്നും എനിക്ക് $300 കമ്മീഷനായി ലഭിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. ഇത് ഓരോ തവണ പ്രോസ്പെക്ട് ഫോൺ എടുക്കുമ്പോഴും $30 എന്നതിന് തുല്യമാകുന്നു. എന്റെ 10:5:4:3:1 അനുപാതം കണക്കാക്കുന്നത് ഫോൺ കോളുകൾ $30, അപ്പോയിന്റ്മെന്റുകൾ $60, പ്രസന്റേഷനുകൾ $75, പോസ്റ്റുകൾ $100, സെയിൽസ് $300. എനിക്ക് 21 വയസ്സായപ്പോൾ ഞാൻ സ്വന്തം വീട് വാങ്ങിച്ചു. ഒരു പഴയ മോഡൽ മെഴ്സിഡസ് ബെൻസ് ഓടിച്ചു. വളരെ സുഖകരമായ ജീവിതം ജീവിച്ചു. അപ്പോഴേക്കും ടെലിഫോണിലൂടെ ശരി എന്ന് പറയുന്ന 5 പ്രോസ്പെക്റ്റുകളെ എത്ര പേർക്ക് കിട്ടുന്നു എന്നത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന വിഷയം. നിയമം 5. നിങ്ങളുടെ ശരാശരികൾ മെച്ചപ്പെടുത്തുക. ഇൻഷുറൻസ് ബിസിനസ്സിൽ ഓരോ തവണയും ഞാൻ ഫോൺ എടുത്ത് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ $30 സമ്പാദിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ 5 അപ്പോയിന്റ്മെന്റുകൾക്ക് 10 കോളുകൾ എന്ന ശരാശരി അത്രയ്ക്കും മെച്ചമല്ലായിരുന്നു. കാരണം അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രോസ്പെക്റ്റുകളെ നഷ്ടപ്പെടുത്തുകയാണ്. എനിക്ക് 10 കോളുകളിൽ കുറഞ്ഞത് 8 അപ്പോയിന്റ്മെന്റുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് നേടൽ രീതി ആവശ്യമായി തീർന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ പോലെ കഠിനമായി ഫോണിലൂടെ സംസാരിക്കേണ്ടതില്ല.
കാരണം അത്ര വേഗത്തിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. എൻ്റെ അപ്പോയിൻമെന്റ് പ്രസന്റേഷൻ അനുപാതമായ 5:4 അർത്ഥമാക്കുന്നത് എൻ്റെ പ്രോസ്പെക്റ്റുകളെ 20% പേർ എത്തിപ്പെടുന്നില്ലാത്തത് കൊണ്ട് ആ സമയം എനിക്ക് കൂടുതൽ യോഗ്യരായ പ്രോസ്പെക്റ്റുകൾക്ക് ഫോൺ ചെയ്ത് ആ വിടവ് നികത്താൻ കഴിയും എന്നതാണ്. എൻ്റെ പ്രസന്റേഷൻ ക്ലോസ് ശരാശരിയായ 3:1 മെച്ചപ്പെടുത്താനും സാധിക്കും. പക്ഷെ ഞാൻ ഒന്നും മാറ്റിയില്ലെങ്കിലും ഓരോ തവണ ഞാൻ ഫോൺ എടുക്കുമ്പോഴും ഞാൻ $30 സമ്പാദിക്കുമെന്ന് എനിക്ക് എപ്പോഴും അറിയാമായിരുന്നു. ശരാശരികളുടെ നിയമം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കും. അനുപാതങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളെ വിവേകമുള്ളവനാക്കും. നിങ്ങൾക്ക് എവിടെയാണ് മെച്ചപ്പെടേണ്ടതെന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് എത്രത്തോളം വിജയിയാകാൻ സാധിക്കുമെന്ന് കാണിക്കും. നിങ്ങൾക്ക് അടുത്തത് എന്ത് സംഭവിക്കും എന്നതിലല്ല, ഫലം തരുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അത് നിങ്ങളെ അനുവദിക്കും. നെറ്റ്വർക്കിംഗ് ബിസിനസ്സിലെ ശരാശരികൾ. 70കൾ തൊട്ട് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഉയർന്ന വിജയം നേടിയ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഫലങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ മാതൃകാപരമായ വിജയം. 10:6:3:1. നിങ്ങളുടെ പ്രസന്റേഷൻ ശ്രദ്ധിക്കുന്ന ഓരോ 10 പ്രോസ്പെക്റ്റുമാരിലും 6 പേർ അതിനെക്കുറിച്ച് ആവേശഭരിതരായും ആ ബിസിനസ് ആരംഭിക്കാമെന്ന് പറയുകയും ചെയ്യും. അവരിൽ പകുതി പേർ ശരിക്കും ആരംഭിക്കുകയും അവരിൽ 3-ൽ ഒരാൾ വിജയിക്കുകയും ചെയ്യും. ഒരാൾ ഇരുട്ടിൽ മറിയുകയും ബാക്കിയുള്ളവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തുടരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ 10 തവണ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഒരു ഫലപ്രദമായ ദീർഘകാല ഡിസ്ട്രിബ്യൂട്ടറിൽ അവസാനിക്കും. ഇനി ആ വലിയ ചോദ്യം, നിങ്ങൾ 10 പേരോട് ബിസിനസ് സംസാരിക്കാൻ എത്ര സമയം എടുക്കും? ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരമായിരിക്കും നിങ്ങളുടെ വളർച്ചാ നിരക്ക് തീരുമാനിക്കുക. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ ഓരോരുത്തരും $1 മില്യൺ ഇൻഷുറൻസ് വിൽക്കും. ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയമെടുക്കുമായിരിക്കും. ചിലർ 3-5 വർഷം എടുക്കുമ്പോൾ മറ്റുള്ളവർ 1 വർഷത്തിനുള്ളിൽ ചെയ്യും. അവിടെയാണ് സമ്മാനങ്ങളും പുരസ്കാരങ്ങളും കിടക്കുന്നത്. ഞാൻ ആളുകളെ കാണുന്നതിൽ വളരെ ചിട്ട പാലിച്ചിരുന്നതിന് ഓരോ 12 ആഴ്ചകളിലും ഞാൻ $1 മില്യൺ വിൽക്കുമായിരുന്നു. അപ്പോൾ അതൊരു ആസൂത്രണത്തിന്റെ പ്രശ്നമാണ്, വിൽക്കുന്നതിന്റെ പ്രശ്നമല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് യഥാർത്ഥത്തിൽ അതുപോലെയാണ്. ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗർ ഉയർന്ന നിലയുടെ വിജയം നേടുന്നതിൽ പരാജയപ്പെടുന്നതിന്റെ കാരണം അവർക്ക് വിശ്വസിപ്പിക്കാൻ കഴിയാത്ത പ്രോസ്പെക്റ്റുകളല്ല, മറിച്ച് കാണാത്ത പ്രോസ്പെക്റ്റുകൾ കാരണമാണ്. നിങ്ങൾക്ക് ഫലം പെട്ടെന്ന് ഇരട്ടിയാക്കണം എന്നാണെങ്കിൽ ഉത്തരം ഇതാണ്. അടുത്ത വർഷത്തെ പ്രോസ്പെക്റ്റുകൾ ഈ വർഷം കാണുക. അടുത്ത വർഷം നിങ്ങൾ പുതിയ പ്രോസ്പെക്റ്റുകളെ വിളിച്ച് ബിസിനസിനെ കുറിച്ച് പറയും, അല്ലേ? ശരി, അവരെ നേരത്തെ വിളിക്കുക. ഈ വർഷം തന്നെ കാണുക. ഇപ്പോൾ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിൽപ്പന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിയാവുന്നത്ര ആളുകളോട് സംസാരിക്കുക എന്നതാണ് ഇതിന്റെ താക്കോൽ. എല്ലാവരെയും എത്രയും പെട്ടെന്ന് കാണുക. നെറ്റ്വർക്കിങ്ങിലെ വലിയ വിജയങ്ങൾ ആളുകളെ വിശ്വസിപ്പിക്കുന്നതല്ല, കഴിയാവുന്നത്ര ആളുകളെ കാണാനായി ആസൂത്രണം ചെയ്യുന്നതും അച്ചടക്കം പാലിക്കുന്നതുമാണ്. അതും എത്രയും പെട്ടെന്ന്. നിങ്ങളുടെ ശരാശരി മെച്ചപ്പെടുത്തുന്നത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഭാഗം 2. എങ്ങനെ ശരി എന്നു അറിയിക്കാം. 4 താക്കോൽ സൂത്രം. നിങ്ങൾ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രോസ്പെക്റ്റുമാർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? പെട്ടെന്നുള്ള ഉത്തരം ഇല്ല. നിങ്ങൾ അവരെ ഒരു പ്രതിബദ്ധതയിൽ എത്തണമെന്നു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിൽപ്പന ആരംഭിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ എത്ര നന്നായി അറിയാമെന്ന് പറഞ്ഞാലും അവർക്ക് പ്രതിരോധിക്കുകയോ മുൻകരുതലെടുക്കുകയോ ചെയ്യാം. ഇവിടെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം അതാണ്. നിങ്ങൾ പറയുന്ന എല്ലാത്തിനോടും പ്രോസ്പെക്റ്റുകൾ വിയോജിക്കുന്നു. അത് നിങ്ങൾ പറയുന്നതിന്റെ വിശ്വാസ്യത കാരണമല്ല, പക്ഷെ നിങ്ങൾ അത് പറഞ്ഞു എന്നതുകൊണ്ടാണ്. നിങ്ങൾ അത് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആശയമാണ്, അവരുടേതല്ല. അപ്പോൾ പ്രോസ്പെക്റ്റുമാർക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൽ ന്യായീകരണം ഉണ്ടാകും. മറിച്ച് നിങ്ങളുടെ പ്രോസ്പെക്റ്റുമാർ പറയുന്നതെല്ലാം സത്യമാണ്. ഇതിന്റെ കാരണം അവർ അത് പറയുമ്പോൾ അത് അവരുടെ ആശയമാണ്, നിങ്ങളുടേതല്ല. ആ ആശയത്തിനെ സ്വീകാര്യമാക്കുകയും അവർക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള പ്രേരണ ഇല്ലാതാക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന തന്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോസ്പെക്റ്റുമാർക്ക് എന്താണ് വേണ്ടതെന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കാൻ കഴിയും. അതേസമയം നിങ്ങൾ അത് കേൾക്കുകയുള്ളൂ. നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റിനോട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം നേടിത്തരുന്ന ഒരു ജീവിതശൈലിയിൽ എത്താൻ കഴിയും എന്ന് പറയുമ്പോൾ അയാൾ പ്രതികരിക്കുന്നത്, പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ അസന്തുഷ്ടനൊന്നുമല്ല എന്നായിരിക്കും. വിയോജിപ്പ് സത്യമാകണമെന്ന് പോലുമില്ല. അയാൾ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചത് നിങ്ങൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതുകൊണ്ടാണ്. എന്നാൽ കൃത്യമായും അതേ കാര്യം പ്രോസ്പെക്റ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് സത്യമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രോസ്പെക്റ്റ് പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതശൈലി മെച്ചപ്പെടുത്തി ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ വേണം. ഇവിടെ അത് അയാൾ പറഞ്ഞതുകൊണ്ട് ഒരു വിയോജിപ്പും ഉയരുകയില്ല.
അത് അയാളുടെ ആശയമായിരുന്നു, നിങ്ങളുടേതല്ല. നിങ്ങൾ 4 താക്കോൽ സൂത്രം പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ പ്രോസ്പെക്റ്റുമാർ അവർക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. ആളുകൾ എന്തുകൊണ്ട് എതിർക്കുന്നു? ഒരിക്കൽ ഞാൻ ഒരു നെറ്റ്വർക്കറോട് അടുത്തുണ്ടായ ഒരു പ്രസന്റേഷന് പ്രോസ്പെക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. അയാൾ പറഞ്ഞു, അത്ര നല്ലതായിരുന്നില്ല, അവർക്ക് അത്രയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ ആവർത്തിച്ചു, വാസ്തവത്തിൽ എനിക്കറിയില്ല, അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രം. താല്പര്യമില്ലാത്ത പ്രോസ്പെക്റ്റുമാർ എന്നതില്ല, താല്പര്യം ജനിപ്പിക്കാത്ത പ്രസന്റേഷനുകളേ ഉള്ളൂ. അയാൾ ശരിക്കും പറഞ്ഞത് ആ നെറ്റ്വർക്കർ താല്പര്യം ഉള്ള ആളായിരുന്നില്ല. നോക്കൂ, നിങ്ങൾ താല്പര്യം ഉള്ളയാളാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റുമാരും താല്പര്യമുള്ളവരായിരിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ നിധി ശേഖരത്തിലേക്കുള്ള 4 താക്കോലുകൾ: മഞ്ഞുരുക്കുക, ആവശ്യം മനസ്സിലാക്കുക, ആവശ്യത്തിൽ ഊന്നുക, പ്രതിബദ്ധരാകുക. ഒരു തണുപ്പൻ തുടക്കത്തിൽ നിന്നും ഒരു ശരിയിലേക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എത്തിച്ചേരാനുള്ള താക്കോൽ കൂട്ടമാണ് ഈ 4 1. മഞ്ഞുരുക്കുക. ഈ പ്രാരംഭഘട്ടത്തിന്റെ ഉപയോഗം നിങ്ങളുടെ പ്രോസ്പെക്റ്റിനോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞും അവരെക്കുറിച്ച് അറിഞ്ഞ് ബന്ധം സ്ഥാപിക്കലാണ്. നിങ്ങളെ വിൽക്കുക എന്നത് മാത്രമാണ് ഈ താക്കോലിന്റെ ലക്ഷ്യം. ഒരാൾക്ക് നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം വരുന്നതിനെയും അയാൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അവർ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ പദ്ധതി കാണിക്കുന്നതിൽ പ്രയോജനമൊന്നും ഉണ്ടാകാനിടയില്ല. നിങ്ങൾ എത്ര സമയം ഈ ഘട്ടത്തിലായിരിക്കും? നിങ്ങളെ വിൽക്കാനും വിശ്വാസം സ്ഥാപിക്കാനും ആവശ്യമായ അത്രയും സമയം. നിങ്ങൾ വിശ്വാസം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കേൾക്കപ്പെടും. നിങ്ങൾക്കും അത്രയുമേ ആവശ്യമുള്ളൂ. ചില പ്രോസ്പെക്റ്റുമാർ ഇത് 3-4 മിനിറ്റുകളിൽ സാധിച്ചെടുക്കാം. മറ്റു ചിലർ 30-40 മിനിറ്റുകൾ എടുത്തേക്കും. 2. ആവശ്യം മനസ്സിലാക്കുക. ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് വ്യക്തമാക്കാം. നിങ്ങളുടെ പ്രോസ്പെക്റ്റുകൾ വൈകാരികമായി തകർന്നു പോകാം. അവർ ആകാംക്ഷഭരിതരാകാം, വിഷണരാകാം. ഉത്കണ്ഠയോ ദേഷ്യമോ ഉണ്ടാകാം. ദേഷ്യം നിങ്ങളോടല്ല, പക്ഷെ അവരോട് തന്നെയായിരിക്കും. പ്രസന്റേഷന്റെ ഈ ഭാഗത്ത് അനുനയനത്തിനു ഇടമുണ്ടാവില്ല. ആളുകൾ അവരുടെ ലക്ഷ്യങ്ങളോടും ആഗ്രഹങ്ങളോടും അനുനയത്തിലെത്തിപ്പെടുമ്പോൾ അവർ തൊഴിൽ ശീലങ്ങളിലും അനുനയനത്തിലെത്തുന്നു. നിങ്ങളുടെ നെറ്റ്വർക്കിലെ ആളുകളുമായി നിങ്ങൾ അനുനയത്തിലെത്തേണ്ട കാര്യമില്ല. പങ്കെടുക്കാൻ ശക്തമായ വൈകാരിക കാരണങ്ങൾ ഉള്ളവർ അത് സാധിച്ചെടുക്കാൻ പ്രചോദനമുള്ളവരായിരിക്കും. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഒരാളുടെ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം കണ്ടെത്താൻ പഠിക്കും. അവരുടെ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം PMF ആയിരിക്കും അവർ നിങ്ങളുടെ ബിസിനസ്സിൽ ചേരാനുള്ള കാരണവും. ഓരോരുത്തരും 1-2 കാര്യങ്ങളാൽ പ്രചോദിതരായിരിക്കും. ഒന്നുകിൽ നേട്ടമുണ്ടാക്കാൻ, അല്ലെങ്കിൽ സങ്കടം ഒഴിവാക്കാൻ. ഈ താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവരുടെ പ്രാഥമിക പ്രചോദനത്തിന്റെ കാരണം മറനീക്കിയെടുത്ത് അവരെ ഊർജിതപ്പെടുത്താൻ സാധിക്കും. ഇവിടെ വെച്ചാണ് നിങ്ങളുടെ പ്രോസ്പെക്റ്റുമാർ അവർക്ക് എന്താണ് ആവശ്യമെന്നും എന്തൊക്കെ വിഷമങ്ങളാണ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നത്. 4 താക്കോലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. കാരണം നിങ്ങളുടെ പ്രോസ്പെക്റ്റുമാർ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഭയങ്ങളും വാക്കുകളാൽ വിവരിക്കുന്നത് ഇവിടെ വെച്ചാണ്. എന്തുകൊണ്ട് ആളുകൾ വാങ്ങുന്നു? നിങ്ങളുടെ ഗവേഷണം കാണിക്കുന്നത് പ്രകാരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനിൽ ചേരാനുള്ള ഏതെല്ലാവരുടെയും പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം താഴെ പറയുന്നവയാണ്: കൂടുതൽ വരുമാനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്വന്തം ബിസിനസ്, കൂടുതൽ ഒഴിവു സമയം, വ്യക്തിത്വ വികസനം, മറ്റുള്ളവരെ സഹായിക്കൽ, പുതിയ ആളുകളെ പരിചയപ്പെടൽ, വിരമിക്കൽ, ഒരു പാരമ്പര്യം ബാക്കിവെക്കൽ. നിങ്ങൾ ഈ പട്ടിക പഠിക്കുമ്പോൾ അതിലൊന്നായിരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ചേരാനുള്ള നിങ്ങളുടെ പ്രാഥമിക അടിസ്ഥാനം എന്ന് കാണാൻ സാധിക്കും. ചിലപ്പോൾ വേറെ കാരണങ്ങളും ഉണ്ടാകാം, പക്ഷെ ഒരു കാരണം എല്ലായ്പ്പോഴും മറ്റുള്ളവയേക്കാൾ മുകളിൽ നിൽക്കും. അതാണ് നിങ്ങളുടെ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം. പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമ്പോഴും നിർബന്ധമായും മനസ്സിലാക്കേണ്ടത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചേരാനുള്ള എല്ലാവരുടെയും പ്രാഥമിക പ്രചോദനത്തിന്റെ കാരണം നിങ്ങളുടേതുപോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമായിരിക്കാം എന്ന് വെച്ച് എല്ലാവർക്കും വാങ്ങണമെന്നില്ല. ചിലർക്ക് താല്പര്യം സ്ട്രോബെറിയോ കാരമലോ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ എല്ലാവരോടും അതിനെപ്പറ്റി സംസാരിക്കാൻ എളുപ്പമായിരിക്കും.
എന്ന് മാത്രമല്ല നിങ്ങൾക്കത് എല്ലാവരുമായും പങ്കുവെക്കണമെന്നും ഉണ്ടാവും. എല്ലാവർക്കും അത് ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനും പ്രയാസം തോന്നും. കൂടുതൽ ആളുകളും ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. പക്ഷെ അത് എല്ലാവരുടെയും ഒന്നാം നമ്പർ താല്പര്യം ആയിരിക്കണമെന്നില്ല. ചിലർക്ക് അതിനോട് അലർജി പോലും ഉണ്ടാകും. താഴെ പറയുന്നവ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന യഥാർത്ഥ ജീവിത കഥകളാണ്. റോൺ എന്തുകൊണ്ട് ചേർന്നില്ല? ആൽബർട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. അയാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെന്നുള്ളതിനാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചേർന്നു. അയാൾക്ക് തന്റെ തന്നെ ബോസ് ആകണമെന്നും സ്വന്തം വരുമാനം തീരുമാനിക്കണമെന്നും ആഗ്രഹിച്ചു. അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാനും പോകാനുമുള്ള സ്വാതന്ത്ര്യവും കുട്ടികളെ മികച്ച സ്കൂളുകളിൽ വിടാനും ഒരു അവധിക്കാല വസതി സ്വന്തമാക്കാനും എല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. അയാളുടെ പ്രാഥമിക പ്രചോദനത്തിന്റെ കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യമായിരുന്നു. അയാൾക്കത് എല്ലാം നേടിക്കൊടുക്കും. അയാൾ വൈകാരികമായി തന്നെ തന്റെ ലക്ഷ്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എത്ര നേരം വേണമെങ്കിലും അവസാനിക്കാത്ത സത്യസന്ധമായ ആവേശത്തോടെ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഒരു ലോക്കൽ ഫണ്ട് റൈസിംഗ് പരിപാടിയിൽ വെച്ച് അയാൾ റോൺ എന്നു പേരുള്ള അംഗമാകാൻ സാധ്യതയുള്ള ഒരാളെ പരിചയപ്പെടുകയും അയാളെ ബിസിനസിനെ കുറിച്ച് കേൾക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ആൽബർട്ട് തന്റെ പതിവുള്ള ഒന്നാന്തരം ആവേശത്തോടെ റോണിന് പദ്ധതി വിശദീകരിച്ചു കൊടുത്തു. റോൺ ആകർഷിക്കപ്പെട്ടു. അയാൾ ചേരാമെന്ന് പറയുകയും ചെയ്തു. വാസ്തവത്തിൽ ആൽബർട്ട് പിന്നെ ഒരിക്കലും റോണിനെ കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് റോൺ തുടങ്ങാതിരുന്നത്? പ്രശ്നം എന്തായിരുന്നാൽ റോണിന്റെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം സാമ്പത്തിക സ്വാതന്ത്ര്യമായിരുന്നില്ല. അയാൾക്ക് പണക്കാരനാകണമെന്നോ വലിയ വീട്ടിൽ താമസിക്കണമെന്നോ വില കൂടിയ കാർ ഓടിക്കണമെന്നോ ഉണ്ടായിരുന്നില്ല. അയാൾക്ക് തന്റെ അമ്മയുടെ പാരമ്പര്യ സ്വത്തായി കിട്ടിയ ഇടത്തരം വീട് സന്തോഷമായിരുന്നു. റോഡ് ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്നതല്ല, മറിച്ച് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നു പത്രം വായിക്കാനായിരുന്നു അയാൾക്ക് താല്പര്യം. റോണിന് സാമ്പത്തിക സ്വാതന്ത്ര്യം കുഴപ്പമില്ലെന്ന് തോന്നിയിരുന്നു. പക്ഷെ ഒരു പ്രതിബദ്ധതയിലെത്താൻ മാത്രം പ്രചോദിപ്പിക്കാൻ അത് പോരായിരുന്നു. റോണിനെ ശരിക്കും പ്രചോദിപ്പിച്ചത് പുതിയ ആളുകളെ പരിചയപ്പെടാമെന്നും പുതിയ കഴിവുകൾ വികസിപ്പിക്കാമെന്നതും അയാളുടെ സമൂഹത്തിനും എന്തെങ്കിലും സംഭാവന ചെയ്യാമെന്നും ആയിരുന്നു. അയാൾ ഫണ്ട് റൈസിംഗിൽ പങ്കെടുത്തതും അതിനുവേണ്ടിയായിരുന്നു. പക്ഷെ അയാൾക്ക് അതൊന്നും സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. കാരണം ആൽബർട്ട് അയാളുടെ തൊണ്ടയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കുത്തി നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു. ആൽബർട്ടിന്റെ ആവേശഭരിതമായ പ്രസന്റേഷനിൽ റോൺ ആകൃഷ്ടനായിരുന്നു. പക്ഷെ അടുത്ത ദിവസം സൂര്യൻ അയാൾ തണുത്തുപോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആൽബർട്ടിന്റെ ആവേശഭരിതമായ പ്രസന്റേഷൻ റോൺ മറന്നേപോയി. റോണിന്റെ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനമായ മറ്റുള്ളവരെ സഹായിക്കൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ജെയിനിന്റെ തെറ്റായ വിലയിരുത്തൽ. ജെയിൻ ഒരു 34 വയസ്സുകാരിയായ 2 കുട്ടികളുടെ അമ്മയായിരുന്നു. അവർ 2 വർഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഡേവിഡിന് അവരുടെ നെറ്റ്വർക്ക് പ്രവർത്തനങ്ങളിൽ താല്പര്യം തോന്നി. അവരെ കൂടുതൽ പറയാൻ പ്രോത്സാഹിപ്പിച്ചു. ജെയിനിന്റെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം അവരുടെ 2 മക്കളെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടിയുള്ള സമയം കണ്ടെത്തലായിരുന്നു. പക്ഷെ അതല്ല എല്ലാവരുടെയും ഒന്നാമത്തെ മുൻഗണന എന്ന് അറിഞ്ഞിരിക്കാനുള്ള വിവേകം അവർക്കുണ്ടായിരുന്നു. ഡേവിഡ് അയാളുടെ 50കളിലായിരുന്നു. സ്വയം തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കോൺട്രാക്ട് ക്ലീനർ. അതുകൊണ്ട് വിരമിക്കൽ ആയിരിക്കും അയാളുടെ ഏറ്റവും മുകളിലുള്ള മുൻഗണന എന്ന് ജെയിൻ ഊഹിച്ചു. അവർ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ സംഭാഷണം അമിതമായി തന്നെ കേന്ദ്രീകരിച്ചത് ആളുകൾക്ക് സുഖകരമായ വിരമിക്കൽ സാധ്യത ആകുന്നതിനെ കുറിച്ചായിരുന്നു. അന്ന് വൈകുന്നേരം ഡേവിഡ് തനിക്ക് ഒരിക്കലും വിരമിക്കണമെന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ജെയിൻ തകർന്നുപോയി. അയാൾക്കത് അകാല മരണം പോലെയായിരുന്നു. ഡേവിഡിന്റെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം വിരമിക്കൽ ആയിരിക്കുമെന്നു ജെയിൻ തെറ്റായി വിലയിരുത്തി. അതിന്റെ ഫലമായി അയാൾക്ക് ഒരിക്കലും അവളോടൊപ്പം ചേരാൻ പ്രചോദനമുണ്ടായില്ല. ഒരിക്കലും ഊഹിക്കരുത്, അത് മണ്ടത്തരമാകുകയുള്ളൂ. മറ്റൊരാളുടെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം നിങ്ങൾ ഊഹിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റാനിടയുണ്ട്. നിങ്ങളുടെ ഊഹം ശരിയായാൽ പോലും അത് നിങ്ങളുടെ ആശയമായിട്ട് തോന്നുകയുള്ളൂ, പ്രോസ്പെക്റ്റിന്റെ ആശയമായിട്ടല്ല. അതിന് അതേ സ്വാധീനമോ പ്രചോദിപ്പിക്കാനുള്ള ശക്തിയോ ഉണ്ടാവില്ല. പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കാം? പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാന പട്ടികയുടെ ഒരു ദൃശ്യരൂപവും നിങ്ങൾക്ക് ആവശ്യമായി വരും. ആ പട്ടിക നിങ്ങളുടെ ബിസിനസ് കാർഡിന്റെ പുറകിലോ പോക്കറ്റ് സൈഡ് കാർഡ് തയ്യാറാക്കിയോ ഉപയോഗിക്കാവുന്നതാണ്. പട്ടിക ഒരിക്കൽ കൂടി: കൂടുതൽ വരുമാനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്വന്തം ബിസിനസ്, കൂടുതൽ ഒഴിവു സമയം, വ്യക്തിത്വ വികസനം, മറ്റുള്ളവരെ സഹായിക്കൽ, പുതിയ ആളുകളെ പരിചയപ്പെടൽ, വിരമിക്കൽ, ഒരു പാരമ്പര്യം ബാക്കിവെക്കൽ. നിങ്ങളുടെ പട്ടിക നിരത്തുന്നതിനായുള്ള ലളിതമായ വഴി ഇതാ. നിങ്ങളുടെ പ്രോസ്പെക്റ്റിനോട് ചോദിക്കുക, ആളുകൾ നെറ്റ്വർക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ?
ഈ ചോദ്യത്തിന്റെ സൗന്ദര്യം എന്താണെന്നാൽ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നു എന്നാവുന്നു. നിങ്ങൾക്ക് പറയാം, ഞാൻ കാണിച്ചു തരാം. ഈ അവസരത്തിൽ നിങ്ങളുടെ പട്ടിക കാണിക്കുക. നിങ്ങളുടെ പ്രോസ്പെക്റ്റ് ഉവ്വ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കണം, അവരെന്തിനാണ് ചേരുന്നത്? ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചേരുന്നതിന് നിങ്ങളുടെ പ്രോസ്പെക്റ്റ് ശരിയായതും പാതി വെന്തതുമായ ചില കാരണങ്ങൾ പറയും. അയാളുടെ കാരണങ്ങൾ തീരുമ്പോൾ പിന്നെ എന്തെങ്കിലും എന്ന് ചോദിക്കുക. അയാൾ പറയും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനമായ പട്ടിക കാണിക്കുക. അടുത്തതായി 5 സുവർണ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിക്കാൻ പോകുന്നവയിൽ ഏറ്റവും വിലപിടിച്ച 5 ചോദ്യങ്ങളാണവ. അവ നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് താല്പര്യത്തിലേക്കുള്ള കുതിപ്പ് സമ്മാനിക്കും. അതാണ് നിങ്ങളുടെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം എങ്കിൽ ഈ 5 ചോദ്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഭാഗമാക്കുക. ക്രമം ഒരിക്കലും മാറ്റരുത്. ഇതാണ് നിങ്ങൾ പഠിക്കുമെന്ന് വാക്ക് തന്ന ഭാഗം. ഇതാ 5 സുവർണ ചോദ്യങ്ങൾ. 1. എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ മുൻഗണന? 2. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് തിരഞ്ഞെടുത്തത്? 3. എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായത്? 4. ആ അവസരം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? 5. അത് നിങ്ങളെ എന്തുകൊണ്ട് ആശങ്കയിലാക്കണം? ഈ ചോദ്യങ്ങൾ പഠിക്കുക. ഓരോ വാക്കും അവ ചോദിക്കുമ്പോൾ ഒന്നും പരാമർശിക്കാതെ വിടരുത്. അവ ക്രമത്തിലായിരിക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രോസ്പെക്റ്റുമാരോട് സംസാരിക്കുമ്പോൾ ചില നെറ്റ്വർക്കുമാർ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത് ജിജ്ഞാസയുടെ സമീപനമായിരിക്കും. മറ്റു ചിലർ നേരിട്ടുള്ള സമീപനം താല്പര്യപ്പെടും. താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ സമീപനം കൂടുതൽ നേരിട്ടുള്ളതാണ്. കാരണം അത് വിശദീകരിക്കാൻ എളുപ്പമാണ്. രേഖകളെല്ലാം യഥാർത്ഥ അഭിമുഖങ്ങളിൽ നിന്നുള്ളതാണ്. റേയിനെയും റൂത്തിനെയും കാണുന്ന ഏഞ്ചി. റേയും റൂത്തും അവരുടെ 20കളിലെ ദമ്പതികളാണ്. അവർ ഏഞ്ചിയുടെ വീടിന്റെ അടുത്തേക്കുള്ള താമസമാക്കിയത് അടുത്ത കാലത്താണ്. അയൽക്കാർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഏഞ്ചി ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും അത് ഇങ്ങനെ പ്രവർത്തിക്കുമെന്നും കാണിക്കാനുള്ള അവസരം നൽകുന്നതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. റൂത്ത് പറഞ്ഞു അവർക്ക് സമയമില്ലാത്തത് കാരണം താല്പര്യമില്ലെന്ന്. റേ 2 ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയിലാവട്ടെ അവൾ പുതിയ വീട് ഒരുക്കിയെടുക്കുന്നതിൽ തിരക്കായിരിക്കുമെന്നും പറഞ്ഞു. 2 ജോലികൾ ചെയ്യുന്ന പുതിയ വീട്ടിൽ താമസം മാറ്റുന്ന എല്ലാവരുടെയും കാര്യം അതാണെന്നും എങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും അവൾക്ക് അവരെ കാണിക്കുന്നതിൽ സന്തോഷമേ ഉണ്ടായിരിക്കുള്ളൂ എന്നും എഞ്ചി പറഞ്ഞു. എഞ്ചി അവരെ കാപ്പി കുടിക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്കായാലോ? അവൾ ചോദിച്ചു. റേയും റൂത്തും സമ്മതിച്ചു. അവർ 4 മണിക്ക് എത്തി ഒരു കാപ്പിയും കൊച്ചു വർത്താനവും കഴിഞ്ഞ് എഞ്ചി അവരോട് അതൊരു നെറ്റ്വർക്കിംഗ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. റേയും റൂത്തും നെറ്റ്വർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും അത് ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകൾ അറിയാമെന്നും അത് സോപ്പുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് വിചാരിച്ചെന്നും പറഞ്ഞു. അത് ആംവേ പോലെ എന്തെങ്കിലും ആണോ എന്നവർ ചോദിച്ചു. അതിനെ ഏഞ്ചി കൈകാര്യം ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഏഞ്ചി, ആളുകൾ നെറ്റ്വർക്കിംഗ് ബിസിനസ്സിൽ ആരംഭിക്കുന്നത് എന്തിനാണെന്നറിയാമോ? റേ, അതൊരു തരം പിരമിഡ് സെല്ലിംഗ് ആണ് അല്ലേ? ഏഞ്ചി, ഞാൻ കാണിച്ചു തരാം. ഏഞ്ചി, സ്വാഭാവികമായി തന്നെ അവളുടെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം കാർഡ് കാണിച്ചുകൊണ്ട് ഇവയാണ് ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ മുൻഗണന? റേ, ഞങ്ങൾക്ക് അത് സാമ്പത്തിക സ്വാതന്ത്ര്യമായിരിക്കും. റൂത്ത്, ഉറപ്പോടെ. അത് ശരിയാണ്. ഏഞ്ചി, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് തിരഞ്ഞെടുത്തത്? റേ, കാരണം ഞാൻ ലോൺ അടയ്ക്കാൻ വേണ്ടി 2 ജോലികൾ ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ റൂത്ത് ഓവർടൈം ജോലി ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഭാവിയിലേക്ക് കരുതൽ ധനം ആവശ്യമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. എപ്പോഴും പണത്തിനായി കഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. ഏഞ്ചി, എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായത്? റേ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലോൺ അടച്ചു തീർക്കണം. ഞങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കണം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. റൂത്തിനും എനിക്കും ഒരിക്കലും അത്തരം അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. റൂത്ത് ഏറ്റെടുത്തുകൊണ്ട്, അത് ശരിയാണ്. എന്റെ മാതാപിതാക്കൾ അറ്റം കൂട്ടിമുട്ടിക്കാൻ എപ്പോഴും പ്രയാസപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങനെയാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഏഞ്ചി, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലെങ്കിലുള്ള അനന്തര ഫലങ്ങൾ എന്തായിരിക്കും? റേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളെ പോലെ ഒരേ വഞ്ചിയിലായിരിക്കും. എന്നുവെച്ചാൽ അടുത്ത ചെലവ് ചുരുക്കലും അപൂർവമായി മാത്രം മാസം കഴിഞ്ഞു കൂടുന്നതും. റൂത്ത്, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ വലിയ ചിലവായിരിക്കും. കൂടുതൽ പണമില്ലാതെ നമുക്ക് അവർക്ക് ജീവിതത്തിൽ ആ നല്ല തുടക്കം നൽകാൻ കഴിയില്ല. എഞ്ചി, അത് നിങ്ങളെ എന്തുകൊണ്ട് ആശങ്കയിലാക്കണം? റേ, പിരിമുറുക്കത്തോടെ,
ഞങ്ങൾ പറഞ്ഞതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് എല്ലാ കാലത്തേക്കുമുള്ള വൈഷമ്യമായിരിക്കും. ആരാണത് ആഗ്രഹിക്കുന്നത്? റൂത്ത്. പിന്നെ ഞങ്ങൾക്ക് വിരമിക്കലിനെ കുറിച്ച് പദ്ധതി ഇടണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നത്. വിശകലനം. ഇതുപോലെയുള്ള ദമ്പതിമാർ പറയുന്നതിനപ്പുറം ഒന്നും തന്നെ ഈ സംഭാഷണത്തിൽ പറഞ്ഞിട്ടില്ല. വ്യത്യാസം എന്താണെന്നാൽ ഈ സംഭാഷണം ഏഞ്ചി 5 സുവർണ ചോദ്യങ്ങൾ ഉപയോഗിക്കുകയും റേയും റൂത്തും അവരുടെ പ്രാഥമിക പ്രചോദനത്തെ അടിസ്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം അവരുടെ PMF ആയിരിക്കുമെന്ന് കണ്ടെത്തിയിരുന്നാലും റേയും റൂത്തും അത് അവളുടെ ആശയമായിട്ട് കരുതുകയുള്ളൂ, അവരുടേതല്ല. ഏഞ്ചി സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത് റൂത്തും റേയും എതിർപ്പുകൾ പ്രകടിപ്പിക്കുമായിരുന്നു. കാരണം ഏഞ്ചി അത് പറഞ്ഞതുകൊണ്ട്. പക്ഷെ അവർ തന്നെ അത് പറഞ്ഞു കാരണം അത് ശരിയായി തീർന്നു. അവിടെ എതിർപ്പുകൾ ഒന്നും ഉണ്ടായില്ല. ഈ 5 ചോദ്യങ്ങൾ പരിശോധിക്കാം. 1. എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ മുൻഗണന? യഥാർത്ഥത്തിലുള്ള ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ചേരുന്നു എന്നാണ്. റേ അവരുടെ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം സാമ്പത്തിക സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ചേരുന്നത്. 2. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് തിരഞ്ഞെടുത്തത്? ഈ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ആ കാരണം കൊണ്ട് നിങ്ങൾ ചേരുന്നത് എന്തിനാണ് എന്നാണ്. അവർ രണ്ടുപേരും വീടിന്റെ ലോൺ അടയ്ക്കണമെന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നും ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കണമെന്നും പറഞ്ഞു. 3. എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായത്? ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത് എന്നോട് വീണ്ടും പറയൂ, ആ കാരണം കൊണ്ട് നിങ്ങൾ ചേരുന്നത് എന്തിനാണ്? റേ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ. എന്നിട്ടും സ്വയം ആവർത്തിച്ചു, അവർ ബിസിനസ് ചേരാനുള്ള കാരണങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട്. റൂത്തും കൂടുതൽ കാരണങ്ങളുമായി ചേർന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം അവരുടെ ഒന്നാമത്തെ കാരണമാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും അവരുടെ മാതാപിതാക്കളുടെ ചെലവുകൾക്കായി ബുദ്ധിമുട്ടിയിരുന്നത് കൊണ്ട് അവർക്ക് അതേ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. 4. സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് നിങ്ങൾ ചേർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ്. അപ്പോൾ അവരിരുവരും ആകാംക്ഷഭരിതരായി. അവർക്ക് അവരുടെ മാതാപിതാക്കളെ പോലെ ആകാൻ താല്പര്യമില്ലെന്നും പണമില്ലാത്തതിനാൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ പാടില്ലെന്നും ഏഞ്ചിയോട് പറഞ്ഞു. 5. അത് നിങ്ങളെ എന്തുകൊണ്ട് ആശങ്കയിലാക്കണം? ഈ ചോദ്യം അവരോട് ആവർത്തിച്ചത് അവരുടെ ഒന്നാമത്തെ മുൻഗണന ആവർത്തിക്കാൻ വേണ്ടിയാണ്. അവർ ഇരുവരും സജീവമായി. അവർ വീണ്ടും സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇന്ന് തന്നെ ബിസിനസ് ചേരാൻ അവരുടെ ഒന്നാമത്തെ കാരണമെന്ന് ആവർത്തിച്ചു. അവർ ഏഞ്ചിയോട് പറഞ്ഞതാണ്, അവൾ അവരോട് പറഞ്ഞിട്ടില്ല. ഏഞ്ചി ഇതേ കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ മിക്കവാറും തുടരാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ അവളോട് പറഞ്ഞേനെ. പക്ഷെ അവർ ചേരുന്നത് എന്തുകൊണ്ടാണെന്ന് അവളോട് പറഞ്ഞതിനാൽ കാരണങ്ങൾ യഥാർത്ഥമായിരുന്നു. ഈ അഭിമുഖത്തിന് ശേഷം ഏഞ്ചി അവർക്ക് എങ്ങനെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത് കാണിച്ചു കൊടുത്ത് അവരുടെ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് ബിസിനസിന്റെ ഗുണങ്ങളും ഫലങ്ങളും വിശദീകരിച്ചു. അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളും അവർക്ക് ഒഴിവാക്കാവുന്ന ബുദ്ധിമുട്ടുകളും അവൾ വിശദീകരിച്ചു. റേയുടെയും റൂത്തിന്റെയും കാഴ്ചപ്പാടിൽ അത് അവരുടെ സ്വപ്നങ്ങൾക്കുള്ള ഒന്നാന്തരം ഉത്തരമായിരുന്നു. കാരണം അവർ കേട്ടത് അവരുടെ തന്നെ വാക്കുകളായിരുന്നു. അവരുടെ ലക്ഷ്യങ്ങളും പേടികളും എല്ലാം മുന്നോട്ട് വെച്ച ബിസിനസ് പ്ലാനിൽ പരിഗണിച്ചിരുന്നു. അതെല്ലാം അവരുടേതായിരുന്നു, ഏഞ്ചിയുടേതല്ല. ബ്രൂണോ ഒരു കടും കെട്ടഴിച്ചതെങ്ങനെ? ബ്രൂണോ ഒരു എഞ്ചിനീയർ ആയിരുന്നു. മറ്റു എഞ്ചിനീയർമാർക്കൊപ്പം ജിം ഉൾപ്പെടെ ഒരു അസോസിയേഷൻ കമ്മിറ്റി ജോലി ചെയ്യുന്നു. 1 വർഷം മുമ്പ് ബ്രൂണോ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആരംഭിച്ചു. എഞ്ചിനീയറിംഗിന്റെ പതിവ് ജോലികളിൽ നിന്ന് മോചനം എന്ന നിലയ്ക്കായിരുന്നു അയാൾ അത് തുടങ്ങിയത്. അയാൾ കൂടുതൽ വിശാലമായ മേച്ചിൽപ്പുറങ്ങളായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ബ്രൂണോ പല അവസരങ്ങളിലും ജിമ്മിനോട് ഒരു ബിസിനസ് അവസരത്തിനെ കുറിച്ചു സൂചിപ്പിച്ചിരുന്നു. പക്ഷെ തണുത്ത പ്രതികരണമേ കിട്ടിയിരുന്നുള്ളൂ. ജിമ്മിന്റെ സഹോദരി അത്തരമൊരു സ്കീമിൽ ഉണ്ടായിരുന്നു. അതിൽ അവനെ ചേർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവനൊരു എഞ്ചിനീയർ ആണെന്നും സെയിൽസ്മാൻ അല്ലെന്നുമുള്ള തോന്നലിൽ അതെല്ലാം അവഗണിച്ചു. മാത്രമല്ല അവന് അവന്റെ കൂട്ടുകാരെ ശല്യം ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. ഒരു വൈകുന്നേരം കാപ്പി കുടിക്കുമ്പോൾ ബ്രൂണോ വെറുതെ അവന്റെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം പിന്നിൽ അച്ചടിച്ച പുതിയ ബിസിനസ് കാർഡ് കാണിച്ചു. ജിം കാർഡിൽ നോക്കി. അതിൽ ബ്രൂണോയുടെ പേരിന്റെ താഴെ നെറ്റ്വർക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് എഴുതിയിരുന്നു. ബ്രൂണോ, നെറ്റ്വർക്കിംഗ് എന്താണെന്ന് അറിയാമോ? ജിം. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ സഹോദരി അതിലുണ്ടായിരുന്നു. അത് ഒരുതരം പിരമിഡ് സ്കീമാണ് അല്ലേ? ബ്രൂണോ, ശരി, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ബ്രൂണോ ബിസിനസ് കാർഡ് തിരിച്ചു പിടിച്ച് പ്രാഥമിക പ്രചോദനത്തെ അടിസ്ഥാനം കാണിച്ചു കൊടുത്തു. ബ്രൂണോ, ഈ ലിസ്റ്റിലെ നിന്റെ ഒന്നാമത്തെ മുൻഗണന എന്തായിരിക്കും? ജിം. എനിക്ക് തോന്നുന്നത് എന്റെ സ്വന്തം ബിസിനസ് ഉണ്ടാക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും. ബ്രൂണോ, നീ എന്തുകൊണ്ടാണ് ആ 2 തിരഞ്ഞെടുത്തത്? ജിം, ഞാൻ ഏതാണ്ട് 20 വർഷമായി എഞ്ചിനീയറിംഗ് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരത്തിൽ താല്പര്യമുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും അത് സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സംതൃപ്തി ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മിറ്റിയെ വോളണ്ടിയർ ചെയ്യുന്നത്.
ബ്രൂണോ, എന്തുകൊണ്ടാണ് നിനക്കത് പ്രധാനമായത്? ജിം, ഞാൻ പറഞ്ഞതുപോലെ ഭാവി എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഇതേ പഴയ വണ്ടിയായിരിക്കും. അതെങ്ങനെയാവുമെന്ന് അറിയാമോ? ബ്രൂണോ, ഞാൻ എന്റെ വിരമിക്കലിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ദുഃഖകരമാണ്. എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യണമെന്നാണുള്ളത്. പക്ഷെ 38 വയസ്സിൽ അത് വലിയൊരു അപായമായിരിക്കും. ബ്രൂണോ, ശരി, നിനക്ക് സ്വന്തമായി ബിസിനസ് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന അനന്തര ഫലങ്ങൾ എന്തായിരിക്കും? ജിം അസ്വസ്ഥനായിക്കൊണ്ട്, ഞാൻ പറഞ്ഞതുപോലെ അത് പഴയ വണ്ടിയായിരിക്കും. നമ്മുടെ പ്രായത്തിലുള്ളവർ സമ്മർദ്ദം കാരണം മരിക്കുന്നുണ്ട്, അറിയാമോ? എനിക്ക് കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകൻ്റെ സ്കൂളിലെ പേരൻസ് കമ്മിറ്റി ചേരുമായിരുന്നു. എനിക്ക് എൻ്റെ വർക്ക്ഷോപ്പിൽ കൂടുതൽ സമയം ചെലവഴിച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നോക്കുമായിരുന്നു. മറ്റുള്ളവർ എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് ഞാൻ അവശനായി കഴിഞ്ഞു. ബ്രൂണോ, അതെല്ലാം നിന്നെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ്? ജിം, കാരണം എനിക്ക് എൻ്റെതായ സമയം കിട്ടിയിരുന്നെങ്കിൽ ബ്രൂണോ, ഞാൻ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുമായിരുന്നു. ഞാൻ കൂടുതൽ ജീവിക്കുകയും കുറച്ച് ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു. എനിക്കും ഒരു മാറ്റത്തിന് വേണ്ടി അവനവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ബ്രൂണോ, അതാണ് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് നിന്നെ ചെയ്യാൻ അനുവദിക്കുന്നത്. നിനക്ക് കൂടുതൽ സമയം തരുന്നു, കൂടുതൽ സ്വാതന്ത്ര്യവും സ്വന്തം ബിസിനസ് ചെയ്യുന്നതിന് ഗുണങ്ങളും തരുന്നു. അതിനോടൊപ്പം നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാം. ഒരു പുതിയ തൊഴിൽ എത്തിപ്പെടുന്നതിന്റെ അപകട സാധ്യതകൾ ഇല്ലാതെ തന്നെ. എനിക്കതെങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയാം. 1 വർഷത്തോളം ബ്രൂണോ ജിമ്മിനെ താല്പര്യപ്പെടുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടിരുന്നു. ബ്രൂണോ 5 സുവർണ ചോദ്യങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിയപ്പോൾ ബ്രൂണോയ്ക്ക് മനസ്സിലായി അയാൾ ജിമ്മിന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. അതെല്ലാം ബ്രൂണോയുടെ ആശയമായിരുന്നു, ജിമ്മിന്റേതല്ല. ബ്രൂണോയുടെ കാർഡിന്റെ പിന്നിലുണ്ടായിരുന്ന പട്ടികയും 5 സുവർണ ചോദ്യങ്ങളും ജിമ്മിനെ എന്തുകൊണ്ട് അവൻ ബിസിനസ് ചേരാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ അനുവദിച്ചു. ജിം ബിസിനസ് പ്ലാൻ കണ്ടപ്പോൾ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്താ ഇതാരും എന്നെ മുമ്പ് കാണിക്കാതിരുന്നത്? അവൻ ചോദിച്ചു. ഉത്തരം എന്താണെന്നാൽ എല്ലാവരും അവനോട് പറഞ്ഞിരുന്നത് അവൻ എന്തുകൊണ്ട് ചേരണമെന്നായിരുന്നു. ആരും അവന്റെ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ഡെന്റിസ്റ്റിന് എങ്ങനെ സമ്മതിപ്പിച്ചു? ഇത് എന്റെ സ്വന്തം അനുഭവമാണ്. ഫ്രാങ്ക്, 44 വയസ്സ്, എന്റെ ഡെന്റിസ്റ്റ് ആയിരുന്നു. അയാൾക്ക് ബീച്ചിനരിയിൽ $1 മില്യൺ വിലമതിക്കുന്ന വീടും ഒരു ആഡംബര കാറും ഉണ്ടായിരുന്ന അയാൾ എപ്പോഴും തിരക്കിലായിരിക്കും. മിക്കവാറും എല്ലാവരുടെയും നിലവാരം വെച്ച് നോക്കിയാൽ അയാൾ വളരെ വിജയിയായിരുന്നു. ഒരു ദിവസം ഞാൻ അയാൾ ഒരു ലോക്കൽ ഷോപ്പിംഗ് സെന്ററിലെ കഫേയിൽ ഇരിക്കുന്നത് കണ്ടു. ഞാൻ ഒരു കാപ്പി കുടിക്കാനായി അയാൾക്കൊപ്പം ഇരുന്നു. അലൻ, ബിസിനസ് എങ്ങനെ പോകുന്നു? ഫ്രാങ്ക് ഉഷാറില്ലാതെ. കുഴപ്പമില്ല. അലൻ തമാശയോടെ, കമോൺ ഫ്രാങ്ക്, നിങ്ങൾ ഒരു ബീച്ചിനരികിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജോലിയും ധാരാളം പണവും കിട്ടുന്നുണ്ട്. അതെല്ലാം നല്ലതാണല്ലോ. ഫ്രാങ്ക്, അതൊരു ഉപജീവനമാണെന്ന് ഞാൻ കരുതുന്നു. അലൻ, ശരി, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഫ്രാങ്ക് അത് ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഫ്രാങ്ക്, ഞാൻ അത് ചെയ്യണമെന്ന് സംശയമാണ് അലൻ. എന്തുകൊണ്ട്? ഫ്രാങ്ക് സാരവത്തായ സ്വരത്തിൽ, കാരണം ഞാനൊരു ഡെന്റിസ്റ്റാണ്. ഞാൻ എക്കാലത്തും ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. അലൻ താല്പര്യത്തോടെ, നിങ്ങൾ ഒരു ഡെന്റിസ്റ്റ് ആകണമെന്ന് എപ്പോഴാണ് തീരുമാനിച്ചത്? ഫ്രാങ്ക്, എനിക്ക് 18 വയസ്സുള്ളപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വെച്ച്. എനിക്ക് മെഡിസിൻ എടുക്കാനായില്ല. ഡെന്റിസ്ട്രി ആയിരുന്നു എന്റെ അടുത്ത ഐച്ഛികം. അലൻ, നിങ്ങൾക്ക് ഡെന്റിസ്റ്റ് ആയിരിക്കുന്നത് ഇഷ്ടമാണോ? ഫ്രാങ്ക് ആലോചിച്ചുകൊണ്ട്, ശരിക്കുമല്ല, പക്ഷെ അതുകൊണ്ട് ചിലവുകൾ നടക്കുന്നുണ്ട്. അലൻ, ഫ്രാങ്ക്, ഒരു 18 വയസ്സുകാരൻ നിങ്ങളുടെ സർജറിയിലേക്ക് വന്ന് അടുത്ത 20 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അയാളെ കേൾക്കുമായിരുന്നു. ഫ്രാങ്ക് ചിരിച്ചുകൊണ്ട്, ഒരു 44 വയസ്സുകാരനോട് ഒരു 18-കാരന് ജീവിതത്തെപ്പറ്റി അധികമൊന്നും പറയാനുണ്ടാവില്ല. അലൻ, അപ്പോൾ നിങ്ങൾ അവനെ കേൾക്കില്ല? ഫ്രാങ്ക്, ഒരിക്കലുമില്ല. അലൻ, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ്? സംഭാഷണം പെട്ടെന്ന് മുറിഞ്ഞു. ഫ്രാങ്ക് നടുങ്ങിയിരിക്കുകയായിരുന്നു. നോക്കൂ, ഒരു 18-കാരനായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുടെ നൈമിഷികമായ തീരുമാനം അയാളുടെ 44 വയസ്സിലെ ജീവിതഗതിയെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന്. ആ ചോദ്യം അയാളുണ്ടാക്കിയ ആഘാതം എനിക്കറിയാമായിരുന്നു. അത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു അവസരമായിരുന്നു. ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നും എന്റെ പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം PMF ഉള്ള ബിസിനസ് കാർഡ് എടുത്തു അയാളുടെ മുന്നിൽ വെച്ചു. അലൻ, ഫ്രാങ്ക്, ഈ പട്ടികയിലൊന്ന് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ മുൻഗണന ഏതായിരിക്കും? അനന്തമായ നിശബ്ദത എന്ന് തോന്നിച്ച ഒന്നിനു ശേഷം അയാൾ മറുപടി പറഞ്ഞു. ഫ്രാങ്ക്, കൂടുതൽ ഒഴിവു സമയം. അലൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത്? ഫ്രാങ്ക്,
ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് തയ്യാറായി 8:30 ആദ്യത്തെ രോഗിയെ കാണും. വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്ത് കഴിയുന്നവരെ എൻ്റെ ദിവസം മുഴുവനും എന്നെ കാണുന്നതിൽ സന്തോഷമില്ലാത്ത ആളുകളുടെ പരാതികൾ കേൾക്കുന്നു. എനിക്കും എൻ്റെ കുട്ടികൾക്കായോ വാരാന്ത്യങ്ങളിൽ പോലും സമയം ലഭിക്കുന്നില്ല. പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ തേഞ്ഞു പോയിരിക്കുന്നു. ഒഴിവു സമയം എന്നത് എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. അലൻ: അത് നിങ്ങൾക്ക് പ്രധാനമാവുന്നത് എന്തുകൊണ്ടാണ് ഫ്രാങ്ക് അസ്വസ്ഥനായിക്കൊണ്ട്: ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം നിമിഷക്കണക്കിന് പകുത്തിരിക്കുകയാണ്. ഞാൻ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നെങ്കിൽ ധാരാളം അവധികളും സമയവും ഉണ്ടായിരുന്നേനെ എന്ന് തോന്നുന്നു. അലൻ: എന്ന് വെച്ചാൽ? ഫ്രാങ്ക്: ഡെന്റിസ്ട്രി കാണുന്നത് പോലെയല്ല. ഞാൻ ആദ്യമായി അത് ചെയ്യാനായി തീരുമാനിച്ചപ്പോൾ. ഫ്രാങ്ക് 5 മിനിറ്റോളം ഡെന്റിസ്ട്രി അയാളെ കുടുക്കിയിട്ടിരിക്കുന്ന തടവറയെക്കുറിച്ച് വികാരഭരിതനായി സംസാരിച്ചു. അലൻ: കൂടുതൽ സമയം കിട്ടാനുള്ള അവസരമില്ലെങ്കിൽ എന്തായിരിക്കും അനന്തരഫലങ്ങൾ? ഫ്രാങ്ക് നിരാശാജനകമായി: എന്റെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും സർജറി ചിലവഴിക്കും. കുട്ടികൾ വേഗത്തിൽ വളരുന്നു. അവർക്ക് എന്റെപ്പം ചെലവഴിക്കാൻ മതിയായ സമയം കിട്ടുന്നില്ല. ഭാര്യ പറയുന്നത് ഇപ്പോഴുമുള്ള എന്റെ മാനസിക സമ്മർദ്ദം കൊണ്ടും മടുത്തിരിക്കുകയാണെന്ന്. ഫ്രാങ്കിന്റെ മുഖം വിളറാൻ തുടങ്ങിയിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ പൊട്ടിക്കരയുമെന്ന് എനിക്ക് തോന്നി. 20 വർഷത്തിൽ ആദ്യമായി അയാൾ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുകയായിരുന്നു. അലൻ സൗമ്യമായി: അതെല്ലാം നിങ്ങളെ എന്തിനു വിഷമിപ്പിക്കണം ഫ്രാങ്ക് മറുപടി പറഞ്ഞില്ല. അയാൾക്ക് കഴിയുമായിരുന്നില്ല. അത് അയാളെ വിഷമത്തിലാക്കി. അയാൾ നിശബ്ദനായി അവിടെ ഇരുന്നു. ഞാൻ കൂടുതൽ വിവരങ്ങൾക്കായി നിർബന്ധിച്ചില്ല. കാരണം അത് അയാൾക്ക് താങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, ഞാൻ കോൺഫ്ലെക്സ് വാങ്ങാനാണ് വന്നത്, ഫ്രാങ്കിന്റെ ജീവിതം മാറ്റിമറിക്കാനല്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ ഫ്രാങ്കിനെ കാണാനായി അയാളുടെ സർജറിയിൽ പോയി. അയാൾ പോയെന്നും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. അയാൾ ഒരു തിങ്കളാഴ്ച വന്ന് പ്രാക്ടീസ് അയാളുടെ സുഹൃത്ത് ഏറ്റെടുക്കുകയാണെന്നും അവധിയിൽ പോവുകയാണെന്നും പ്രഖ്യാപിച്ചു. അതായത് 3 മാസങ്ങളായി അയാളെ ആരും കണ്ടിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് അയാൾ അമേരിക്കയിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ മോട്ടലുകൾ വിൽക്കുകയാണെന്നും സന്തോഷകരമായി ജീവിക്കുന്നെന്നും അറിയാൻ കഴിഞ്ഞു. ഫ്രാങ്ക് എവിടെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അയാൾ എന്ത് ചെയ്യുകയാണെന്നും അറിയില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ടെക്നിക്ക് എത്ര ശക്തമാണ്, അതിനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്നു. ചിലപ്പോൾ ഫ്രാങ്ക് എവിടെയെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ടാകാം. മുൻഗണനയില്ലാത്ത ഒരു പ്രോസ്പെക്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരു മുൻഗണനയും ഇല്ലെന്ന് അവകാശപ്പെടുന്ന പ്രോസ്പെക്ടുമാരെ കണ്ടുമുട്ടും. ചിലർക്ക് ഒന്നാമത്തെ മുൻഗണന ഇല്ലാത്തതിന് 1-2 കാരണങ്ങൾ അവകാശപ്പെടാം. ആദ്യം അവർക്ക് സത്യത്തിൽ ഒരു ഒന്നാമത്തെ മുൻഗണന ഇല്ല, അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഇല്ല. ഇക്കാര്യത്തിൽ അവരോട് സമയം ചെലവഴിച്ചതിന് നന്ദി പറഞ്ഞ് മറ്റൊരു പ്രോസ്പെക്ടിനെ അന്വേഷിക്കുക. പ്രതീക്ഷകളും സ്വപ്നങ്ങളും മുൻഗണനകളും ഇല്ലാത്ത ആളുകൾ സമയം പാഴാക്കാതിരിക്കുക. രണ്ടാമത്, അവർ അതിൽ പ്രവർത്തിക്കേണ്ടി വരുമോ എന്ന ഭയം കാരണം മുൻഗണന തിരഞ്ഞെടുക്കില്ല. അത്തരം പ്രോസ്പെക്ടുമാരെ നേരിടുന്നത് എങ്ങനെയെന്ന് പറയാം. എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ മുൻഗണന? പ്രോസ്പെക്ട്: ഇതിലുള്ളതൊന്നുമല്ല ശരിക്കും. നിങ്ങൾ ഒന്നുമല്ലേ? പ്രോസ്പെക്ട്: അല്ല, ഇപ്പോൾ ഇതൊന്നും എനിക്ക് പ്രധാനമല്ല. നിങ്ങൾ സരസമായി: ശരി, ഒരെണ്ണം പ്രധാനമായിരുന്നെങ്കിൽ അത് ഏതായിരിക്കും? പ്രോസ്പെക്ട്: അത് ഒരെണ്ണം പ്രധാനമാകുമായിരുന്നെങ്കിൽ അത് മിക്കവാറും സാമ്പത്തിക സ്വാതന്ത്ര്യമായിരിക്കും. നിങ്ങൾ: എന്തുകൊണ്ടാണത്? പ്രോസ്പെക്ട്: കാരണം പണമുണ്ടായിരിക്കുന്നത് പ്രധാനമാണ്. പിന്നെ ഇനി നിങ്ങൾ 5 സുവർണ ചോദ്യങ്ങളുമായി തുടരുന്നു. നിശബ്ദതയുടെ ശക്തി. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് നിർബന്ധമായും കുറച്ചു നേരം പ്രോസ്പെക്ട് ഉത്തരം പറഞ്ഞു തീരുന്നതുവരെ നിശബ്ദനായിരിക്കണം. അവരുടെ മുൻഗണന തിരഞ്ഞെടുക്കുന്നതിൽ അയാളെ സഹായിക്കാനുള്ള പ്രേരണകളെല്ലാം തടുത്തു നിർത്തുക. അത് അവരുടെ ആശയമായിരിക്കണം, നിങ്ങളുടേതല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ എന്തുകൊണ്ട് ചേരുന്നുവെന്ന് അവർ പറയണം. പ്രോസ്പെക്ടിന്റെ ജീവിതത്തിൽ മിക്കവാറും ആദ്യമായിട്ടായിരിക്കണം ഒരാൾ അത്ര പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നതും അവരുടെ സ്വന്തം ഉത്തരം പറയാനുള്ള സമയം അനുവദിക്കുന്നതും. നിങ്ങളുടെ പ്രോസ്പെക്ടിന് മുമ്പ് പല തവണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ചോദ്യങ്ങൾ ചോദിച്ച് നിശബ്ദനാക്കുന്നത്. പ്രോസ്പെക്ടിന്റെ ഉത്തരങ്ങൾ അയാളുടെ സമർപ്പണവും എത്രകാലം അയാൾ ബിസിനസ് തുടരുമെന്നുള്ള സൂചനകൾ നൽകുന്നു. ആടുകളെ വേർതിരിക്കുന്നത് എങ്ങനെ? 5 സുവർണ ചോദ്യങ്ങൾക്കുള്ള പ്രോസ്പെക്ടിന്റെ ഉത്തരങ്ങളിലെ ആത്മാർത്ഥതയും ആഴവും അവർ ഈ ബിസിനസ്സിൽ എത്രത്തോളം പ്രചോദിതരാണെന്ന് വെളിപ്പെടുത്തും. അവരുടെ ഉത്തരങ്ങൾ ആലോചിക്കാതെയോ യാദൃശ്ചികമായോ വിശ്വസനീയമല്ലാതെയോ ആണെങ്കിൽ നിങ്ങൾ അവരെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ നന്നായി ആലോചിക്കണം. അവരുടെ വയറ്റിൽ ചിത്രശലഭങ്ങളില്ലെങ്കിൽ അവർ പരാതി പറയുകയല്ലാതെ കാര്യമൊന്നും ചെയ്യില്ല. 5 സുവർണ ചോദ്യങ്ങൾക്കുള്ള അവരുടെ ഉത്തരങ്ങൾ ദുർബലമാണെങ്കിൽ വേറെ പ്രോസ്പെക്ടിനെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ദുർബലമായ ഉത്തരങ്ങൾ തരുന്ന പ്രോസ്പെക്ടുമാർ പഠിതാക്കളും നിങ്ങളുടെ സമയം അപഹരിക്കുന്നവരുമായിരിക്കും. മുൻഗണനകളും സ്വപ്നങ്ങളുമുള്ള പ്രോസ്പെക്ടുമാർ വിജയിക്കും, നിങ്ങളില്ലാതെ പോലും. മുൻഗണന ഉള്ള പ്രോസ്പെക്ടുമാർ എപ്പോഴും വിജയിക്കും. അത് നിങ്ങൾ
ആ പ്രോസസ് വേഗത്തിലാക്കാൻ സഹായിച്ചാൽ മാത്രം മതി. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് പടുത്തുയർത്തുന്ന ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നത് പോലെയാണ്. നിങ്ങൾ മണ്ണ് കിളച്ച് വളമിട്ട് വിത്തുകൾ പാകി അതിന്റെ മോശം കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ഉറപ്പാക്കും. പക്ഷേ ചില വിത്തുകൾ വളരുകയും മറ്റുള്ളവ വാടിപ്പോവുകയും ചെയ്യും. നിങ്ങൾക്കാകെ ചെയ്യാൻ കഴിയുന്ന വെള്ളം ഒഴിക്കുക, വളമിടുക, വിത്ത് പോകുക എന്നത് മാത്രമാണ്. കരുത്തുള്ള വിത്തുകൾ നിങ്ങളില്ലെങ്കിലും വളരും. നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ ദുർബലമാണെങ്കിൽ നിങ്ങൾ എക്കാലവും അതിന് താങ്ങ് കൊടുത്ത് അവ വളരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. ദുർബലമായൊരു വിത്തിനെ കരുത്തും സൗന്ദര്യമുള്ള ചെടിയായി വളരാൻ പ്രോത്സാഹിപ്പിക്കാമെന്ന് വിശ്വസിച്ച് സ്വയം കബളിപ്പിക്കരുത്. അത് അപൂർവമായ സംഭവിക്കാറുള്ളൂ. യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് കരുത്തുള്ള വിത്തുകൾ പാകുന്നതിലാണ്. അതാണ് 5 സുവർണ ചോദ്യങ്ങളുടെ ഉപയോഗം. നിങ്ങൾ വിത്ത് നടുന്നതിന് മുമ്പ് അതിന്റെ കരുത്ത് പരിശോധിക്കാൻ അവയ്ക്കോ സാധിക്കും. ഒരു പ്രോസ്പെക്ട് അയാളുടെ ഉത്തരങ്ങളിൽ കരുത്തനല്ലെങ്കിൽ അയാളൊരു തെറ്റായ പ്രോസ്പെക്ട് ആയിരിക്കും. ചിലപ്പോൾ അയാളുടെ സമയനിശ്ചയം തെറ്റിപ്പോയതാകാം. അല്ലെങ്കിൽ അയാൾ വെറും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നയാളായി മാറാം. കഴിയുന്നത്ര പ്രോസ്പെക്ടുമാരെ സ്പോൺസർ ചെയ്യുക, പക്ഷേ നിങ്ങളുടെ കൂടുതൽ സമയം കരുത്തുള്ള വിത്തുകൾക്കായി ചിലവഴിക്കുക. ഒരു സംഘത്തിൽ പട്ടിക ഉപയോഗിക്കുന്നത്. കുറച്ച് പരിശീലനം കൊണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു കൂട്ടം പ്രോസ്പെക്ടുമാർക്ക് പ്രസന്റേഷൻ എടുക്കാനുള്ള ഒന്നാന്തര വഴിയായി തോന്നും. നിങ്ങൾക്കൊന്നുകിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രാഥമിക പ്രചോദനത്തിന്റെ അടിസ്ഥാനം PMF ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗ്രൂപ്പിൽ ചേരുന്നുവെന്ന് സദസ്സിനോട് പറയാൻ ആവശ്യപ്പെടും. തയ്യാറാക്കിയ ഒരു പട്ടികയുമായി നിങ്ങൾ ആരോടെങ്കിലും എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ മുൻഗണന എന്ന് ചോദിക്കുന്നതോടെ നിങ്ങൾ വളരെ ദൂരം കടന്നു. പിന്നെ അത് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോസ്പെക്ടുമാരോട് ചോദിച്ചു പെട്ടെന്ന് തന്നെ മുഴുവൻ സദസ്സും എന്തുകൊണ്ട് അവർ ബിസിനസ് ചേരുന്നത് പറയുന്നതിൽ എത്തിച്ചേരും. പ്രസന്റേഷൻ സമയത്ത് നിങ്ങൾക്ക് പട്ടിക കൈകൊണ്ട് എഴുതാനാണ് താല്പര്യമെങ്കിൽ ഓരോരുത്തരോടും മുൻഗണന സ്വമേധയെ പറയാൻ ആവശ്യപ്പെടുക. എന്തുകൊണ്ട് നിങ്ങൾ അത് തിരഞ്ഞെടുത്തു, എന്നിട്ട് എല്ലാ ചോദ്യങ്ങളുമായി മുന്നോട്ട് പോവുക. മുഴുവൻ സദസ്സും എന്തുകൊണ്ട് അത് പ്രധാനമാണെന്ന് പറയുന്നത് വളരെ രസകരമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രസ്താവന നടത്തേണ്ടി വരില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തല കുലുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. 3. ആവശ്യത്തിൽ ഊന്നുക. പദ്ധതി കാണിക്കുന്നത്. ഇവിടെയാണ് മിക്കവാറും നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് തിളങ്ങുക. ഇവിടെ വച്ചാൽ നിങ്ങൾ രണ്ടാമത്തെ താക്കോൽ ആവശ്യം കണ്ടെത്തുകയിൽ വെച്ച് പുറത്തെടുത്ത പ്രതീക്ഷകൾക്കും ഭയങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പരിഹാരമാണ് നിങ്ങളുടെ പദ്ധതി വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് മുകളിലുള്ളവർ പ്രയോജിച്ച് തെളിഞ്ഞിട്ടുള്ളതും ഫലം തരുന്നതുമായ രീതിയിൽ ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടുണ്ടാവും. അടുത്ത പ്രസ്താവന മനസ്സിലാക്കേണ്ടത് എന്തായാലും നിർണായകമാണ്. ബിസിനസ് പ്ലാൻ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്ന സാക്ഷാത്കരിക്കാനുള്ള വഴി. പരിഹാരം യുക്തിഭദ്രമായിരിക്കണം, പക്ഷെ യുക്തി മനസ്സ് തുറക്കുകയുള്ളൂ. 5 സുവർണ ചോദ്യങ്ങൾ വികാരങ്ങളെ തുറന്നുവിട്ട് ശരിയായ പ്രോസ്പെക്ടുമാരെ അവരുടെ സ്വന്തം പരിഹാരം കണ്ടെത്താൻ പ്രചോദിപ്പിക്കുന്നു. ഒരാളുടെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം കണ്ടെത്താതെ പരിഹാരം മാത്രമാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ പ്രോസ്പെക്ട് അതിന്റെ ആവശ്യത്തിൽ മറിഞ്ഞേക്കാം. പക്ഷെ വൈകാരികമായി പ്രചോദിതരാണെന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രോസ്പെക്ടുമാർ തണുത്തു പോകുന്നത്. നിങ്ങൾ പദ്ധതി കാണിക്കുമ്പോൾ പ്രോസ്പെക്ടിന്റെ സ്വന്തം വാക്കുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ലക്ഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ രീതിയിൽ സൗകര്യത്തിൽ വിരമിക്കാൻ സാധിക്കും. ബിസിനസ് പ്ലാൻ കാണിക്കുമ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടിന്റെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് അവർക്ക് വ്യക്തിപരമായി മാറും. അത് അർത്ഥമുള്ളതും പ്രചോദിപ്പിക്കുന്നതുമാകും. അത് അവരുടെ വാക്കുകളും ആശയങ്ങളുമാണ്, നിങ്ങളുടേതല്ല. 4. പ്രതിബദ്ധരാകുക. പറഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ നിങ്ങൾ അതേപോലെ ഉപയോഗിക്കുമ്പോൾ പ്രോസ്പെക്ടിനോട് നിങ്ങൾക്കൊപ്പം ചേരാൻ ആവശ്യപ്പെടുന്ന നാടകീയമല്ലാതാവുന്നു. അവർ സ്വന്തം ഉത്സാഹത്താൽ ചൂടുപിടിച്ച് ബിസിനസ് ആരംഭിക്കുന്നത് സ്വാഭാവികമായ പ്രവൃത്തിയാകണം. എപ്പോഴും പ്രസന്റേഷൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായ കാര്യം എന്ന പോലെ സമീപിക്കുക. നിങ്ങളുടെ ശൈലി ബിസിനസിന്റേതായിരിക്കും, പക്ഷെ ശാന്തമായി എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ആയിരിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ പ്രോസ്പെക്ടുമാർക്ക് ബിസിനസ് ചേരാനുള്ള ശരിയായ സമയമായിരിക്കുമ്പോൾ അവരോട് ചേരാൻ പറയണം. വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും കൃത്യമായും അവരോടും ചേരാമെന്ന് പറയാൻ ഇന്ന് തന്നെ നാളെയില്ല. എന്തുകൊണ്ട് ഈ രീതി ഫലം തരുന്നു? 4 താക്കോൽ രീതി ശരി എന്ന് പറയിക്കാനുള്ള തെളിയിക്കപ്പെട്ട വഴിയാണ്. അതുകൊണ്ട് പരമാവധി ഫലം ലഭിക്കാനായി നിങ്ങൾ ഈ സൂത്രവാക്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സും മഞ്ഞുരുക്കൽ ഘട്ടത്തിൽ മികവുറ്റവരാണ്. മറ്റുള്ളവരോട് സൗഹാർദ്ദപരമായി സംസാരിക്കാനും ബന്ധം സ്ഥാപിക്കാനും പഠിച്ചിട്ടുണ്ട്. മിക്കവാറും പേർക്ക് എന്തായാലും ഫലപ്രദമായ ആവശ്യം കണ്ടെത്തുക എന്ന ഘട്ടം ഉണ്ടാകാറില്ല. അവർ മഞ്ഞുരുകലിൽ നിന്ന് നേരിട്ട് ആവശ്യത്തിൽ ഊന്നുക എന്നതിലേക്ക് പോകും. അവരുടെ ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ മികച്ചതാണെങ്കിലും പ്രോസ്പെക്ടുമാർ വൈകാരികമായി അസ്വസ്ഥരല്ലാത്തതിനാൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതുകൊണ്ടാണ് ഒരുപാട് പ്രോസ്പെക്ടുമാർ നിങ്ങളുടെ പ്രസന്റേഷൻ ആവേശഭരിതയും പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ തണുക്കുകയും ചെയ്യുന്നത്. ചില നെറ്റ്വർക്കുമാർ പദ്ധതി കാണിക്കുന്നതിന് വളരെ മുഴുകിപ്പോയി ആശയം വിൽക്കാമെന്ന് പ്രതീക്ഷിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന് ഒടുക്കം തിരിച്ചടിയാകും.
ബിസിനസ് പ്ലാൻ നിങ്ങളുടെ പ്രോസ്പെക്റ്റിന്റെ ഒഴിവാക്കണമെന്നുള്ള പ്രശ്നങ്ങളുടെ അവകാശങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു പരിഹാരം മാത്രമാണ്. പ്രോസ്പെക്റ്റിന്റെ പ്രാഥമിക പ്രചോദനത്തിന് അടിസ്ഥാനം കണ്ടെത്തി അവരെ അതിൽ ചൂട് പിടിപ്പിക്കാതെ ബിസിനസ് പ്ലാൻ കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആവശ്യം കണ്ടുപിടിക്കുന്നത് കേവലാണെങ്കിൽ പ്രതിബദ്ധത നേടുന്നതിനെക്കുറിച്ച് അമിതമായി വേവലാതിപ്പെടേണ്ടതില്ല. പ്രോസ്പെക്റ്റുകളെ വൈകാരികമായി അസ്വസ്ഥരാക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ അവർ സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കാൻ തുടങ്ങിക്കോളും. ആവശ്യം കണ്ടെത്തി അതിൽ ഊന്നി നിങ്ങളുടെ നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കുന്നത് ലളിതമാണ്. അധ്യായം 3. ഉജ്ജ്വല പ്രസന്റേഷനുള്ള 6 തന്ത്രപ്രധാന കഴിവുകൾ. സൂക്ഷ്മമായതും എന്നാൽ നാടകീയമായ ഫലം തരുന്നതുമായ 6 കഴിവുകൾ നിങ്ങളുടെ പ്രസന്റേഷനുകൾക്ക് ശക്തി പകരും. കഴിവ് 1. പാലം പണിയൽ. പാലം പണിയൽ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങൾ കൂടുതൽ പ്രോസ്പെക്റ്റ് വളരെ കുറച്ചും സംസാരിക്കുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിനുമുള്ള തന്ത്രമാണത്. ഒരു ബുദ്ധിപരമായ തുറന്ന ചോദ്യം ചോദിച്ച ശേഷം ചെറിയ ഒരു മറുപടി ലഭിക്കുന്നത് നൈരാശ്യമുണ്ടാക്കുന്നതാണ്. യഥാർത്ഥ ജീവിതകഥ. സ്യൂ എങ്ങനെ രംഗം ചൂടുപിടിപ്പിച്ചു. ഇത് സ്യൂവിന്റെ ഒരു ഉദാഹരണം. സ്യൂ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അവളുടെ പ്രോസ്പെക്റ്റ് ആയ ഫ്രെഡുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അവൾ. ഒരു കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഫ്രെഡ് അയാളുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് സ്യൂവിനോട് സംസാരിക്കാമെന്ന് സമ്മതിച്ചു. തുടക്കത്തിൽ ഫ്രെഡ് കുറച്ച് വിമുഖനായി തോന്നിക്കുകയും ഒരു സംഭാഷണം നടക്കുന്നത് പോലെയല്ലാതിരിക്കുകയും ചെയ്തു. അത് സ്യൂവിനെ കുറച്ച് നിരുത്സാഹപ്പെടുത്തി. സ്യൂ, നിങ്ങൾ ഈ ബിസിനസ്സിൽ എത്തിയത് എങ്ങനെയാണ് ഫ്രെഡ്? എനിക്ക് കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ താല്പര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ സ്യൂവിനെ പ്രയോഗിക്കാൻ പോകുന്ന കാര്യമായ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൾ മറ്റൊരു തുറന്ന ചോദ്യം ചോദിക്കാൻ നിർബന്ധിതയായി. സ്യൂ, കമ്പ്യൂട്ടർ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ഫ്രെഡ്: അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു ചെറിയ ഉത്തരം അവളെ മറ്റൊരു തുറന്ന ചോദ്യം ചോദിച്ച് ആ മിണ്ടാപ്പൂച്ചിയുടെ വാ തുറപ്പിക്കാൻ ആലോചിപ്പിച്ചു. പ്രശ്നം എന്തെന്നാൽ അവൾ നല്ല തുറന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലും കുറച്ചു നേരം കഴിയുമ്പോൾ സംഭാഷണം സ്യൂ ഒരു പോലീസ് ചീഫ് ആണെന്ന പോലെ ചോദ്യം ചെയ്യലായി മാറാൻ തുടങ്ങും. ചെറു ഉത്തരങ്ങൾ തരുന്ന പ്രോസ്പെക്റ്റുമാരെ പാലങ്ങൾ ഉപയോഗിച്ച് സംസാരിപ്പിക്കാൻ കഴിയും. ശക്തമായ പാലങ്ങളിൽ ഉൾപ്പെടുന്നവ. അതെന്താണ്? ഉദാഹരണത്തിന് എന്നിട്ട്, അതുകൊണ്ട്, അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ. ഓരോ പാലത്തിന് ശേഷവും നിങ്ങളുടെ ഭാഗത്തു നിന്നും മൗനം ഉണ്ടായിരിക്കണം. കാര്യത്തിന് സ്യൂ പാലങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചിരുന്നു. ഫ്രെഡുമായുള്ള അവളുടെ സംഭാഷണം ശരിക്കും നടന്നത് ഇങ്ങനെയാണ്. സ്യൂ: നിങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ എത്തിയത്? ഫ്രെഡ്: എനിക്ക് കമ്പ്യൂട്ടറുകൾ എപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. സ്യൂ: അതെന്താണ്? ഫ്രെഡ്: അതെന്താണെന്ന് വലിയതും ചെറുതുമായ ബിസിനസ്സുകൾക്ക് നെറ്റ്വർക്ക് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കുന്നത്. സ്യൂ: എന്നുവെച്ചാൽ? ഫ്രെഡ്: എന്നുവെച്ചാൽ അവരുടെ ജോലി എളുപ്പമാക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഞാൻ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. സ്യൂ: ഉദാഹരണത്തിന്? ഫ്രെഡ്: ഉദാഹരണത്തിന് ഇന്നലെ ഗൗരവമായ അക്കൗണ്ടിംഗ് പ്രശ്നമുള്ള ഒരു കമ്പനിക്ക് വേണ്ടി ഞാനൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്തു. അവരെന്നെ വിളിച്ചു. ഇവിടെ സ്യൂ വിജയകരമായി മൗനം ഭേദിക്കുകയും മാത്രമല്ല ചെയ്ത് അവൾ ഒരു കുറ്റാന്വേഷയെ പോലെ തോന്നിപ്പിക്കാതിരിക്കുകയും ചെയ്തു. അവളായിരുന്നില്ല കൂടുതൽ സംസാരിച്ചത്. അവൾക്ക് ഫ്രെഡിനെ കുറിച്ച് ധാരാളം പ്രയോജനകരമായ വിവരങ്ങൾ ലഭിക്കുകയും അയാൾ ഒന്നാമത്തെ വിഷയത്തിനെക്കുറിച്ച് സ്വയം സംസാരിക്കുകയും ചെയ്തു. പാലം ഉപയോഗിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. 1. മുന്നോട്ട് ചാഞ്ഞ് കൈപ്പത്തി നിവർത്തുക. 2. പാലത്തിന്റെ അവസാനത്തെ അക്ഷരം നീട്ടി പറയുക. 3. പിന്നോട്ട് ചാഞ്ഞ് മിണ്ടാതിരിക്കുക. മുന്നോട്ട് ചാഞ്ഞ് കൈപ്പത്തി നിവർത്തുന്നത് 2 കാര്യങ്ങൾ ചെയ്യും. ആദ്യം നിങ്ങൾ ഭീഷണിയല്ലെന്ന് അത് വാക്കുകളിലല്ലാതെ പറയും. 2. കേൾവിക്കാരനോട് അത് അയാളുടെ ഊഴമാണെന്നും നിയന്ത്രണം കൈമാറിയെന്നും പറയുന്നു. പാലത്തിന്റെ അവസാനത്തെ അക്ഷരം നീട്ടി പറയുന്നത് മിക്കപ്പോഴും ഒരു ചോദ്യമായി പരിണമിക്കുന്നു. അതേസമയം നീട്ടിപ്പറഞ്ഞില്ലെങ്കിൽ അതിനെ ഒരു പ്രസ്താവനയാക്കി മാറ്റാം. ഉദാഹരണത്തിന്, ഫ്രെഡ്: അതുകൊണ്ട് ബിസിനസ്സിന് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും. സ്യൂ: എന്നുവെച്ചാൽ? നീട്ടിപ്പറയുന്നു. ഫ്രെഡ്: എന്നുവെച്ചാൽ ആളുകളുടെ ജീവിതം എളുപ്പമാക്കി അവരുടെ കസ്റ്റമേഴ്സുമായി കൂടുതൽ നന്നായി ഇടപെടാൻ സാധിക്കും. അറിയാമോ, മിക്കവാറും ബിസിനസ്സുകൾക്കും നല്ല സിസ്റ്റം ഇല്ല. പാലത്തിന്റെ അവസാനത്തെ അക്ഷരം നീട്ടിപ്പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു പ്രസ്താവനയോ അഭിപ്രായമോ ആക്കി മാറ്റാവുന്നതാണ്. അത് അധിക്ഷേപമായി തോന്നാം. നിങ്ങൾ പാലം ഉപയോഗിച്ചു കഴിഞ്ഞ് വായ മൂടുക.
പാലത്തിന്റെ തുടർച്ചയ്ക്ക് കാരണമായേക്കാവുന്ന മൗനത്തിലേക്ക് നിങ്ങളുടെ അറിവിന്റെ മണിമുത്തുകൾ വിതറാനുള്ള പ്രേരണയെ ചെറുക്കുക. തുറന്ന കൈപ്പത്തി സൂചിപ്പിക്കുന്നത് അടുത്തതായി സംസാരിക്കാനുള്ള ഉത്തരവാദിത്തം പ്രോസ്പെക്റ്റിന് നൽകിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അയാൾ അടുത്ത വാചകവുമായി വരാൻ അനുവദിക്കുക. ശ്രദ്ധിക്കുന്നതിന്റെ ശരീരഭാഷ. പാലം പണിയുന്നത് പ്രോസ്പെക്റ്റിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന പ്രചോദനങ്ങൾ വെളിപ്പെടുത്തുന്നതും ഉദാഹരണങ്ങൾ ശേഖരിക്കുന്നതും എങ്ങനെയാണെന്നതിന്റെ ഒരു ഉദാഹരണം ഇതാ. നിങ്ങൾ നിയന്ത്രണം കൈമാറിയ ശേഷം നിങ്ങൾ ഈ കൈ താടിയിൽ വെച്ച് പിന്നോട്ട് ചാഞ്ഞ് വിലയിരുത്തുന്ന നിലയിൽ ഇരിക്കുക. ഇത് കേൾവിക്കാരനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാഞ്ഞിരിക്കുന്ന സമയം അത്രയും സംസാരം തുടരാനുള്ള സാഹചര്യത്തിൽ എത്തിക്കുന്നു. നിങ്ങളുടെ പ്രോസ്പെക്റ്റ് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് അയാളുടെ ഒന്നാമത്തെ മുൻഗണനയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കരുതുക. എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ മുൻഗണന? പ്രോസ്പെക്റ്റ് സാമ്പത്തിക സ്വാതന്ത്ര്യം. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കുന്നത്? പ്രോസ്പെക്റ്റ് കാരണം എനിക്ക് ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാത്തിനും പണം ഉണ്ടാകും. നിങ്ങൾ മുന്നോട്ട് ചാഞ്ഞ് കൈപ്പത്തി വിടർത്തി. അതെന്താണെന്ന്? പ്രോസ്പെക്റ്റ് അതെന്താണെന്നാൽ എന്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും സുഖകരമായ രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ പണം. നിങ്ങൾ മുന്നോട്ട് ചാഞ്ഞ് കൈപ്പത്തി വിടർത്തി. സുഖകരമായ രീതിയിൽ എന്ന് വെച്ചാൽ? പ്രോസ്പെക്റ്റ് എന്ന് വെച്ചാൽ നല്ല ഒരു അവധിക്കാലം ചെലവഴിക്കാനും നല്ല കാർ വാങ്ങാനും അല്ലെങ്കിൽ വല്ലപ്പോഴും കുറച്ച് ആഡംബരത്തിനായി ആവശ്യമായ പണം. നിങ്ങൾ ഉദാഹരണത്തിന് എനിക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാധ്യമാകാനുള്ള. അതെന്താണ് എന്ന് വെച്ചാൽ എന്നീ രണ്ട് പാലങ്ങൾ ഉപയോഗിച്ചപ്പോൾ നിങ്ങളുടെ പ്രോസ്പെക്റ്റ് അയാൾ ചിന്തിക്കുന്നതിനെക്കുറിച്ചും അയാൾക്ക് തോന്നുന്നതിനെക്കുറിച്ചും വിശ്വസിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുകയാണ്. പ്രധാനമായും നിങ്ങളല്ല എല്ലാം സംസാരിക്കുന്നത്. പാലങ്ങൾ ഫലത്തിൽ ഒരുതരം തുറന്ന ചോദ്യമാണ്. അവ നന്നായി ഉപയോഗിക്കുന്നത് അധികം സംസാരിക്കാത്തവർക്കോ ചോദ്യങ്ങൾക്ക് ചെറിയ ഉത്തരങ്ങൾ നൽകുന്നവർക്കോ പ്രസന്റേഷനുകൾ കൊടുക്കുമ്പോഴാണ്. നിങ്ങൾ ആദ്യമായി പാലം ഉപയോഗിക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പ്രത്യേകിച്ച് നിങ്ങളൊരു സംഭാഷണ പ്രിയനാണെങ്കിൽ. കാരണം പാലം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാനിടയുള്ള നിശബ്ദതയാണ്. പക്ഷെ നിങ്ങളുടെ കേൾവിക്കാരൻ ചെറിയ ഉത്തരവ് നൽകുകയാണെങ്കിൽ അയാൾക്ക് സംഭാഷണത്തിനിടെ നിശബ്ദത അനുഭവപ്പെടുകയും അത് അയാൾക്ക് സ്വാഭാവികമായി തോന്നുകയും ചെയ്യും. പാലങ്ങൾ ഉപയോഗിക്കുന്നത് രസകരമാണ്. അവ പ്രസന്റേഷനുകളും താല്പര്യജനകമാവുകയും നിങ്ങൾക്ക് നിശബ്ദമായി നിയന്ത്രണം നൽകുകയും ചെയ്യും. കഴിവ് 2. തലകുലുക്കൽ തന്ത്രം. കൂടുതൽ ആളുകളും തലകുലുക്കലിനെ ഒരു ശക്തമായ പ്രേരണാസൂത്രമായി കണക്കാക്കിയിട്ടില്ല. തലകുലുക്കുന്നത് പല രാജ്യങ്ങളിലെ യോജിപ്പ് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഉത്ഭവം ശരീരം കുനിക്കുകയെന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കുനിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിന്തുണക്കാരനാണ്. അതുകൊണ്ട് അതൊരു ചെറുതാക്കിയ കുനിയലാണ്. തലകുനിക്കൽ തന്ത്രത്തിന് 2 ശക്തമായ പ്രയോജനങ്ങളുണ്ട്. ശരീരഭാഷ ആന്തരിക വികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ്. നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുകയാണെങ്കിൽ നിങ്ങളെ തല സംസാരിക്കുന്നതിനിടെ തല കുലുക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഉദാസീനത തോന്നിയിട്ടും മനഃപൂർവ്വം തല കുലുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് വികാരങ്ങൾ തോന്നി തുടങ്ങാൻ ആരംഭിക്കും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ പോസിറ്റീവ് തോന്നുന്നത് തല കുലുക്കൽ കാരണമാകും. നേരെ തിരിച്ചും ശരിയാണ്. തല കുലുക്കുന്നത് പോസിറ്റീവ് വികാരങ്ങൾക്കും കാരണമാകും. നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുകയാണെങ്കിൽ തല കുലുക്കിക്കൊണ്ടിരിക്കും. തല കുലുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് വികാരങ്ങൾ തോന്നി തുടങ്ങാൻ ആരംഭിക്കും. തല കുലുക്കൽ കൈമാറപ്പെടുന്നതുമാണ്. ഞാൻ നിങ്ങളെ നോക്കി തല കുലുക്കുകയാണെങ്കിൽ നിങ്ങൾ തല കുലുക്കും. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കുന്നില്ലെങ്കിൽ പോലും. യോജിപ്പും സഹകരണവും നേടാനുള്ള ഒന്നാമത്തെ ഉപകരണമാണ്. പിന്നെ ഓരോ വാചകവും ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കുക. അല്ലേ? അങ്ങനെ ചെയ്യില്ലേ? അത് സത്യമാണോ? പോരെ? സംസാരിക്കുന്നയാളും കേൾവിക്കാരും ഒരേപോലെ തല കുലുക്കുമ്പോൾ കേൾവിക്കാരൻ പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുകയും പോസിറ്റീവ് ഫലം ഉണ്ടാകാനുള്ള വലിയ സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. തല കുലുക്കൽ കഴിവ് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ അതിനെ നിങ്ങളുടെ ശരീരഭാഷയിലെ സ്ഥിരാംശമാക്കാനും സാധിക്കും. തല കുലുക്കലിന്റെ രണ്ടാമത്തെ ഉപയോഗം സംഭാഷണത്തിന് തുടർച്ച നിലനിർത്തുന്നതാണ്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ ഒരു തുറന്ന ചോദ്യം ചോദിക്കുകയോ ഒരു പാലം ഉപയോഗിക്കുകയോ ചെയ്തു കേൾവിക്കാരൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഉത്തരം വരുമ്പോൾ തല കുലുക്കുക. അയാൾ സംസാരിച്ചു കഴിയുമ്പോഴും നിങ്ങളുടെ തല കുലുക്കൽ മറ്റൊരു 5 തവണ കൂടി സെക്കൻഡിൽ ഒരു കുലുക്കൽ എന്ന കണക്കിൽ തുടരുക. സാധാരണയായി നിങ്ങൾ 4 സെക്കൻഡുകൾ എണ്ണിക്കഴിയുമ്പോഴേക്കും കേൾവിക്കാരൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങൾ കൈ താടിക്കും കൊടുത്ത് എത്ര നേരം പിന്നോട്ട് ചാഞ്ഞിരിക്കുന്നുവോ അത്രയും നേരം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമ്മർദ്ദമില്ല. അങ്ങനെ നിങ്ങൾ ഒരു ചോദ്യം ചെയ്യുന്നതിനായി തോന്നുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കൈ താടിയിൽ വെച്ച് ചെറുതായി തട്ടിക്കൊണ്ടിരിക്കുക. ഈ ആംഗ്യങ്ങളുടെ പഠനം കാണിക്കുന്നത് അവ മറ്റുള്ളവരെ കൂടുതൽ സമയം സംസാരിക്കാൻ പ്രചോദിപ്പിക്കുമെന്നാണ്. കഴിവ് 3. ലഘുവായ പ്രചോദനങ്ങൾ.
മറ്റേയാൾ സംസാരിക്കുമ്പോൾ ലഘുവായ പ്രചോദനങ്ങൾ ഉപയോഗിച്ച് അയാളെ പ്രോത്സാഹിപ്പിക്കുക. അവ ഉൾപ്പെടുന്നത് അങ്ങനെയോ? ഓഹോ, ശരിക്കും? കൂടുതൽ പറയും. ലഘുവായ പ്രചോദനങ്ങൾക്ക് മറ്റേയാൾ നിങ്ങൾക്ക് തരുന്ന വിവരങ്ങൾ ഇരട്ടിയാക്കാൻ കഴിയും. ലഘുവായ പ്രചോദനങ്ങൾ തലകുലുക്കൽ തന്ത്രവും പാലങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസന്റേഷൻ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപകരണമാകും. കഴിവ് 4. കണ്ണുകൾ നിയന്ത്രിക്കുന്നത് എങ്ങനെ? ഗവേഷണത്തിൽ കാണിക്കുന്നത് മുഖാമുഖമുള്ള പ്രസന്റേഷനിൽ ഒരാളുടെ തലച്ചോറിലേക്ക് വിവരങ്ങൾ എത്തുന്നത് 87% കണ്ണുകളിലൂടെയും 9% ചെവികളിലൂടെയും 4% മറ്റിന്ദ്രിയങ്ങളിലൂടെയും ആണെന്നാണ്. ഉദാഹരണത്തിന്, ഒരു പ്രോസ്പെക്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദൃശ്യ പ്രസന്റേഷനിൽ നോക്കുകയാണ്. സന്ദേശം അയാൾ കാണുന്നതുമായി നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിൽ 9% സന്ദേശം മാത്രമേ അയാൾ ഉൾക്കൊള്ളുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വീടിന്റെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ കഥ പിന്തുടരുന്നില്ല. സന്ദേശം ദൃശ്യ പ്രസന്റേഷനുമായി ബന്ധമുള്ളതാണെങ്കിൽ അയാൾ നിങ്ങളെ നേരിട്ട് നോക്കാതെ ദൃശ്യ പ്രസന്റേഷനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 25% മുതൽ 30% വരെ സന്ദേശം മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ. പരമാവധി കണ്ണിന്റെ നിയന്ത്രണം നിലനിർത്താൻ നിങ്ങളുടെ പ്രസന്റേഷനിലേക്ക് ചൂണ്ടാൻ ഒരു പേന ഉപയോഗിക്കുക. അതേസമയം നിങ്ങളുടെ പ്രോസ്പെക്ട് കാണുന്നതിനെ വാക്കുകളാൽ വിവരിക്കുക. അടുത്തതായി പേന ദൃശ്യ സഹായിയിൽ നിന്നും അകലേക്ക് മാറ്റി അയാളുടെ കണ്ണുകൾക്കും നിങ്ങളുടെ കണ്ണുകൾക്കും ഇടയിൽ പിടിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ തല കുലുക്കിക്കൊണ്ടിരിക്കുക. പേനയുടെ മുകളിലൂടെ നിങ്ങളുടെ പ്രോസ്പെക്ടിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ കാണുന്നതിലേക്ക് മാത്രം ചൂണ്ടുക. ഇതിന് പ്രോസ്പെക്ടിന്റെ തല ഉയർത്താനുള്ള കാന്തിക ശക്തിയുണ്ട്. അപ്പോൾ അയാൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ പറയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യും. നിങ്ങളുടെ സന്ദേശത്തിന്റെ പരമാവധി പ്രഭാവം നേടാനും കഴിയും. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മറ്റേ കൈപ്പത്തി കാണാനാകുമെന്ന് ഉറപ്പാക്കി ഭീഷണിപ്പെടുത്താതെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുക. കഴിവ് 5. കണ്ണാടി കാഴ്ച. 2 പേർ പരസ്പരം മാനസികമായി പൊരുത്തപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ ശരീരങ്ങളും ഒരേപോലെയുള്ള അംഗവിന്യാസം ഏറ്റെടുത്തുകൊണ്ട് ഒരേ ആംഗ്യങ്ങളുടെ ശാരീരിക തുലനത്തിലെത്തുന്നു. ഈ പെരുമാറ്റത്തിന്റെ ഉപയോഗം പങ്കെടുക്കുന്നവർ തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും മത്സരം ഒഴിവാക്കാനും വേണ്ടിയാണ്. വാക്കുകളില്ലാതെ ഈ പെരുമാറ്റം പറയുന്നത് ഞാൻ നിങ്ങളെപ്പോലെയാണെന്നും നിങ്ങളെയും നിങ്ങളുടെ അഭിപ്രായത്തിനെയും സമ്മതിക്കുന്നു എന്നുമാണ്. മറ്റൊരാളുമായി ബന്ധത്തിലെത്താൻ പൊരുത്തം സ്ഥാപിക്കുന്നത് ഗർഭപാത്രത്തിൽ വെച്ച് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളും ഹൃദയമെടുപ്പും നമ്മുടെ അമ്മയുടേതുമായി താളത്തിലെത്തുമ്പോൾ തൊട്ടു തുടങ്ങുന്നു. അതുകൊണ്ടാണ് കണ്ണാടി കാഴ്ച നമ്മൾ സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയാവുന്നത്. തൽഫലമായി നമ്മളറിയാതെ തന്നെ നമുക്ക് ബന്ധമുള്ളയാളെ അനുകരിക്കുന്നു. ഈ ബിസിനസ് മീറ്റിംഗിലോ സാമൂഹ്യ പരിപാടികളിലോ ആളുകൾ മറ്റുള്ളവരുമായി ഇഴചേരുന്നത് കാണാൻ കഴിയും. ഇത് മറ്റൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ച ശേഷം ആളുകൾക്ക് പരസ്പരം ചായ തോന്നിക്കുന്നതും അതുകൊണ്ടാണ്. അവർ അപ്പോൾ അവരുടെ ചായകൾ ഒരു പട്ടികയും വാങ്ങിക്കും. പരസ്പരം അനുകരിക്കൽ. അടുത്ത ചിത്രത്തിൽ കാണുന്ന 2 പേർ കണ്ണാടി കാഴ്ച എങ്ങനെയായിരിക്കുമെന്ന് ഉദാഹരിക്കുന്നു. അവർ ഒരേപോലെയുള്ള സ്ഥിതിയിൽ നിൽക്കുന്നു. അവരുടെ ഗ്ലാസുകൾ ഒരേപോലെ പിടിച്ചുകൊണ്ട്. മിക്കവാറും ഒരേ ഡ്രിങ്ക് ആയിരിക്കും. അവർ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഒരേപോലെയാണ്. ഒരേ വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാകുക. ഒരാൾ കൈ കീശയിലിടുകയാണെങ്കിൽ മറ്റേയാൾ അനുകരിക്കുന്നു. മറ്റേയാൾ ശരീരഭാരം മറ്റേ കാലിലേക്ക് മാറ്റിയാൽ അയാളുടെ സുഹൃത്തും അങ്ങനെ ചെയ്യുന്നു. എത്രത്തോളം അവർ യോജിക്കുകയും ബന്ധം തുടരുകയും ചെയ്യുന്നുവോ അത്രത്തോളം കണ്ണാടി കാഴ്ച തുടരുന്നു. അനുകരണം അടുപ്പം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. കണ്ണാടി കാഴ്ചയുള്ള മറ്റേയാളെ അനായാസമാക്കുന്നു. ബന്ധം സ്ഥാപിക്കാനുള്ള ശക്തമായ ഉപകരണമാണിത്. സ്ലോ മോഷൻ വീഡിയോ ഉപയോഗിച്ചുള്ള സ്വയപരീക്ഷണം കാണിക്കുന്നത് ഇതിൽ ഒരേ സമയത്തുള്ള കണ്ണിച്ചിമ്മൽ, മൂക്ക് വിറപ്പിക്കൽ, പുരികമുയർത്ത തുടങ്ങി കൃഷ്ണമണി വികസിക്കുകയും ചുരുങ്ങുകയും പോലും സംഭവിക്കുമെന്നാണ്. ഈ സൂക്ഷ്മമായ ചേഷ്ടകൾ ബോധപൂർവം അനുകരിക്കാനാവില്ല എന്നതുകൊണ്ട് ഇത് വളരെ സവിശേഷമാണ്. നല്ല മനോഭാവം സൃഷ്ടിക്കൽ. അവരുടെ ശരീരഭാഷയും സംസാര രീതിയും അനുകരിക്കുന്നത് പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കാനുള്ള ഒന്നാന്തരം വഴിയാണ്. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഇരിക്കുന്ന രീതിയും അംഗവിന്യാസവും ശരീരത്തിന്റെ ചെരിവും ചേഷ്ടകളും ഭാവങ്ങളും ശബ്ദവും എല്ലാം അനുകരിക്കുക. അധികം വൈകാതെ തന്നെ അവർക്ക് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന എന്തോ ഉണ്ടെന്ന് തോന്നാൻ തുടങ്ങും. അവർ മിക്കവാറും നിങ്ങളെ ഇടപെടാൻ എളുപ്പമുള്ള ആളായി വിവരിക്കും. ഇതിന്റെ കാരണം അവർക്ക് അവരുടെ പ്രതിബിംബം നിങ്ങളെ കാണാനാവുന്നു എന്നതാണ്. അനുകരണം കൊണ്ട് അടുപ്പം സൃഷ്ടിക്കുന്നത്. ഒരു താക്കീത്. ഒരു പുതിയ കണ്ടുമുട്ടലിൽ വളരെ നേരത്തെ തന്നെ അനുകരണം തുടങ്ങരുത്. ഞാൻ ബോഡി ലാംഗ്വേജ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് കൊണ്ടും 100 മില്യൺ ആളുകൾ ടെലിവിഷൻ സീരീസും അതിന്റെ തുടർച്ചയായ ട്രെയിനിങ് വീഡിയോകളും കണ്ടിട്ടുള്ളത് കൊണ്ടും ധാരാളം ആളുകൾക്ക് കണ്ണാടി കാഴ്ച തന്ത്രത്തെപ്പറ്റി അറിയാവുന്നതാണ്. അനുകരണം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചുനേരം കാത്തിരിക്കുന്നതായിരിക്കും ബുദ്ധി. സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ണാടി കാഴ്ചയുടെ വ്യത്യാസങ്ങൾ. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തലച്ചോറുകൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനായി വ്യത്യസ്തമായ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
സ്ത്രീകൾ കൂടുതൽ മുഖഭാഗം ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാർ ശരീര ചലനങ്ങളും ചേഷ്ടകളും ഉപയോഗിക്കുന്നു. സാധാരണയായി ഒരു സ്ത്രീ ശ്രദ്ധിക്കുന്ന 10 സെക്കൻഡുകൾ പ്രതികരിക്കാനും സംസാരിക്കുന്ന ആളുടെ വികാരങ്ങളോട് അവളുടെ അഭിപ്രായം അറിയിക്കാനും ശരാശരി 6 മുഖഭാവങ്ങൾ ഉപയോഗിക്കും. അവളുടെ മുഖം സംസാരിക്കുന്നയാളുടെ വികാരങ്ങളെ അനുകരിക്കും. അത് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ചർച്ച ചെയ്യുന്ന കാര്യം 2 സ്ത്രീകൾക്കും ഒരേപോലെ സംഭവിക്കുന്നതാണെന്ന് തോന്നും. ഒരു സ്ത്രീ സംസാരിക്കുന്നയാളുടെ സ്വരവും ശരീരഭാഷയും ഉപയോഗിച്ച് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും അവൾ മനസ്സിലാക്കിയതിനെ ഈ വികാരങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സ്ത്രീയുടെ ശ്രദ്ധ നേടാനും അവൾ കേൾക്കുന്നത് തുടരാനും വേണ്ടി ഒരാൾ ചെയ്യേണ്ടതും അതാണ്. അധികം ആണുങ്ങളും ശ്രദ്ധിക്കുമ്പോൾ മുഖഭാവം കൊണ്ട് പ്രതികരിക്കുന്ന പ്രോസ്പെക്ടർമാരാൽ വീര്യം കെടാറുണ്ട്. പക്ഷെ അതിൽ മികവ് നേടുന്നവർ വലിയ ലാഭം നേടുകയും ചെയ്യും. ചില പുരുഷന്മാർ പറയും, ഞാൻ വിചിത്രനാണെന്ന് അവൾ കരുതും. പക്ഷേ ഗവേഷണങ്ങൾ പറയുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ വികാരങ്ങൾ അനുകരിക്കുമ്പോൾ അവൾ അയാളെ കൂടുതൽ ബുദ്ധിമാനായും താല്പര്യമുള്ളവനായും ആകർഷകനായും വിവരിക്കും എന്നതാണ്. സാധ്യതയുള്ള ആക്രമണത്തിൽ നിന്നും അകന്നു നിൽക്കാനായി പൊതു ഇടങ്ങളിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കുന്ന പരിണാമപരമായ ആവശ്യം കാരണം അധികം പുരുഷന്മാരും ശ്രദ്ധിക്കുമ്പോൾ പ്രതിമ പോലെ തോന്നിപ്പിക്കും. ഇത് പുരുഷന്മാരുടെ ശ്രദ്ധിക്കുന്ന രീതിയിലെ ലളിതമായ നോട്ടമാണ്. പക്ഷേ വാസ്തവം തമാശയെ തിരിച്ചറിയുമ്പോൾ അതിന് മൂർച്ചയുണ്ടാകും. ശ്രദ്ധിക്കുമ്പോൾ പുരുഷന്മാർ അണിയുന്ന വികാരങ്ങളില്ലാത്ത മുഖംമൂടി അയാളെ ആ അവസ്ഥയുടെ നിയന്ത്രണം കൈവശമാണെന്ന് തോന്നിപ്പിക്കുന്നു. പക്ഷേ അവർ വികാരങ്ങൾ അനുഭവിക്കുന്നില്ലെന്ന് അർത്ഥമില്ല. തലച്ചോറിന്റെ സ്കാനുകൾ വെളിപ്പെടുത്തുന്നത് പുരുഷന്മാർ സ്ത്രീകളെ പോലെ ശക്തമായ വികാരങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ പുറമെ പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കും. ഒരു പുരുഷന്റെ പെരുമാറ്റത്തിനെ അനുകരിക്കുന്നതിനുള്ള താക്കോൽ അയാൾ നിലപാടുകൾ അറിയിക്കുന്നത് ശരീരം ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കുന്നതാണ്, മുഖം ഉപയോഗിച്ചല്ല. ഏകദേശം എല്ലാ സ്ത്രീകൾക്കും മുഖഭാവങ്ങളില്ലാതെ പുരുഷനെ അനുകരിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ അതിനും ഫലമുണ്ടാകും. നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ മുഖഭാവങ്ങൾ കുറച്ചുകൊണ്ട് അമിതമായി ആവേശപ്പെടുന്നതായോ ഭയപ്പെടുത്തുന്ന തരത്തിലായോ തോന്നിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായി അയാൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അനുകരിക്കാതിരിക്കുക. നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയെങ്കിൽ അത് നാശകരമായിരിക്കും. നിങ്ങൾ അലസയെന്നോ ശ്രദ്ധയില്ലാത്തതെന്നോ കരുതപ്പെടാൻ അത് കാരണമായിരിക്കും. ശ്രദ്ധിക്കുമ്പോൾ ഗൗരവമുള്ള മുഖം ഉപയോഗിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർ ബുദ്ധിമതികളെന്നും വിവേകശാലികളെന്നും അറിവുള്ളവരെന്നും വിവരിക്കുന്നു. കഴിവ് 6. ഗതിവേഗം. ഈണം, സ്വരഭേദങ്ങൾ, സംസാരിക്കുന്നതിന്റെ വേഗത എന്നിവയും അനുകരിക്കലിൽ ഇഴകിച്ചേർന്ന് പരസ്പര വിശ്വാസവും ബന്ധം സ്ഥാപിക്കുന്നത് സാധ്യമാകുന്നു. ഇതിനെയാണ് ഗതിവേഗം എന്ന് പറയുന്നത്. ഇത് 2 പേർ ചേർന്ന് പാട്ട് പാടുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഒരു പ്രഭാഷകൻ അയാളുടെ കൈകൾ കൊണ്ട് സമയത്തിനെ തോൽപ്പിക്കുമ്പോൾ ശ്രോതാവ് തലയാട്ടിക്കൊണ്ട് അതേ ലയത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കാണാം. സമയം കടന്നു പോകുന്തോറും ബന്ധം വളരുമ്പോൾ പ്രധാന ശരീരഭാഷയുടെ നിലകളുടെ അനുകരണം കുറയുകയും ഓരോരുത്തരും മറ്റേയാളുടെ നിലപാടുകൾ മുൻകൂട്ടി അറിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരുടെ ഗതിവേഗത്തിനൊത്തു നീങ്ങുന്നത് പിന്നെ ബന്ധം നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട മാധ്യമമായി തീരുന്നു. അവരിനേക്കാൾ വേഗത്തിൽ ഒരിക്കലും സംസാരിക്കരുത്. പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ആളുകൾക്ക് ആരെങ്കിലും അവരെക്കാൾ വേഗത്തിൽ സംസാരിക്കുന്നത് സമ്മർദ്ദമുണ്ടാക്കുന്നു അഭിപ്രായമുണ്ടെന്നാണ്. ഒരാളുടെ സംസാരത്തിന്റെ വേഗത അയാളുടെ തലച്ചോറ് വിവരങ്ങൾ മനനം ചെയ്യുന്നതിന്റെ വേഗത കാണിക്കുന്നു. അപരന്റെ വേഗതയിലോ അല്ലെങ്കിൽ അല്പം പതുക്കെയോ സംസാരിച്ചുകൊണ്ട് അവരുടെ ഈണവും സ്വരഭേദവും അനുകരിക്കുക. ടെലിഫോണിലൂടെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ ഗതിവേഗം വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ഒരേ ഒരു മാധ്യമം ശബ്ദമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഭാഗം 4. പോസിറ്റീവ് അഭിപ്രായം നേടാനുള്ള 6 മികച്ച തന്ത്രങ്ങൾ. ആദ്യത്തെ നല്ല അഭിപ്രായം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കില്ല. നിങ്ങളുടെ മുത്തശ്ശി ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റിയുള്ള 90% അഭിപ്രായവും മെനഞ്ഞെടുക്കാൻ 4 മിനിറ്റുകളിൽ കുറഞ്ഞ സമയമേ എടുക്കുകയുള്ളൂ. എന്നറിയാൻ അവർക്ക് ആധുനിക കമ്പ്യൂട്ടർ ഒന്നും ആവശ്യമായി വരില്ല. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പ്രായം, വരുമാനം, വിദ്യാഭ്യാസം, അധികാരം, സൗഹാർദ്ദം, വിശ്വസനീയത എന്നിങ്ങനെ 25 വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ടാവും. ഒരു ഗ്യാരണ്ടിക്കായി നിർബന്ധം പിടിക്കുന്നതിന് മുമ്പ് അവർ നിങ്ങൾക്ക് എത്ര പണം നൽകാമെന്ന് പോലും തീരുമാനിച്ചിരിക്കും. ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിയന്ത്രണം നേടാൻ പറ്റിയ 4 കാര്യങ്ങളുണ്ട്. അവയാണ് ഹസ്തദാനം, പുഞ്ചിരി, വസ്ത്രം, വ്യക്തിപരമായ അകലം എന്നിവ. തന്ത്രം 1. കൈപ്പത്തിയുടെ കരുത്ത്. നിങ്ങളുടെ വളരെ ശക്തമായതും പക്ഷെ കുറച്ചു മാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതുമായ ശരീരഭാഷ
അടയാളമാണ് കൈപ്പത്തിയുടെ ഉപയോഗം. ശരിയായി ഉപയോഗിക്കുമ്പോൾ കൈപ്പത്തിയുടെ കരുത്ത് അത് ഉപയോഗിക്കുന്നയാളിൽ ആധികാരികതയും നിശബ്ദമായ ആജ്ഞാശേഷിയും നിക്ഷേപിക്കുന്നു. 3 പ്രധാന കൈ ആംഗ്യങ്ങളാണുള്ളത്: കൈപ്പത്തി മലർത്തുക, കൈപ്പത്തി കമിഴ്ത്തുക, കൈപ്പത്തി ചുരുട്ടി വിരൽ ചൂണ്ടുക എന്നിവയാണവ. ഓരോ അവസ്ഥയിലും കരുത്ത് ഈ ഉദാഹരണത്തിൽ കാണിക്കുന്നു. നിങ്ങൾ ഒരാളോട് മുറിയുടെ വേറൊരു ഭാഗത്തേക്ക് മാറാൻ ആവശ്യപ്പെടുകയാണെന്ന് കരുതുക. നിങ്ങൾ ഒരേ സ്വരവും വാക്കുകളും മുഖഭാവങ്ങളുമാണ് ഉപയോഗിക്കുകയെന്നും കൈപ്പത്തിയുടെ അവസ്ഥ മാത്രം മാറുന്നെന്നും നമുക്ക് കരുതാം. കൈപ്പത്തി മലർത്തുന്നത് ഭീഷണിയില്ലാത്ത ആംഗ്യമാണ്. മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നയാൾക്ക് ആ അപേക്ഷയിൽ അപായം തോന്നുകയില്ല. ഈ ആംഗ്യം ഗുഹാമനുഷ്യർ ആയുധങ്ങളൊന്നും ഇല്ലെന്ന് അറിയിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. നിങ്ങളുടെ കൈപ്പത്തി കമഴ്ത്തിയ നിലയിലായിരിക്കുമ്പോൾ നിങ്ങൾ അധികാരം പ്രയോഗിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആൾക്ക് ആജ്ഞാപിക്കപ്പെട്ടതായി തോന്നുകയും നിങ്ങളോട് ശത്രുത തോന്നുകയും ചെയ്യാം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് അവകാശം സ്ഥാപിക്കാനുള്ള അവകാശം ഇല്ലെന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ. നിങ്ങൾ ഒരു പ്രസന്റേഷൻ തുടർച്ചയായി കൈപ്പത്തി കമഴ്ത്തിയാണെങ്കിൽ സദസ്സ് നിങ്ങളെ തിരസ്കരിക്കാൻ സാധ്യതയുണ്ട്. വിരലിന്റെ ഉപയോഗം പ്രഭാഷകൻ അയാളുടെ ശ്രോതാവിനെ കീഴ്പ്പെടുത്തുന്നതായ ആലങ്കാരികമായ സൂചനയാവുന്നു. ചൂണ്ടിയ വിരൽ ഒരു പ്രഭാഷകന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന ആംഗ്യങ്ങളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് അത് പ്രഭാഷകന്റെ വാക്കുകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ. കൈപ്പത്തി മലർത്തുന്നതിനും ചൂണ്ടിയ വിരലിലും നടത്തിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഈ ആംഗ്യങ്ങളുടെ ഉപയോഗം ശ്രോതാക്കൾ പ്രകോപനപരവും നിർബന്ധിക്കുന്നതും അസംതൃപ്തവും ധിക്കാരവുമായി കണക്കാക്കുന്നുവെന്നാണ്. മാത്രമല്ല, പ്രഭാഷകൻ പറഞ്ഞതിൽ വളരെ കുറച്ച് അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയുമുള്ളൂ. ഇതിന്റെ കാരണം ശ്രോതാവ് വിവരങ്ങളിൽ ശ്രദ്ധിക്കാതെ പ്രഭാഷകന്റെ പെരുമാറ്റത്തിനെ കുറിച്ച് വിധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് വിരൽ ചൂണ്ടുന്നത് ഒരു ശീലമാണെങ്കിൽ കൈപ്പത്തി മലർത്തലും കൈപ്പത്തി കമിഴ്ത്തലും പരിശീലിക്കാൻ ശ്രമിക്കുക. ഈ അവസ്ഥകളുടെ ഒത്തുചേരൽ വളരെ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും നിങ്ങളുടെ ശ്രോതാക്കളിൽ കൂടുതൽ പോസിറ്റീവായ അഭിപ്രായം ഉളവാക്കുകയും ചെയ്യും. തന്ത്രം 2. ഹസ്തദാനം. ഹസ്തദാനം ഗുഹാമനുഷ്യരുടെ കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ്. ഗുഹാമനുഷ്യർ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവർ കൈകൾ നീട്ടി കൈപ്പത്തി വിടർത്തി ആയുധങ്ങൾ പിടിച്ചിട്ടില്ലെന്നോ ഒളിപ്പിച്ചിട്ടില്ലെന്നോ കാണിക്കുന്നു. ഈ കൈകൾ കാണിക്കുന്ന ആംഗ്യം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഒരു കൈ മാത്രം ഉയർത്തുന്ന രീതിയിലേക്കും കൈ നെഞ്ചത്ത് വയ്ക്കുന്ന രീതിയിലേക്കും മറ്റ് ചില വകഭേദങ്ങളിലേക്കും നവീകരിക്കപ്പെട്ടു. ഈ പ്രാചീന ആശംസാ ചടങ്ങിന്റെ ആധുനിക രൂപമാണ് കൈ കുലുക്കുന്നതും. അതും ഏഷ്യൻ രാജ്യങ്ങളിൽ അല്ലാത്തവയിൽ ആദ്യത്തെ ആശംസയിലും വിട പറയുമ്പോഴും പ്രയോഗിക്കപ്പെടുന്നു. കൈകൾ സാധാരണ 3 മുതൽ 7 തവണ വരെ കുലുക്കപ്പെടുന്നു. കൈപ്പത്തി മലർത്തലും കൈപ്പത്തി കമിഴ്ത്തലും നൽകുന്ന സ്വാധീനത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് വെച്ച് ഈ അവസ്ഥകൾക്ക് ഹസ്തദാനത്തിൽ ഉള്ള പ്രസക്തി പരിശോധിക്കാം. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയെ ഹസ്തദാനം കൊണ്ട് ആശംസിച്ചിട്ടേ ഉള്ളൂ എന്ന് കരുതുക. അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന 3 അടിസ്ഥാനപരമായ പെരുമാറ്റങ്ങൾ ഇവയാണ്. 1. ആധിപത്യം. ഈ മനുഷ്യൻ എന്നിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. 2. കീഴടങ്ങൽ. എനിക്ക് ഈ മനുഷ്യനെ ഭരിക്കാൻ സാധിക്കും. എനിക്ക് വേണ്ടതെല്ലാം ഇയാൾ ചെയ്യും. 3. സമത്വം. എനിക്ക് ഈ മനുഷ്യനെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ തുടരും. ഈ മനോഭാവങ്ങൾ മനഃപൂർവ്വം അല്ലാതെ കൈമാറപ്പെടുന്നതാണ്. ആധിപത്യം പകർന്നു കൊടുക്കപ്പെടുന്നതും നിങ്ങൾ കൈപ്പത്തി കമിഴ്ത്തിയ നിലയിൽ ഹസ്തദാനം ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ കൈ നേരിട്ട് താഴേക്ക് അഭിമുഖമാണെന്നില്ല, പക്ഷെ മറ്റേയാളുടെ കൈപ്പത്തിയെ അപേക്ഷിച്ച് കമിഴ്ത്തിയ നിലയിലാണെങ്കിൽ നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കണം എന്ന് പറയുകയാണ്. 54 വിജയികളായ സീനിയർ മാനേജ്മെന്റ് ആളുകളെ പഠിച്ചതിൽ 44 പേർ ഹസ്തദാനം ചെയ്യാൻ മുൻകൈ എടുത്തെന്ന് മാത്രമല്ല, അവരെല്ലാവരും ആധിപത്യത്തിന്റെ ഹസ്തദാനമാണ് ഉപയോഗിച്ചത്. ഈ ഹസ്തദാന ശൈലി ബന്ധം സ്ഥാപിക്കുന്നതിന് നല്ലതല്ല, കാരണം അത് മിക്കവാറും പേരെ ഭീഷണിപ്പെടുത്തുന്നതാണ്. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് പുരുഷന്മാരാണ്. നായകൾ കടന്നു കയറ്റക്കാരോടുള്ള കീഴ്പ്പെടുത്തൽ പിൻഭാഗം വളച്ച് തൊണ്ട തുറന്ന് കാണിക്കുന്നത് പോലെ നമ്മൾ മനുഷ്യർ കൈപ്പത്തി ഉയർത്തിയ ആംഗ്യം ഉപയോഗിച്ച് കീഴടങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ആധിപത്യപരമായ ഹസ്തദാനത്തിന്റെ വിപരീതം കൈപ്പത്തി മുകളിലേക്ക് ഉയർത്തി കൈ കൊടുക്കുന്നതാണ്. ഇത് മറ്റൊരാൾക്ക് നിയന്ത്രണം കൊടുക്കണമെങ്കിലോ അയാൾക്ക് നിയന്ത്രണം ഉണ്ടെന്ന് തോന്നിപ്പിക്കണമെങ്കിലോ ഉപയോഗിക്കാവുന്ന ഫലപ്രദമായ രീതിയാണ്. നിങ്ങളെ അധൈര്യപ്പെടുത്താവുന്നതാണെന്ന് ഇത് പറയുന്നുണ്ട്. ഹസ്തദാനത്തിലൂടെ ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെ?
ഹസ്തദാനത്തിലൂടെ ബന്ധം സ്ഥാപിക്കുന്നതിന് 2 നിയമങ്ങളാണുള്ളത്. ആദ്യത്തേത് കൈപ്പത്തി നേരെ പിടിക്കുക, ആധിപത്യമോ കീഴടങ്ങലോ അല്ല, മറിച്ച് സമത്വത്തിൽ അതെല്ലാവരെയും സമാധാനപ്പെടുത്തുന്നതും ഭീഷണിയില്ലാത്തതുമാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ മർദ്ദം തിരിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ 10 പേരടങ്ങുന്ന ഒരു സംഘത്തിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മർദ്ദം പലതവണ മാറ്റേണ്ടി വരികയും കൈക്കുഴ പല രീതിയിൽ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. ഈ ഹസ്തദാന രീതിയിൽ വിജയികളോ പരാജിതരോ ഇല്ലെന്ന് മാത്രമല്ല, ആർക്കും അധൈര്യം ഉണ്ടായിരിക്കുകയുമില്ല. ഇതെല്ലാവരും പുതിയ ആശയങ്ങൾ തുറന്നു പറയാനും പരസ്പരം അളക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും. ഒഴിവാക്കേണ്ട ഹസ്തദാനം: 2 കൈയും ഉപയോഗിച്ച് പുതിയ ആളുകളെ ആശംസിക്കാതിരിക്കുക. അത് സ്വാഗതം ചെയ്യുന്നതിൽ ഊഷ്മളതയും വിശ്വാസവും നൽകുമെങ്കിലും സ്വീകരിക്കുന്നയാൾക്ക് അത് വിപരീതമായിട്ടായിരിക്കും തോന്നുക. അവർ ഹസ്തദാനം നൽകുന്നയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനും കാപട്യക്കാരനും ഗൂഢോദ്ദേശികൾ ഉള്ളവനുമായി കണക്കാക്കും. എപ്പോഴും ഒരു കൈകൊണ്ട് മാത്രം ഹസ്തദാനം ചെയ്യുക. തന്ത്രം 3, ഇടത് കൈ പിടിക്കൽ. ഈ തന്ത്രം ആദ്യം സ്വാഭാവികമായി തോന്നുമെങ്കിലും ചിലർ അതിന് ശ്രദ്ധ കൊടുക്കാറില്ല. ഫോൾഡറുകളും പേപ്പറുകളും ബ്രീഫ് കേസുകളും പേഴ്സുകളും ഡ്രിങ്കുകളും നിങ്ങളുടെ ഇടത് കൈയിൽ പിടിച്ച് ശീലിക്കുക. നമ്മൾ പരസ്പരം ആശംസിക്കുന്നത് വലത് കൈ ഉപയോഗിച്ചാണ്. നമ്മളിലധികം പേരും വാതിൽ തുറക്കുന്നതും കസേര നീക്കുന്നതും യാത്രയ്ക്ക് അയക്കുന്നതും വലത് കൈ ഉപയോഗിച്ചായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ വലത് കൈയിൽ ഒരു തണുത്ത പാനീയമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇടത് കൈയിലേക്ക് മാറ്റാൻ നിർബന്ധിതനാകും. അത് നിങ്ങൾ വിജയകരമായി ചെയ്താലും മറ്റുള്ളവരുടെ ഷൂകളിൽ തുളുമ്പിയില്ലെങ്കിലും പുതിയതായി വന്നയാൾക്ക് നിങ്ങളുടെ തണുത്ത ഈർപ്പമുള്ള ആ കൈയായിരിക്കും ലഭിക്കുക. അത് നിങ്ങളോടുള്ള അവരുടെ ആദ്യത്തെ അഭിപ്രായം തണുത്തതും ഈർപ്പമുള്ളതും നൈരാശ്യമുള്ളതുമാക്കും. നിങ്ങളുടെ വലത് കൈയിൽ ഡോക്യുമെന്റുകൾ പിടിക്കുകയും വാതിൽ തുറക്കാനായോ ഒരു കസേര വലിച്ചിടാനായോ ഒരു ഹസ്തദാനം ചെയ്യാനായോ കൈമാറുമ്പോൾ നിങ്ങൾ ഡോക്യുമെന്റുകൾ താഴെയിടാനും പരിഹാസമാകാനും സാധ്യതയുണ്ട്. തന്ത്രം 4, പുഞ്ചിരിയുടെ കരുത്ത്. കടിക്കാനല്ലാതെ ചുണ്ടുകൾ ഇരുവശത്തേക്കും വലിക്കുന്ന ഒരേ ഒരു മൃഗമാണ് മനുഷ്യൻ. പുഞ്ചിരിക്ക് പ്രീതിപ്പെടുത്തുന്നതിന്റെ ഒരു ഉത്ഭവമുണ്ട്. കുരങ്ങന്മാരും ചിമ്പാൻസികളും അതിനെ അവർ ഭീഷണിയില്ലെന്ന് കാണിക്കാനായി ഉപയോഗിക്കുന്നു. പുഞ്ചിരി ഒരു പ്രാചീനമായ പ്രീതിപ്പെടുത്തൽ സൂചനയാണ്. പുതിയ ആളുകളുമായി 2 കൈകൾ കൊണ്ട് ഹസ്തദാനം ചെയ്യാതിരിക്കുക. ഈ ചർച്ചയെക്കുറിച്ചുള്ള നമ്മുടെ ഗവേഷണം കാണിക്കുന്നത് നിങ്ങൾ എത്ര കൂടുതൽ തവണ അത് ഉപയോഗിക്കുന്നുവോ മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവർ കൂടുതൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുകയും നിങ്ങളെ സ്പർശിക്കാനുള്ള സാധ്യത കൂടുകയും നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യും. മറ്റു വാക്കുകളിൽ, പുഞ്ചിരി നിങ്ങളുടെ ബിസിനസ്സിനും വ്യക്തി ജീവിതത്തിനും നല്ലതാണ്, കാരണം നിങ്ങൾ ഒരു ഭീഷണിയല്ലെന്ന് അത് മറ്റുള്ളവരെ അറിയിക്കുന്നു. തന്ത്രം 5, സ്ഥല ബഹുമാനം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന് ചുറ്റും വ്യക്തിപരമായ ഇടം എന്നറിയപ്പെടുന്ന കുറച്ച് സ്ഥലം കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ വീതി, ജനസംഖ്യയ്ക്കനുസരിച്ച് ഒരാൾ ഏത് സംസ്കാരത്തിൽ നിന്നുള്ളയാളാണോ എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, മധ്യവർഗ ഇംഗ്ലീഷ് കുടുംബങ്ങളിൽ വളർന്ന ആളുകൾക്ക് ഏതാണ്ട് 46 സെന്റിമീറ്റർ ഇടമാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഭീഷണിയില്ലാത്തതോ സാമൂഹികമായതോ ആയ അവസരത്തിൽ അവർ 1 മീറ്റർ അകലം പാലിച്ചു നിൽക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന മിക്കവാറും നഗരങ്ങളിലെ അകലം പാലിക്കലാണ്. യൂറോപ്പിലെ കുറേ ഭാഗങ്ങളിൽ, മെഡിറ്ററേനിയനിലും സൗത്ത് അമേരിക്കയിലും തദ്ദേശീയർക്ക് ആവശ്യമാകുന്ന വ്യക്തിപരമായ അകലം കുറഞ്ഞ 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് അർത്ഥമാക്കുന്ന അവർ പടിഞ്ഞാറൻ ദേശക്കാരുമായി കൂടുതൽ അടുത്ത് നിൽക്കുകയും തള്ളിക്കയറുന്നവരുമായി കയറുന്നവരായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ചിത്രം 2ൽ 2 പേരും മെഡിറ്ററേനിയൻ പ്രദേശക്കാരാണെങ്കിൽ അവർക്കിരുവർക്കും ഈ അകലത്തിൽ സൗകര്യം തോന്നിയുള്ളൂ. പക്ഷെ ഒരാൾ ലണ്ടനിൽ നിന്നും മറ്റാൾ റോമിൽ നിന്നുമാണെങ്കിൽ ലണ്ടൻകാരന് മിക്കവാറും അത് ഗാഢ സൗഹൃദപൂർവമോ അക്രമോത്സവമോ ആയ മുന്നേറ്റത്തിന് ശ്രമിക്കുന്നതായിട്ട് തോന്നിയുള്ളൂ. നിങ്ങൾ ആരോടെങ്കിലും വളരെ അടുത്ത് നിൽക്കുകയും നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഓരോ തവണയും അയാൾ പിന്നിലേക്ക് നീങ്ങുകയുമാണെങ്കിൽ നിങ്ങൾ അകലം പാലിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള പ്രേരണ തടയുക. അവർക്ക് സൗകര്യപ്രദമായ അകലം എത്രയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. സ്പർശിക്കുന്ന വിഷയം. ഇംഗ്ലീഷ് സംസാര ഭാഷയല്ലാത്ത രാജ്യങ്ങളിലെ സംസ്കാരങ്ങൾ വളരെ തെളിഞ്ഞതും സ്പർശിക്കുന്നതുമായിരിക്കും. ഇത് തുടർന്നുള്ള സംഭാഷണങ്ങളെ വിഷമകരമാക്കുകയും ചെയ്യും. ഇത്തരം അവസരങ്ങളിൽ ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങൾ ലളിതമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്പർശനങ്ങളുടെ ആവൃത്തി അനുകരിക്കുക. ആ വ്യക്തി നിങ്ങളെ സ്പർശിക്കുന്നില്ലെങ്കിൽ അവരെ വെറുതെ വിടുക. സ്പർശിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇറ്റാലിയൻ, ഫ്രഞ്ച് പോലുള്ളവർ തുടർച്ചയായി നിങ്ങളെ സ്പർശിക്കുന്നവരായിരിക്കും. നിങ്ങൾ തിരിച്ചും സ്പർശിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമായില്ലെന്ന് തോന്നാനിടവരും. തന്ത്രം 6, വിജയത്തിനായി വസ്ത്രം ധരിക്കുക. വസ്ത്രങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് 90% മൂടുകയും മറ്റുള്ളവരിൽ നിങ്ങളുടെ വിശ്വസനീയത, വൈദഗ്ധ്യം, അധികാരം, സാമൂഹ്യ വിജയം, ബിസിനസ് നില എന്നിവയെക്കുറിച്ച് ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. ഈ അധ്യായത്തിൽ വസ്ത്രധാരണത്തിന്റെ ഓരോ ഘടകവും വിശകലനം ചെയ്യുന്നില്ലെങ്കിലും ശരിയായ വസ്ത്രങ്ങൾക്ക് ആയുള്ള സൂത്രവാക്യം ഞാനിവിടെ തരാം.
ഇക്കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് തെറ്റ് സംഭവിക്കുക. കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ വിശാലമായ സ്റ്റൈലുകളും നിറങ്ങളും ഡിസൈനുകളും ലഭ്യമാണ്. എന്നിരുന്നാലും മിക്കവാറും പുരുഷന്മാർക്കും ചുരുങ്ങിയ തിരഞ്ഞെടുപ്പുകളും വസ്ത്രങ്ങളുമേ ഉണ്ടാവുകയുള്ളൂ. എന്നതിന് മിക്കവാറും പേർക്കും തലച്ചോറ് ശരിയായ പാറ്റേണുകളും ഡിസൈനുകളും തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക ഇടങ്ങൾ ഉണ്ടാകുകയില്ല. 8 പുരുഷന്മാർ ഒരാൾക്ക് ചുവപ്പ്, നീല അല്ലെങ്കിൽ പച്ച നിറങ്ങളോട് വർണ്ണാതീതയും കാണും. ഒറ്റയ്ക്കൊരു പുരുഷനും സർക്കസ് കോമാളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പരിഹാസ്യമായ വേഷം ധരിക്കുമ്പോൾ കോമാളിയും തിരിച്ചറിയും. ഉചിതമായ ബിസിനസ് വസ്ത്രങ്ങളുടെ രഹസ്യം ഈ ചോദ്യത്തിന് ഉത്തരമാണ്. നിങ്ങളുടെ പ്രോസ്പെക്ട് നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസനീയമായും ഇഷ്ടം തോന്നിക്കുന്ന വിധവും ആധികാരികതയുടെയും വിവേകശാലിയായും വിജയിയായും അടുക്കാൻ കൊള്ളാവുന്ന ആളുമായി പ്രത്യക്ഷപ്പെടണമെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കും? ഏത് സ്യൂട്ട്, ഷർട്ട്, ബ്ലൗസ്, ടൈ, സ്കേർട്ട്, ഷൂ, വാച്ച്, മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ ആയിരിക്കും നിങ്ങൾ അണിയുക? അവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല. ഓർക്കുക, നിങ്ങളുടെ പ്രോസ്പെക്ടിന്റെ അഭിപ്രായം പ്രധാനമായതുകൊണ്ട് അവനോ അവൾക്കോ വേണ്ടി വസ്ത്രം ധരിക്കുക. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വസ്ത്രങ്ങൾക്ക് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റമുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പ്രദേശത്ത് വിജയിയായ ഒരാളുടെ വസ്ത്രധാരണത്തിന് ഒരു നിലവാരമുണ്ടായിരിക്കും. പക്ഷെ റിച്ചാർഡ് ബ്രാൻസണും ബിൽ ഗേറ്റ്സും എങ്ങനെ? ചിലർ ചോദിക്കും. അവർ കാറ്റാടി മരത്തിൽ നിന്നും ഇറങ്ങി വന്നതുപോലെ വസ്ത്രം ധരിക്കും. അവരെല്ലാം വ്യത്യസ്തരാണ്, നിയമമല്ല. നമ്മളെല്ലാവരും അവരെ പോലെ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും നമ്മളെ വിശ്വസിക്കാനും പിന്തുടരാനും ബുദ്ധിമുട്ട് തോന്നും. ഏറ്റവും വിജയിച്ചവരായ ബിസിനസ്സുകാരെയും നേതാക്കളെ നിരത്തി നിർത്തിയാണെങ്കിൽ അവർ വസ്ത്രം ധരിക്കുന്നതിൽ ഒരു നിലവാരം ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കാൻ കഴിയും. അതാണ് പിന്തുടരാൻ പറ്റിയ സുരക്ഷിതമായ നിലവാരം. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരവും സൗകര്യത്തിനും വസ്ത്രം ധരിച്ച് സ്വയം വികലമാകാതിരിക്കുക. നിങ്ങളുടെ പ്രോസ്പെക്ടിന്റെ പ്രീതികൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കുക. നിങ്ങളുടെ പ്രോസ്പെക്ടിനെ പോലെ വസ്ത്രം ധരിക്കുന്നത് അവരെ സുഖാവസ്ഥയിലെത്തിക്കും. പക്ഷേ അവർ നിങ്ങളെ പിന്തുടർന്ന് കൊള്ളണമെന്നില്ല. ഭാഗം 5. ശരീരഭാഷ സൂചനകൾ എങ്ങനെ വായിച്ചെടുക്കുക. അവന്റെയോ അവളുടെയോ പെരുമാറ്റത്തിൽ നിന്നും ഒരാളുടെ നിലപാട് വായിച്ചെടുക്കാൻ കഴിയുമെന്ന കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ 1976 ബോഡി ലാംഗ്വേജ് എഴുതിയപ്പോൾ അത് ലോകത്തിനെ സ്വാധീനിക്കുമെന്നോ 33 ഭാഷകളിലായി 4 മില്യൺ കോപ്പികളിൽ കൂടുതൽ വിറ്റഴിക്കപ്പെടുമെന്നോ അറിയില്ലായിരുന്നു. നമ്മുടെ സ്വന്തം ശരീരഭാഷാ ഗവേഷണവും പിന്നീടുണ്ടായ എണ്ണമറ്റ പഠനങ്ങളും കാണിക്കുന്നത് മുഖാമുഖമുള്ള പ്രസന്റേഷനുകളിൽ നിങ്ങളുടെ സന്ദേശത്തിന് കേൾവിക്കാരനിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനം താഴെ പറയും വിധമാണ്. വാക്കുകൾ മൊത്തം സ്വാധീനത്തിന്റെ 7 മുതൽ 10%. ശബ്ദം മൊത്തം സ്വാധീനത്തിന്റെ 20 മുതൽ 30%. ശരീരഭാഷ മൊത്തം സ്വാധീനത്തിന്റെ 60 മുതൽ 80%. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ നോട്ടം, ചേഷ്ടകൾ, പുഞ്ചിരി, വസ്ത്രം, ചലനങ്ങൾ എന്നിവയ്ക്ക് നിങ്ങളോടുള്ള അവരുടെ നിലപാടിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ്. നിങ്ങൾ പറയുന്ന രീതി ഉപയോഗിക്കുന്ന വാക്കുകളേക്കാൾ 3 മടങ്ങ് പ്രധാനപ്പെട്ടതാണ്. വായനയുടെ 3 നിയമങ്ങൾ. നിയമം 1. ഗണങ്ങൾ വായിക്കുന്നത്. ഏത് ഭാഷയും പോലെ ശരീരഭാഷയിലും വാക്കുകൾ, വാചകങ്ങൾ, ശൈലികൾ, ചിഹ്നങ്ങൾ എന്നിവയുണ്ട്. ഓരോ ചേഷ്ടയും ഒരു വാക്ക് പോലെയാണ്. അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളും ഉണ്ടാവും. വാക്കുകളെ മറ്റു വാക്കുകളുടെ കൂടെ ഒരു വാചകത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാകുക. വാചകങ്ങളിൽ വരുന്ന ചേഷ്ടകളെ ഗണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഒറ്റയ്ക്കുള്ള ഒരു ചേഷ്ടയെ ഒരിക്കലും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഉദാഹരണത്തിന്, തല ചൊറിയുന്നതിന് ഒന്നിലധികം കാര്യങ്ങൾ സൂചിപ്പിക്കാം. താരൻ, വിയർപ്പ്, അനിശ്ചിതത്വം, മറവി, കള്ളം പറയൽ അതേസമയം ഉണ്ടാകുന്ന മറ്റു ചേഷ്ടകളെ ആധാരമാക്കി. ശരിയായ വായനയ്ക്ക് എപ്പോഴും ഗണമായുള്ള ചേഷ്ടകളെ കുറഞ്ഞത് 3 എണ്ണമുള്ള കൂട്ടമായി കാണുക. വിമർശനം. 1. വിമർശനാത്മകമായ വിശകലനത്തിന്റെ ഗണം. ചിത്രം 3-ൽ കാണുന്നത് ഒരു മാതൃകാപരമായ നിർണായക വിശകലന ഗണമാണ്. കൈപ്പത്തി, ശരീരത്തിന് കുറുകെ കൈമുഖത്ത്, തള്ളവിരൽ, താടിയിൽ, കാലിന് മുകളിൽ കാൽ, സുളിഞ്ഞ പുരുകങ്ങൾ. ഒറ്റക്കുള്ള ചേഷ്ട ഒരിക്കലും വായിക്കാൻ ശ്രമിക്കരുത്. അത് വെറുതെ മൂക്ക് ചൊറിയുന്നതാകാം. പുസ്തകത്തിന്റെ ഈ ഭാഗത്ത് നമ്മൾ ചേഷ്ടകൾ ഒറ്റയ്ക്കായി വിശകലനം ചെയ്യുന്നുണ്ട്. പക്ഷെ സാധാരണ നിലയിൽ അവ അങ്ങനെയായിരിക്കില്ല. അവ ഗണങ്ങളായാണ് വരിക. നിയമം 2. സാഹചര്യം പരിഗണിക്കുക. ചേഷ്ടകളുടെ ഗണങ്ങൾ അവ സംഭവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് വിശകലനം ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, ഒരാൾ ബസ് ടെർമിനലിൽ 2 കൈകളും കാലുകളും മുറുകെ ചേർത്ത് പിടിച്ച് താഴേക്കായി ഇരിക്കുന്നു. അതൊരു തണുപ്പുള്ള ദിവസമാണ്. അതിനർത്ഥം അയാൾ അല്ലെങ്കിൽ അവൾ തണുത്ത വൃത്തിയാണ്, പ്രതിരോധിക്കുകയല്ല. എന്നാൽ നിങ്ങളുടെ മേശയ്ക്ക് എതിർവശത്തിരുന്ന് അതേ വ്യക്തി ആ ആശയം വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അതേ ചേഷ്ടകൾ ആ വ്യക്തി പ്രതിരോധത്തിലാണെന്നോ വിപരീത ഭാവത്തിലാണെന്നോ ശരിയായി വായിച്ചെടുക്കാവുന്നതാണ്. നിയമം 3. സാംസ്കാരിക വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുക്കുക. ഒരു ചേഷ്ടയ്ക്ക് ഒരു രാജ്യത്ത് അർത്ഥമാക്കുന്നതിനേക്കാൾ നാടകീയവും മാറ്റവുമായിരിക്കും മറ്റൊരു രാജ്യത്തുണ്ടാകുക. ഉദാഹരണത്തിന്, ചിത്രം 3 കാണിച്ചിരിക്കുന്ന വൃത്തം പോലെയുള്ള ആംഗ്യം മിക്കവാറും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഓക്കെ അല്ലെങ്കിൽ നല്ലത് എന്ന
അർത്ഥമാക്കുക. പടിഞ്ഞാറൻ ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഉള്ള രാജ്യങ്ങളിൽ ഓക്കെ പൊതുവായിട്ടായിരിക്കും അർത്ഥമാക്കുന്നത്. മാത്രമല്ല അതിന്റെ അർത്ഥം ലോകം ഇന്നും വളരെ വേഗത്തിലാണ് പരക്കുന്നത്. അതിന് മറ്റു ഉത്ഭവങ്ങളും അർത്ഥങ്ങളുമുള്ള വേറെ സ്ഥലങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഫ്രാൻസിൽ അതിന് 0 അല്ലെങ്കിൽ ഒന്നുമില്ല എന്നർത്ഥമുണ്ട്. ജപ്പാനിൽ പണം എന്നും ചില മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ ലൈംഗികപരമായ അവമാനിക്കലുമാണ്. അടിസ്ഥാനപരമായ ഭാഷാപരമായ ശേഷികൾ എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെയാണ്. ആളുകൾ സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നു. അവർ സങ്കടത്തിലോ ദേഷ്യത്തിലോ ആയിരിക്കുമ്പോൾ നെറ്റി ചുളിക്കുകയോ മുഖം ചുളിക്കുകയോ ചെയ്യുന്നു. തലയാട്ടുന്നത് ആഗോളപരമായി ശരി എന്നാണ് സൂചിപ്പിക്കുന്നത്. മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഈ ചേഷ്ട തല കുനിക്കുന്നതിന്റെ ഒരു രൂപമാണ്. പുഞ്ചിരിക്കുന്നത് മിക്കവാറും ജന്മന ഉള്ളതായിരിക്കും. കാരണം കാഴ്ച പരിമിതി ഉള്ളവരും അവർ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും പുഞ്ചിരിക്കാറുണ്ട്. ഈ അധ്യായത്തിൽ ഞാൻ ശരീരഭാഷയിലെ ചേഷ്ടകളുടെ ഒരു ലളിതമായ നിഘണ്ടു അവതരിപ്പിക്കാം. അവർ മിക്കവാറും എല്ലാ പ്രസന്റേഷൻ സംസ്കാരങ്ങളിലും പൊതുവായിട്ടുള്ളതും നിങ്ങൾ മുഖാമുഖമുള്ള പ്രസന്റേഷനുകൾ നൽകുമ്പോൾ കാണാനിടയുള്ളതുമാണ്. എന്തുകൊണ്ട് സ്ത്രീകൾ നല്ല കേൾവിക്കാരാകുന്നു? നമ്മുടെ പുരുഷന്മാർ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? സ്ത്രീകൾക്ക് മാപ്പ് വായിക്കാൻ പറ്റുന്നില്ല എന്ന പുസ്തകത്തിൽ പുരുഷന്മാരുടെ തലച്ചോറ് ചെറിയ വാക്കുകളുടെ അല്ലാത്തതും ശബ്ദവിന്യാസമുള്ളതുമായവയെ അധികം പൊരുത്തപ്പെടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പുരുഷന്മാരെ പറ്റി സ്ത്രീകൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂസലില്ലാത്തവർ എന്നോ വികാരമില്ലാത്തവർ എന്നോ വിവരിക്കുന്നത്. സാമൂഹ്യ പരിപാടികളിൽ എല്ലായിടത്തും സ്ത്രീകൾ പുരുഷന്മാരോട് പറയും, ഞാൻ നിന്നെ നോക്കിയത് നീ കണ്ടില്ലേ, ഞാൻ പാർട്ടിയിൽ നിന്ന് പോകണമെന്നായിരിക്കുമല്ലോ നിന്റെ വിചാരം. ഇത് മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായിരിക്കും, പക്ഷെ എല്ലാ പുരുഷന്മാർക്കുമല്ല. പുരുഷന്മാർ നിർദ്ദയരല്ല. അവരുടെ തലച്ചോറ് സൂക്ഷ്മമായ ശരീരഭാഷ അടയാളങ്ങൾ വായിച്ചെടുക്കാൻ തയ്യാറാക്കിയിട്ടുള്ളതല്ല. ഒരു സ്ത്രീ ഒന്നിച്ചുള്ള അഭിപ്രായത്തിൽ ആരെങ്കിലും വിഷമിക്കുന്നതോ എതിർക്കുന്നതോ കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ വിഷമവും എതിർപ്പും കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ശരീരഭാഷ ആ കൂട്ടവുമായി താളം തെറ്റുന്നതും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും അവൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെ സ്ത്രീകൾക്ക് എതിർപ്പ്, ദേഷ്യം, വഞ്ചന, മുറിവേൽക്കൽ എന്നിവ കാണാൻ കഴിയുന്നു എന്നത് മിക്കവാറും പുരുഷന്മാർക്ക് പ്രഹേളികയാണ്. അതിന്റെ കാരണം മിക്കവാറും പുരുഷന്മാരുടെയും തലച്ചോറ് സ്ത്രീകളുടെ തലച്ചോറ് പോലെ ശരീരഭാഷയുടെ സൂക്ഷ്മാംശങ്ങൾ വായിച്ചെടുക്കാൻ തയ്യാറാക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഒരു സ്ത്രീയോട് മുഖാമുഖം കള്ളം പറയാൻ ശ്രമിക്കുന്നത് ബുദ്ധിമോശമാകുന്നത്. ഫോം എടുക്കുന്നതായിരിക്കും സുരക്ഷിതം. ശരീരഭാഷ വായിക്കാൻ പഠിക്കുന്നത് എങ്ങനെ? ദിവസവും മറ്റുള്ളവരുടെ ചേഷ്ടകൾ വായിച്ചെടുക്കാനും സ്വന്തം ചേഷ്ടകളെ കുറിച്ച് ബോധവാനാകാനും 15 മിനിറ്റ് മാറ്റിവെക്കുക. ആളുകൾ കാണുകയും പെരുമാറുകയും ചെയ്യുന്ന ഏത് സ്ഥലവും പഠിക്കാൻ പറ്റിയതാണ്. എയർപോർട്ട് പ്രത്യേകിച്ചും ആളുകളുടെ ചേഷ്ടകൾ പഠിക്കാൻ നല്ല ഇടമാണ്. കാരണം ആളുകൾ ആകാംക്ഷ, ദേഷ്യം, വിഷമം, സന്തോഷം, അക്ഷമ തുടങ്ങിയ വികാരങ്ങൾ ചേഷ്ടകൾ തുറന്നു പ്രദർശിപ്പിക്കുന്നത് അവിടെയാണ്. സാമൂഹ്യ പരിപാടികൾ, ബിസിനസ് മീറ്റിംഗുകൾ, പാർട്ടികൾ തുടങ്ങിയവയും ടെലിവിഷൻ കാണുന്നത് മികച്ച വഴികളാണ്. ശബ്ദം കുറച്ച് ചിത്രങ്ങൾ മാത്രം നോക്കി എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതാനും നിമിഷങ്ങൾ കൂടുമ്പോൾ ശബ്ദം ഉയർത്തി നിങ്ങളുടെ വാക്കുകളില്ലാത്ത വായന എത്രത്തോളം കൃത്യമാണെന്ന് പരിശോധിക്കാൻ സാധിക്കുകയും അധികം വൈകാതെ തന്നെ ശബ്ദമില്ലാതെ മുഴുവൻ പ്രോഗ്രാമും കണ്ട് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. കേൾവിശക്തിയില്ലാത്തവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരു പ്രസന്റേഷൻ നടത്തുന്നത് വീഡിയോ ക്യാമറ ഉപയോഗിച്ച് പകർത്തി ശബ്ദമില്ലാതെ അത് കാണുകയോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അസോസിയേറ്റുമാരോടോ അതിനെ വിശകലനം ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്യുക. ശരീരഭാഷയ്ക്കുള്ള പെട്ടെന്നുള്ള ഒരു ഗൈഡ്. നിങ്ങൾക്ക് പ്രസന്റേഷന്റെ സമയത്ത് കാണാൻ കഴിയുന്ന വളരെ പൊതുവായ ശരീരഭാഷാ സൂചനകൾക്കായുള്ള ഒരു ഗൈഡ് ഇതാ. കൈകൾ കെട്ടുന്നത്. ചില നിരീക്ഷണങ്ങളും ഉത്ഭവങ്ങളും. ശരീരത്തിന് മുന്നിൽ കൈകൾ കെട്ടുന്നത് വേർപെട്ട അടഞ്ഞ നിലപാടാണ് കാണിക്കുന്നത്. ഇതൊരു ജന്മനായുള്ള ചേഷ്ടയാണ്. 70% ആളുകളും വലത് കൈക്ക് മുകളിൽ ഇടത് കൈ വയ്ക്കും. കൈ കെട്ടുന്നത് വിപരീത രീതിയിൽ പുനഃപരിശോധിക്കുന്നത് ഏതാണ്ട് അസാധ്യമാണ്. ഇതിന്റെ ഉപയോഗം ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. മിക്കവാറും എല്ലാ ആൾക്കുരുങ്ങുകളും ആ കാരണം കൊണ്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ ചേഷ്ടയെക്കുറിച്ചുള്ള ഗവേഷണം കാണിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ സമയത്ത് ഈ ചേഷ്ട ഉപയോഗിക്കുന്ന സദസ്സിന് തുറന്ന നിലയിൽ ഇരിക്കുന്നവരേക്കാൾ 38% കുറവ് കാര്യങ്ങളെ ഓർത്തെടുക്കാൻ കഴിയാറുള്ളൂ എന്നാണ് ഒരു പ്രസന്ററുടെ പ്രകടനത്തെപ്പറ്റി ഇന്റർവ്യൂ ചെയ്തപ്പോൾ കൈകൾ തുറന്നവരേക്കാൾ കൈ കെട്ടിയവർ ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കുകയും കുറവ് മാത്രം കണ്ണുകളിലേക്ക് നോക്കുകയും കൂടുതൽ തവണ പിന്നോട്ട് ചായുകയും ചെയ്തിരുന്നു. കൈ കെട്ടുന്നത് വേറെ ചില സൂക്ഷ്മമായ രീതികളിലും കാണാവുന്നതാണ്. പകുതി കൈകെട്ട്, സ്വന്തം കൈപിടിക്കൽ. നിങ്ങൾ വികാരാധീനരായിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ കൈ പിടിക്കുന്നത് പോലെ ഇരു കൈകൾ കൊണ്ടും എന്തെങ്കിലും പിടിക്കുന്നത്. ഒരു പേഴ്സ്, ഗ്ലാസ് അല്ലെങ്കിൽ ഫോൾഡർ 2 കൈകൾ കൊണ്ടും പിടിക്കുന്നതിന്റെ ഉദ്ദേശം കൈകൾ ശരീരത്തിന് മുന്നിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വം ഉണ്ടാകാനാണ്. മോതിരം, വാച്ച്, കഫ് ലിങ്ക് എന്നിവയിൽ മറുകൈ കൊണ്ട് കറക്കുന്നതും അതേ ഫലം നൽകുന്നു. ചിത്രം ഇടയിൽ വലതുവശത്തിരിക്കുന്ന ഒരാൾ ശരിയായ സാഹചര്യത്തിലുള്ള ചേഷ്ടകളുടെ ഗണം കാണിക്കുന്നു. അയാൾ കൈകൾ കെട്ടി, കാലുകൾ അകത്തി. പുരുഷന്മാരുടെ കോപം.
ഒരു പുരുകം ഉയർത്തി, നിർണായകം. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പുഞ്ചിരിച്ച്, പിൻവാങ്ങൽ. ശരീരം മറ്റെവിടേക്കോ തിരിച്ച്, താല്പര്യമില്ലായ്മ. ഇരിക്കുന്നു. അയാൾ അനുകരണം ഉപയോഗിച്ച് ബന്ധം സ്ഥാപിക്കുന്ന മറ്റു രണ്ടുപേരിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതുപോലെ തോന്നുന്നു. കാരണത്തിന്റെയും പ്രഭാവത്തിന്റെയും പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് നിഷേധമോ പ്രതിരോധമോ സഹകരണമില്ലായ്മയോ എതിർപ്പോ തോന്നുകയാണെന്നിരിക്കട്ടെ, അയാൾ കൈകൾ നെഞ്ചിൽ കെട്ടിവെച്ചു അതിനെ വാക്കുകളില്ലാതെ സൂചിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, കൈകൾ കെട്ടിയിട്ടുള്ള നിലയിൽ ഒരാളോട് പറഞ്ഞു ഓർത്തിരിക്കുന്ന ഏതാണ്ട് 40% വരെ കുറയുന്നു. അയാളുടെ നിലപാട് വളരെ നിർണായകമാകുന്നു. ഈ ലളിതമായ പരീക്ഷണം ശ്രമിച്ചു നോക്കൂ. കൈകൾ നെഞ്ചിൽ മുറുകെ കെട്ടിയിരിക്കുക എന്ന് തോന്നുന്നു. ഉൾപ്പെടാത്തതുപോലെ, പങ്കില്ലെന്നപോലെ, സഹകരണമില്ലാത്തതുപോലെ. പഠനങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് കൈകൾ കെട്ടുകയാണെങ്കിൽ ആ ചേഷ്ടയിൽ നിന്ന് പ്രതിലോമമായ ഫലങ്ങളാവും അനുഭവവേദ്യമാകുക. ഇതൊരു കാരണത്തിന്റെയും പ്രഭാവത്തിന്റെയും അവസ്ഥയാണ്. കൈകെട്ട് ശീലമാക്കിയവർ എപ്പോഴും പറയും അവർക്കത് സുഖപ്രദമാണെന്ന്. കാരണം കൈകെട്ടുന്ന ചേഷ്ട അവർക്ക് സുഖകരമാകുന്നത് അവർക്കും അതേപോലുള്ള വികാരങ്ങൾ തോന്നുമ്പോഴാണ്. കൈകൾ കെട്ടുന്നത് പ്രതിലോമമായ സൂചനയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളുടെ ശ്രോതാവ് അറിയാതെ തന്നെ നിങ്ങളെ വിമുഖനോ അടുക്കാൻ പറ്റാത്തവനോ ആയി മനസ്സിലാക്കും. അതുകൊണ്ടാണ് തണുപ്പ് കൂടിയ ഒരു മുറിയിലെ ഒരു കൂട്ടം ആളുകളെ വിശ്വസിപ്പിക്കുന്നത് പ്രയാസമാകുന്നത്. പ്രസന്റേഷന് യോജ്യമായ താപനില 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രയോജനകരമായ ചില തന്ത്രങ്ങൾ. നിങ്ങളുടെ പരിപാടിയിൽ നിന്ന് കൈകൾ കെട്ടുന്നത് നീക്കം ചെയ്യുക. നിങ്ങളുടെ ശ്രോതാക്കൾ നിങ്ങൾ പറഞ്ഞതിൽ വളരെ കുറച്ച് ഓർമ്മിക്കുകയുള്ളൂ. അവർ നിങ്ങളുടെ പ്രകടനത്തെ വിമർശിക്കുകയും നിങ്ങളോടുള്ള ഇഷ്ടം കുറയുകയും ചെയ്യും. തുറന്ന ശരീരഭാഷ പരിശീലിക്കുക. 2. സാധ്യമാകുമ്പോഴെല്ലാം സദസ്സിന് കൈയുള്ള കസേരകൾ കൊടുക്കുക. അത് അവരെ കൈകൾ കെട്ടാതെ ഇരുന്ന് കൂടുതൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കും. കൈയില്ലാത്ത കസേരകളാണെങ്കിൽ ഒരുപാട് അടുപ്പിച്ചിടാതെ നോക്കുക. കാരണം അത് അവരെ അടുത്തിരിക്കുന്നയാളെ തൊടാതിരിക്കാൻ കൈ കെട്ടാൻ പ്രോത്സാഹിപ്പിക്കും. 3. നിങ്ങളുടെ സദസ്സ് കൈ കെട്ടിയിരിക്കുകയാണെങ്കിൽ അവരെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായി കൈ പൊക്കാൻ പറഞ്ഞോ, എന്തെങ്കിലും ശരീരം ഉപയോഗിച്ചുള്ള എക്സസൈസുകൾ ചെയ്യാൻ കൊടുത്തോ, നോട്ട് എഴുതാൻ പേനയും കടലാസും കൊടുത്തോ, ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തോ അവസ്ഥ മാറ്റാം. കൈകൾ മുഖത്ത് സ്പർശിക്കുമ്പോൾ ചില നിരീക്ഷണങ്ങളും ഉത്ഭവങ്ങളും. കൈകൾ മുഖത്ത് സ്പർശിക്കുന്നതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുള്ള ഗവേഷകർ സമ്മതിക്കുന്നത് അത് വിപരീതമായ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. പടിഞ്ഞാറൻ രാജ്യക്കാരും മിക്കവാറും യൂറോപ്പുകാരും കള്ളം പറയുമ്പോൾ കൈയും മുഖവും തമ്മിൽ ബന്ധം സ്ഥാപിക്കും. മതപരമായ കാരണങ്ങളാൽ തലയിൽ തൊടുന്നത് ഒഴിവാക്കുന്ന ഏഷ്യക്കാരുടെ കാര്യം അങ്ങനെയല്ല. അവർ നുണ പറയുമ്പോൾ കാലുകൾ കൂടുതൽ ചലിപ്പിക്കും. നുണ പറയുമ്പോൾ വായ മറയ്ക്കുന്നത് കുട്ടികളിൽ പൊതുവായി കാണാവുന്നതാണ്. ചിത്രമെട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുതിർന്നവരിലും അത് കാണാൻ കഴിയും. നുണ പറയുന്നത് മൂക്കിന്റെ സംവേദനം വർദ്ധിപ്പിക്കുകയും മൂക്കിൽ തൊടുന്നതിൽ അവസാനിക്കുകയും ചെയ്യും. കണ്ണുകൾ കൈകൊണ്ട് മൂടുന്നത് നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്തതിനെയോ വിശ്വാസമില്ലാത്തതിനെയോ മറയ്ക്കുന്നു. അതാണ് കണ്ണുകൾ തിരുമുന്ന ചേഷ്ടയുടെ ഉത്ഭവം. ചെവിയിൽ പിടിച്ചു വലിക്കുന്നതോ തിരുമുന്നതോ അല്ലെങ്കിൽ കഴുത്ത് ചൊറിയുന്നതോ ഒരാളോട് പറയുന്നതിൽ ഉറപ്പില്ലായ്മ, അവിശ്വാസമോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഉപയോഗപ്രദമായ ചില തന്ത്രങ്ങൾ. 1. എപ്പോഴും കൈയും മുഖവും ചേർന്ന സൂചന ഗണങ്ങളായി അതാത് സാഹചര്യത്തിൽ വായിച്ചെടുക്കുക. 2. പ്രസന്റേഷന്റെ സമയത്തും കൈയും മുഖവും ചേർന്ന ചേഷ്ടകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ സദസ്സിന് വിശ്വാസം കുറയും. വീഡിയോ ക്യാമറയുടെ കണ്ണാടിയുടെ മുന്നിൽ പരിശീലിച്ച് മുഖത്ത് തൊടുന്നത് ഇല്ലാതാക്കുക. 3. നിങ്ങളുടെ പ്രസന്റേഷന്റെ സമയത്ത് ആരെങ്കിലും കൈകൊണ്ട് മുഖത്തൊത്ത് തൊടുന്നുണ്ടെങ്കിൽ താഴെ പറയുന്നവ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. അതെന്താണെന്ന് പറയാമോ? കുറച്ചുകൂടി ശക്തമായ വിധം. നിങ്ങളുടെ ശരീരഭാഷ പറയുന്നു നിങ്ങൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന്. അതെന്താണെന്ന് ചോദിച്ചോട്ടെ. ഈ അവസാനത്തെ ചോദ്യം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് നിന്ദിക്കലാകാനും മതി. പ്രൊഫഷണൽ ചോദ്യം ചെയ്യലുകാരാണത് ഉപയോഗിക്കുക. പോസിറ്റീവ് ശരീര സൂചനകൾ. 1. തല ചിരിക്കുക. നമ്മൾ കേൾക്കുന്നതിലോ കാണുന്നതിലോ താല്പര്യം തോന്നുമ്പോഴാണ് തല ചിരിക്കുക. നിങ്ങളുടെ ഫേസ് ക്രോസ്പെട്ട് തല ചിരിക്കുന്നുണ്ടെങ്കിൽ അവതരണം തുടരുക. അയാളുടെ തല നേരെയാണെങ്കിലോ ചാഞ്ചാടുന്നുണ്ടെങ്കിലോ നെഞ്ചിലേക്ക് ചായുന്നുണ്ടെങ്കിലോ ഇടപെടുകയോ ഗതി മാറ്റുകയോ ചെയ്യുക. 2. കൈ താടിയിൽ. ഇത് നിങ്ങളുടെ പ്രസന്റേഷനെ കുറിച്ചുള്ള പോസിറ്റീവ് വിലയിരുത്തലാണ്. കൈ താടിയിൽ വച്ചിരിക്കുന്നുണ്ട്, പക്ഷെ തലയെ താങ്ങുന്നില്ല. വിരൽ സാധാരണയായി ചെന്നിയിൽ തൊട്ടിരിക്കും. കൈകൊണ്ട് തല താങ്ങിയാണെങ്കിൽ താല്പര്യം കുറയുകയാണെന്ന് മനസ്സിലാക്കാം. 3. കണ്ണാടി കടിക്കുക. ഒരാൾ പേനയോ പെൻസിലോ അല്ലെങ്കിൽ സ്വന്തം ചുണ്ടുകളോ കടിക്കാം. ഇത് ഒരുതരം വിലയിരുത്തുന്ന രീതിയാണ്. ഒരാൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇത് കാണാൻ കഴിയും. ഇത് തീരുമാനമെടുക്കുന്നതിന് തടയുന്നതുമാകാം, കാരണം അയാളുടെ വായിൽ എന്തോ ഉള്ളതുകൊണ്ട് മറുപടി പറയാത്തതിന് സ്വയം ന്യായീകരിക്കുന്നതായി തോന്നാം.
4 മുന്നോട്ട് ചെയ്യുക. നമുക്ക് താല്പര്യമുള്ളത് ആകർഷമായ ആളുകളോടും വസ്തുക്കളോടും അടുത്തേക്ക് നീങ്ങാറുണ്ട്. ഇതിന് ഓട്ടക്കാരുടെ സ്റ്റാർട്ടേഴ്സ് പൊസിഷനുമായി തെറ്റിദ്ധരിക്കരുത്. ഒരുപോലെയാണെങ്കിലും ഇരു കൈകളും മുട്ടിൽ വെച്ച് ഒരാൾ ഓട്ടമത്സരം തുടങ്ങാൻ പോകുന്നത് പോലെ ഉണ്ടാകും, മിക്കവാറും വാതിലിന് നേരെ. 5 ശിഖിരം. ഈ ചേഷ്ട ഒറ്റപ്പെട്ട ഒന്നായി വായിക്കാം. ഇത് സരസമായ ആത്മവിശ്വാസമുള്ള നിലപാടിനെ സൂചിപ്പിക്കുന്നു. ചോദ്യം എന്തായാലും എന്തിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസം എന്നാണ്. നിങ്ങൾക്കൊപ്പം വരാനുള്ള ആത്മവിശ്വാസമാണോ? വിഷയത്തിൽ അവരുടെ സ്വന്തം അറിവിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണോ? അവർ ഇതിനു മുമ്പ് ഇതെല്ലാം കേട്ടിട്ടുള്ളതാണോ? ഏത് സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഉത്തരം തരിക. 6 ഉന്തിയ തള്ളവിരലുകൾ. തള്ളവിരലുകൾ കോട്ടിന്റെ പോക്കറ്റുകൾ, ട്രൗസറിന്റെ പോക്കറ്റുകൾ, കുപ്പായത്തിന്റെ മാർമടക്ക് അല്ലെങ്കിൽ ബ്രേസുകൾ എന്നിവയിൽ നിന്നും ഉന്തി നിൽക്കാം. തള്ളവിരലുകൾ ഉന്തുന്നത് ആധിപത്യമുള്ള നിലപാടിനെ സൂചിപ്പിക്കുന്നു. ആത്മവിശ്വാസവും സരസവും ശിഖിരത്തിന്റെ ചേഷ്ടയിൽ കാണിക്കുന്നത് പോലെ. നിങ്ങളുടെ സദസ്സിന്റെ മുന്നിൽ വെച്ച് ഈ ചേഷ്ട പ്രദർശിപ്പിക്കുന്നത് ബുദ്ധി മോശമായിരിക്കും. കാരണം ഇതിന് അഹങ്കാരമോ പരുക്കനോ ആയ പെരുമാറ്റമായി വായിക്കാനും സാധിക്കും. 7 ഇരു കൈകളും തലയ്ക്ക് പിന്നിൽ. പുരുഷന്മാർ മാത്രം ഉപയോഗിക്കുന്ന ഇത് സംവദിക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് എല്ലാം അറിയാം, എന്റെ അടുത്ത് എല്ലാ ഉത്തരങ്ങളും ഉണ്ട് എന്ന ഭാവമാണ്. ഇയാളോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തോ അറിയാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാമോ? ഇത് ഒന്നിന്റെ സഹകരണത്തിലോ അല്ലെങ്കിൽ തർക്കത്തിലോ അവസാനിക്കും. ചേഷ്ട ഏത് സാഹചര്യത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നനുസരിച്ച്. നെഗറ്റീവ് ശരീര സൂചനകൾ. 1 നിർണായകമായ വിലയിരുത്തൽ. ഈ ചേഷ്ട ധാരാളം ഉപയോഗിക്കപ്പെടുന്നതും ശ്രോതാവിന്റെ വിമർശനാത്മകമായ ആലോചനകളെ വെളിപ്പെടുത്തുന്നതുമാണ്. ചൂണ്ടുവിരൽ നേരെ കവിളിലേക്ക് ചൂണ്ടുന്നു, തള്ളവിരൽ താടി താങ്ങുന്നു, നടുവിരൽ വായയുടെ വശത്തോ കുറുകയോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുപോലെ ഒരു ചോദ്യം കൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കും. 2 ഇല്ലാത്ത നാര് പിഴുതെടുക്കുക. സാങ്കല്പികമായി നാര് പിഴുതെടുക്കുന്നത് വെളിപ്പെടുത്തുന്നത് പറഞ്ഞതിനോട് വിയോജിക്കുന്നതാണ്. സാങ്കല്പികമായ നാര് പിഴുതെടുക്കുമ്പോൾ ആ വ്യക്തി അവലേക്ക് നോക്കും. നിങ്ങൾക്കെന്തോ ചോദിക്കാനുണ്ടല്ലോ എന്ന രീതിയിലുള്ള ചോദ്യം ഇത്തരം ആളുകൾ നന്നായി പ്രയോഗിക്കാവുന്നതാണ്. 3 കോളർ വലിക്കുക. ഒരാൾ നിശബ്ദമായി ദേഷ്യത്തിലാകുകയോ വിഷണ്ണനാകുകയോ വഞ്ചന തോന്നുകയോ ചെയ്യുമ്പോൾ കഴുത്തിൽ തുടിപ്പ് തോന്നുകയും അയാൾക്ക് കഴുത്തിൽ നിന്ന് കോളർ അകറ്റാനുള്ള പ്രേരണ ഉണ്ടാകുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന രീതിയിലുള്ള ചോദ്യം ഉചിതമായിരിക്കും. 4 കഴുത്തിൽ വേദന. ഈ ഭാവം കൃത്യമായും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വിവരിക്കുന്നു. പിരിമുറുക്കമോ നൈരാശ്യമോ ഉണ്ടാകുമ്പോൾ ഒരാൾ കഴുത്തിന്റെ പിന്നിൽ തിരുമുകയോ തട്ടുകയോ ചെയ്തു. ആരെങ്കിലും യഥാർത്ഥത്തിൽ കഴുത്തുവേദന ഉണ്ടാകുമ്പോഴത്തെ തരിപ്പിനെ അടക്കുന്നു. ഇതിന്റെ കാരണം കഴുത്തിലെ ചെറിയ എറക്ട കില്ലേ മസിലുകൾ അനങ്ങുമ്പോഴാണ്. 5 പതുക്കെ കണ്ണുചിമ്പൽ. നിങ്ങളെക്കാൾ മികച്ചവനാണെന്നോ ബുദ്ധിമാനാണെന്നോ ധനവാനാണെന്നോ മിടുക്കനാണെന്നോ കരുതുന്ന ഒരാൾ ഉപയോഗിക്കുന്ന ശല്യപ്പെടുത്തുന്ന ചേഷ്ടയാണിത്. ഇതിന്റെ ഒപ്പം മിക്കവാറും ഉപ്പൂറ്റിയിൽ ഉയർന്ന ഉയരം കൂട്ടുന്നതും ഉണ്ടാകും. തലച്ചോറ് അതിനെ കാണാൻ ആഗ്രഹമില്ലാത്തതിനെ കണ്ണുകൾ അടച്ച് മറിക്കുന്നു. ഈ വ്യക്തി നിങ്ങളെ നിന്നയോടെ നോക്കാം. 6 കസേരയുടെ മുകളിൽ കാല്. ഇതിന് പല അർത്ഥങ്ങളുടെ സങ്കല്പനമാണുള്ളത്. ആദ്യം ആ വ്യക്തിക്ക് സുഖവും ആത്മവിശ്വാസവും തോന്നുന്നുണ്ട്, പ്രത്യേകിച്ചും അത് അയാളുടെ കസേര അല്ലെങ്കിൽ. രണ്ടാമത് അയാൾ കസേരയുടെ മുകളിൽ കാൽ വെച്ച് അയാളുടെ അവകാശവാദം ഉന്നയിക്കുന്നതിലൂടെ സ്വന്തം ഇടം പിടിച്ചുപറ്റുകയാണ്. മൊത്തത്തിലുള്ള മനോഭാവം സുഖകരമായ വിയോജിപ്പാണ്. 7 കസേരയിൽ കാല് കവച്ചിരിക്കുക. ഇത് പ്രധാനമായി ഒരു പുരുഷ ചേഷ്ടയാണ്. ആധിപത്യത്തിന്റെയോ വരിഷ്ഠതയുടെ സന്ദേശമാണ് ഇത് നൽകുന്നത്. കസേരയുടെ പിൻഭാഗം സാധ്യതയുള്ള ആക്രമണത്തിൽ നിന്ന് സുരക്ഷയേകുന്നു. അകത്തി വെച്ചിരിക്കുന്ന കാലുകൾ ഒരു ക്ലാസിക് ആധിപത്യ തന്ത്രമാണ്. ഈ നിലയിലിരിക്കുന്ന ഒരാളുമായി ഒരിക്കലും തർക്കത്തിന് പോകാതിരിക്കുക, പകരം അവരെ പങ്കെടുപ്പിക്കുകയോ കസേര ശരിയായ രീതിയിൽ തിരിച്ച് ഇരിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുക. 8 പതുക്കെ കൈ തിരുമുക. കൈ തിരുമുന്നതിന്റെ വേഗത ഒരാളുടെ സാധ്യമായ വികാരങ്ങളെ പ്രദർശിപ്പിക്കുന്നു. വേഗത്തിൽ കൈ തിരുമുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഫലത്തിനെ കുറിച്ച് ആവേശം കൊള്ളുന്ന ഒരാളായിരിക്കും. പതുക്കെയുള്ള കൈതിരുമൽ ഉപയോഗിക്കുന്നത് ഒരാൾ വ്യക്തിപരമായി പണം അല്ലെങ്കിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴാണ്. മാതൃകാപരമായ ഗണം. ഈ രംഗത്തിൽ വലതുവശത്തിരിക്കുന്ന സ്ത്രീ ക്ലാസിക് നിർണായക വിശകലനത്തിന്റെ ഗണമാണ് ഉപയോഗിക്കുന്നത്. ഇടതുവശത്തിരിക്കുന്ന പുരുഷൻ തുറന്ന കൈകൾ ഉപയോഗിച്ച് അവളുടെ നേർക്ക് ചാഞ്ഞുകൊണ്ട് അവളെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. നടുവിലുള്ള പുരുഷൻ ശിഖരചേഷ്ട ഉപയോഗിച്ച് അക്രമോത്സവമായ രീതിയിൽ കാൽ കയറ്റിവെച്ച് അയാളുടെ ആത്മവിശ്വാസമുള്ള സ്വയം ഉറപ്പുള്ള സമീപനം പ്രതിഫലിപ്പിക്കുന്നു. അവസാന വാക്ക്. ശരീരഭാഷ ജിഗ്സ പസിൽ പോലെയാണ്. നമ്മുടെ അടുത്തെല്ലാം ചെറിയ കഷ്ണങ്ങളുണ്ട്, പക്ഷെ ഒരിക്കലും അവ കൂട്ടിച്ചേർത്തൊരു ചിത്രമാക്കിയിട്ടില്ല.
എപ്പോഴും ശരീരഭാഷയുടെ ഒന്നാമത്തെ നിയമം ഓർമ്മിക്കുക. ഒറ്റപ്പെട്ടുള്ള ചേഷ്ടകളെ ഒരിക്കലും വിശകലനം ചെയ്യരുത്. എപ്പോഴും ഗണങ്ങളായിട്ടുള്ളവയ്ക്ക് വേണ്ടി ശ്രമിക്കുക. എല്ലാ സൂചനകളുടെയും സാഹചര്യം പരിഗണിക്കുകയും സാംസ്കാരിക വ്യത്യാസങ്ങളെ വിലക്കെടുക്കുകയും ചെയ്യുക. ശരീരഭാഷ വായിച്ചെടുക്കാൻ കഴിയുക എന്നാൽ ഓരോ ദിവസത്തെയും സ്വാഭാവികമായ സന്ദർഭങ്ങളെ കാണാൻ കഴിയുക എന്നതാണ്. ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഉപസംഹാരം. എത്ര തവണ നിങ്ങൾ ഒരു ടോപ്പ് ലെവൽ നെറ്റ്വർക്കറെ കുറിച്ച് ആരെങ്കിലും അവൾ ഒരു സ്വാഭാവിക പെരുമാറ്റക്കാരിയാണ് അല്ലെങ്കിൽ അയാൾ ജന്മന ബിസിനസ്സുകാരനാണ് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്? ഒരു വ്യക്തിയെ സ്വാഭാവികമായി എഞ്ചിനീയർ എന്നോ ഒരു സ്വാഭാവികമായ ഫാർമസിസ്റ്റ് എന്നോ ആരെങ്കിലും വിവരിക്കുന്നത് ഒരിക്കലും കേൾക്കില്ല. ഈ തൊഴിലുകളെല്ലാം ശാസ്ത്രമാണെന്ന് നമുക്കറിയാം. ശാസ്ത്രം എന്നാൽ നിരീക്ഷണം, പരീക്ഷണം, അളക്കൽ എന്നിവയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥയോടുള്ള പഠനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന കഴിവോ തന്ത്രമോ ആണ്. ടോപ്പ് ലെവൽ നെറ്റ്വർക്കർമാർ സ്വാഭാവികമോ ജന്മന ഉള്ളതോ അല്ല. ടോപ്പ് ലെവൽ നെറ്റ്വർക്കിംഗ് ഒരു ശാസ്ത്രമാണ്, മറ്റേത് ശാസ്ത്രവും പോലെ പഠിക്കാവുന്ന ഒരു കല. ഈ പുസ്തകം നിങ്ങൾക്ക് കുറച്ച് ശക്തമായ തന്ത്രങ്ങൾ തന്ന് അവയെ എങ്ങനെ ഉപയോഗിക്കണമെന്നും അളക്കണമെന്നും നിങ്ങളുടെ വളർച്ചയെ മെച്ചപ്പെടുത്താമെന്നും ആളുകളുമായി ഇടപെടുമ്പോൾ എന്തൊക്കെ നിരീക്ഷിക്കണമെന്നും കാണിച്ചു തരുന്നു. നെറ്റ്വർക്കിന്റെ ശാസ്ത്രം എല്ലാ ശാസ്ത്രവും പോലെ സമർപ്പണം, സ്ഥിരോത്സാഹം, പരിശീലനം എന്നിവ ആവശ്യമുള്ള പഠിക്കാവുന്ന കഴിവാണ്. നെറ്റ്വർക്കർമാരുടെ വിജയത്തിലേക്കുള്ള പാതയിൽ ഉണ്ടാകുന്ന വലിയ വെല്ലുവിളികളിലൊന്ന് വിപരീതമായ പ്രതികരണത്തിനോടുള്ള അമിതമായ വികാരപ്രകടനമാണ്. നിങ്ങൾ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഓരോ ഇല്ലയും വാസ്തവത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള പോസിറ്റീവായ പടിയാണെന്ന് മനസ്സിലാകുന്നു. നിങ്ങളുടെ ശരാശരികൾ സൂക്ഷിക്കുന്നത് ഇത് എപ്പോഴും തെളിയിച്ചു തരും. ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത് മിക്കവാറും പേർക്കും അവരുടെ വലിയ തടസ്സമായ എങ്ങനെ എന്നതിന്റെ രഹസ്യമാണ്. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആരാധകരോ പരസ്യങ്ങളോ ഇല്ലാതെ ഒരു രാത്രി പൊട്ടിമുളിച്ചതാണ്. ഇനി ഏറ്റവും വലിയ ഒരു ബിസിനസ് സിസ്റ്റമായി മാറാവുന്നതുമാണ്. അതിന്റെ വിജയം ആശ്രയിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലും അതിനെ മുന്നോട്ട് നയിക്കുന്നത് മുഴുവനുമായും അതിലെ അംഗങ്ങളുടെ ആവേശം കൊണ്ടുമാണ്. മനുഷ്യ മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ അവസരങ്ങളിൽ ഒന്നാണിത്. ഈ പുസ്തകം ഈ സിസ്റ്റത്തിലെ നിധിപേടകങ്ങൾ തുറക്കാനുള്ള താക്കോലുകൾ തന്ന് നിങ്ങളെ വിജയത്തിലേക്ക് അതിവേഗത്തിൽ ചലിപ്പിക്കും. ഈ പുസ്തകത്തിലുള്ള എല്ലാം തന്നെ പരീക്ഷിക്കപ്പെട്ടതും തെളിയിക്കപ്പെട്ടതും പട്ടതും ഫലം തരുന്നവയുമാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫലവും തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള നിലയിലെത്താതിരിക്കുന്നതിന് ഇനി കാരണങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ച് അതിനായി പുറപ്പെടുക. അലൻ പീസ്.